ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് മുഹമ്മദ് ജാസർ. ഞാൻ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് എതേഴ്സ് എടുത്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡാണ്. ഓക്കെ, നമുക്ക് ഇന്ന് എടുക്കേണ്ട ചാപ്റ്റർ ഏതാണ്? ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൾമോസ്റ്റ് എത്ര ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഒരു 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 2 to 3 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 2 മുതൽ 3 ക്വസ്റ്റ്യൻ പറയുമ്പോൾ 12ഓളം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ലെങ്തി ചാപ്റ്ററാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കാരണം പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന, അതായത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും ലെങ്തിയായ ചാപ്റ്റർ എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ക്ലാസ് കൃത്യമായിട്ട് കേട്ട് ഇതിലെ ചോദ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ എളുപ്പമായി മാറും. നിങ്ങൾക്ക് ഈ നീറ്റ് എക്സാമിന് വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനൊക്കെ ഒരുപാട് ഷോർട്ട് കട്ടുകൾ പറയുന്നുണ്ട്, ഒരുപാട് ഷോർട്ട് കട്ടുകൾ. നിങ്ങൾക്ക് നെയിം റിയാക്ഷനൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പാട്ട് പോലെ പറഞ്ഞ് അല്ലെങ്കിൽ പാടി പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് നെയിം റിയാക്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണോ പാട്ട് പഠിക്കുന്നതെങ്കിൽ പാട്ട് പാടുന്നത് അതുപോലെ നമുക്ക് ഒരുപാട് നെയിം റിയാക്ഷൻ പഠിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി രസകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടെൻഷൻ ഒന്നും അടിക്കേണ്ട, കൂടെ നിൽക്കുക, അടിച്ചു പൊളിക്കാം, സെറ്റാക്കാം. നീറ്റ് എക്സാമിന് നമ്മൾ കയറുന്ന സമയത്ത് എക്സാം ഹാൾ കയറുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒറ്റയടിക്കാനത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കാൻ പറ്റണം. ആ രൂപത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസുകൾ മാക്സിമം എന്ത് ചെയ്യുക, ആലോചിച്ചിട്ട് പ്രാക്ടീസ്. അതായത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ ചാപ്റ്ററും കണക്റ്റഡ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആൽക്കഹോളും ആൽഡിഹൈഡും അമൈൻസും കണക്ട് ചെയ്ത ചോദ്യങ്ങളുണ്ടാവും. അത് മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് തന്നെ നിങ്ങൾ സൊല്യൂഷൻ നോക്കരുത്, ആദ്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ വരുന്നതൊക്കെ നോക്കിയിട്ട് വേണം ഓരോന്നും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതേപോലെ നിങ്ങളെ മുമ്പിലേക്ക് ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാ നീറ്റ് ആസ്പിരൻസിനും ഇപ്പോൾ അവസാന സമയമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ തെല്ലാ ക്ലാസ്സിൻ്റെ അപ്പോൾ മക്കളെ, എല്ലാ നീറ്റ് ആസ്പിരൻസും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ടെല്ലാ ക്ലാസ് ആപ്പിനെ പറ്റിയിട്ട്. ടെല്ലാ ക്ലാസ്സസ് ആപ്പ്, ഈ ടെല്ലാ ക്ലാസ് ആപ്പിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചറാണ് TRP, ടെല്ലാ റിവിഷൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര ബെനിഫിഷ്യലാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇതിനെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല രൂപത്തിൽ റിവൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടൊരു സീരീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ പ്രോഗ്രാം, അതായത് ഫാസ്റ്റ് ട്രാക്ക് സീരീസ് എന്ന് പറയും. ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവസാന സമയത്ത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസുകൾ, ഷോർട്ട് വീഡിയോസുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഷോർട്ട് വീഡിയോകൾ, അതായത് അത് ഭയങ്കര യൂണീക്ക് ആയ ഒരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഭയങ്കര ലെങ്തി അല്ലാതെ വളരെ കൺസൈസ്ഡ് ആയിട്ട് ഓരോ ടോപ്പിക്സും എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസുകളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. അവസാന സമയം നമ്മൾ നീറ്റിനൊക്കെ ഒരു 1 വീക്ക് മുമ്പേ അല്ലെങ്കിൽ 2 വീക്സ് മുമ്പേ നമ്മൾ ടെൻഷനിലായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊരു എൻ്റയർ NCERT സിലബസ് മൊത്തം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസെപ്റ്റ് റിവൈസ് ചെയ്യാനും അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ ടോപ്പിക്സ് റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോസുകൾ ഉപകാരപ്പെടുത്താൻ പറ്റും. അപ്പം വളരെ കൺസൈസ്ഡ് ആയിട്ട് കൺസെപ്റ്റായിട്ട് നല്ല പ്രീമിയം ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഷോർട്ട് വീഡിയോസുകൾ എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ റിവിഷനാണ് പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 3 സബ്ജക്റ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും എൻ്റയർ ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം സംശയങ്ങളുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം കാണാനും അത് യൂസ്ഫുൾ ആണ്. ഇനി അതേപോലെ തന്നെ ഇതിന് കൂടെ തന്നെ ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അതായത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പം ഒരു 10-20 ചോദ്യങ്ങളല്ല, 100ഓളം ചോദ്യം, ഒരു ചാപ്റ്റർ 100ഓളം ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു 100 ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഏത് ചോദ്യങ്ങൾ വന്നാലും നീറ്റ് എക്സാമിന് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും, എൻ്റർ ആയിട്ടുള്ള ചോദ്യങ്ങൾ. അതായത് എല്ലാ കൺസെപ്റ്റും ടച്ച് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാ സ്റ്റുഡൻസിനും. അപ്പോൾ 100 ചോദ്യങ്ങളും ഓരോ ഷോർട്ട് വീഡിയോസും, ചാപ്റ്ററിൻ്റെ ഷോർട്ട് വീഡിയോസും ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസ് ഉണ്ടായിരിക്കും. മാത്രമല്ല ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം ഡീറ്റെയിൽ ആയി സൊല്യൂഷനും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ സൊല്യൂഷൻ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പല കുട്ടികളും പറയാറുണ്ട്, സാറേ സൊല്യൂഷൻ മാത്രം ഇല്ല, കീ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡീറ്റെയിൽ സൊല്യൂഷൻ കിട്ടുന്നില്ല, പിന്നീട് ആ ക്വസ്റ്റൻ നോക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യത്തിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് അത് ഭയങ്കര ബെനിഫിഷ്യലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്ലസ് ഇത് മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ പേഴ്സണൽ 1-to-1 മെൻറ്റർഷിപ്പും കൂടിയുണ്ട്. അത് ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിന് അണ്ടറിൽ വരുന്നതാണ്. പേഴ്സണൽ 1-to-1 മെൻറ്റർഷിപ്പ് ഉണ്ട്. അപ്പം ഓരോ കുട്ടികളും നിങ്ങൾക്ക് അറിയാൻ പറ്റും, നീറ്റിൻ്റെ അവസാന സമയത്ത് എന്ന് പറയുമ്പം
എന്താണ് എല്ലാവരും മാനസികമായിട്ട് ഡൗൺ ആയിരിക്കും, മെൻ്റൽ ഡൗൺ ആയിരിക്കും. ആ സമയത്തൊക്കെ ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് സീരീസ്, ഈ TRP ടെല്ലാ റിവിഷൻ പ്രോഗ്രാമിന് അണ്ടറിൽ വരുന്നൊരു കാര്യമാണ്. അപ്പം മെഡിക്കോസുകളും അതേപോലെ ഫാക്കൽറ്റീസുകളൊക്കെ ഈ കുട്ടികൾ എന്ത് ചെയ്യും, മെൻറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ മെൻറ്റർഷിപ്പ് കൊടുക്കും. മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടി ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇതൊക്കെ ഈ ആപ്പിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട്, അത് നീറ്റ് എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ നീറ്റിൻ്റെ ലെവലിലേക്ക് എത്തുന്നത്. അപ്പം നീറ്റ് എക്സാമിൽ നമ്മൾ എക്സാംസുകൾ എഴുതാതെ, അത് നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ 2 to 5 മെയ് 4 നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ എക്സാമിൽ നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത് അതേപോലത്തെ ആ ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങൾ, അതേ ഒരു അറ്റ്മോസ്ഫിയർ ആംബിയൻസിലൊക്കെ നിങ്ങൾ എക്സാം എഴുതുമ്പോഴാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ ഒരു എക്സാക്ട് ഡേറ്റ് ആയിട്ടുള്ള മെയ് 4 നീറ്റ് ഒറിജിനൽ നീറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അതായത് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എക്സാംസിൽ എന്ത് ചെയ്യണം, അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പം അതും ഒരുപാട് ടഫുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് എളുപ്പമുള്ള ചോദ്യങ്ങളോ അല്ല. അത് നീറ്റിന് എങ്ങനെയാണ് ചോദിക്കുന്നത് അതേ തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എക്സ്പെർട്ട് ഫാക്കൽറ്റീസുകളൊക്കെ അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ TRP എന്ന് പറയുന്ന ടെല്ലാ റിവിഷൻ പ്രോഗ്രാമിന് അണ്ടറിൽ വരുന്നത്. അപ്പോൾ TRP എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് പറയാം, ഫാസ്റ്റ് ട്രാക്ക് സീരീസ് ഉണ്ട് ഇതിനകത്ത്. ഫാസ്റ്റ് ട്രാക്ക് സീരീസ് എന്ന് പറയുമ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്? ഫാസ്റ്റ് ട്രാക്ക് സീരീസിൻ്റെ പ്രത്യേകത, ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ വരുന്നത് പ്രധാനമായിട്ടും എന്താണ്, ഷോർട്ട് വീഡിയോസുകളും അതേപോലെ ഡീറ്റെയിൽ സൊല്യൂഷനുമുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതേപോലെ തന്നെ പേഴ്സണൽ 1-to-1 മെൻറ്റർഷിപ്പ് ഉണ്ട്, ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും കുട്ടി ഡൗൺ ആവുകയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട സമയത്ത് വേണ്ട രൂപത്തിലുള്ള മെൻറ്റർഷിപ്പുകൾ കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻസ് സാധനമാണ് മോക്ക് ടെസ്റ്റുകൾ. മോക്ക് ടെസ്റ്റ് ഇല്ലാതെ നീറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ നീറ്റ് ആസ്പിരൻസിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ രൂപത്തിലായിരിക്കും ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ റിവിഷൻ ക്ലാസ് ആപ്പുകൾ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു സംവിധാനം എന്ത് ചെയ്യുക, ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ചാപ്റ്ററാണ് എടുക്കാനുള്ളത്. നീറ്റ് എക്സാം ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണത്. നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ, ആരും ഉറങ്ങാനൊന്നും പാടില്ല, എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് വളരെ രസകരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണിത്. പക്ഷേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് ബേസിക്സ് തുടങ്ങാം. കുറച്ച് ബേസിക്കുള്ള കാര്യങ്ങൾ അറിയണം. കാരണം ഒന്നും അറിയാത്ത കുട്ടികൾ ചിലപ്പോൾ ഇതിനകത്തുണ്ടായിരിക്കും, ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പം ബേസിക്കും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റപ്പായിട്ട് എന്ത് ചെയ്യാം, കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് പോകാം. സോ ആദ്യമായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഡോണ്ട് വറി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ മക്കളെ കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ കാർബണൈൽ കോമ്പൗണ്ടുകൾ എന്താണ്? കാർബണൈൽ കോമ്പൗണ്ട് എന്താണ്? ഈ കാർബണൈൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കാർബണൈൽ കോമ്പൗണ്ട് എന്താ അറിയോ മക്കളെ? നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, C+O ഗ്രൂപ്പ് കേട്ടോ നിങ്ങൾ? C+O ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? C+O കേട്ടിട്ടുണ്ടോ? C+O ഗ്രൂപ്പ്. ഈ CO ഗ്രൂപ്പ് എന്ന് പറയും. ഈ CO ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഈ കാർബണൈൽ കോമ്പൗണ്ടുകൾ. ആരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണേ, അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക. C+O ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിൽ വിളിക്കുന്ന പേരാണ് കാർബണൈൽ കോമ്പൗണ്ടുകൾ. അത് ആരൊക്കെ ഉണ്ടാവും മക്കളെ? അത് ആരൊക്കെ ഉണ്ടാവും ചോദിച്ചാൽ നമുക്ക് ആൽഡിഹൈഡുകൾ ഉണ്ടാകും. അപ്പോൾ അത് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആൽഡിഹൈഡുകളുണ്ട്, കീറ്റോൺസുകളുണ്ട്, കാർബോക്സിലിക് ആസിഡുകളുണ്ട്, അതിന് ഡെറിവേറ്റീവുകളുണ്ട്. ആരൊക്കെ ഉണ്ട് മക്കളെ? പറ ആരൊക്കെ ഉണ്ട്? അതായത് ആൽഡിഹൈഡുകളുണ്ട്, കീറ്റോൺസുകളുണ്ട്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, അതിന് ഡെറിവേറ്റീവുകളുണ്ട്. അപ്പോൾ ആരെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മക്കളെ കാർബോക്സിലിക് ആസിഡ് അറിയത്തില്ലേ? ആ കാർബോക്സിലിക് ആസിഡ് ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ വേറെ ആൾക്കാർ വന്നിരിക്കുകയാണെങ്കിൽ അത് ഡെറിവേറ്റീവ് എന്നാണ് വിളിക്കാം. അതായത് അമൈഡുകൾ, അതായത് ഡെറിവേറ്റീവ് ആരൊക്കെ ഉണ്ട് മക്കളെ? അമൈഡുകൾ ഉണ്ടാകും, അമൈഡ്സ്, അതേപോലെ അൺഹൈഡ്രേറ്റുകൾ, ആസിഡ് ക്ലോറൈഡുകൾ, അതേപോലെ
എസ്റ്ററുകൾ, ഇതൊക്കെ എന്താ മക്കൾ, ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ആസിഡ് ഡെറിവേറ്റീവുകളാണ്. അപ്പോൾ ഇവന്മാർക്കൊക്കെ എന്തുണ്ടാവും, ഈ കാർബണിൽ കോമ്പൗണ്ടായ CO ഗ്രൂപ്പ് ഉണ്ടാവും. ഒരാൾക്ക് എന്തുണ്ടാവും, കാർബണിൽ ഗ്രൂപ്പായുള്ള CO ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എന്താണ്, കാർബണിൽ കോമ്പൗണ്ട്സിലാണെന്നാണ് പറയാം. അപ്പോൾ എന്താണ് കാർബണിൽ കോമ്പൗണ്ട്സ് ആണ് ചോദിക്കുകയാണെങ്കിൽ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കാർബണിൽ കോമ്പൗണ്ട്സ്. അവരുടെ എക്സാമ്പിളാണ് ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിക് ആസിഡ് ആൻഡ് ഡെറിവേറ്റീവ്സ്. റെഡിയല്ലേ മക്കളെ, സെറ്റല്ലേ? ഇനി ഇതെങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കുട്ടികൾക്ക് അത് അറിയത്തുണ്ടാവില്ല എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ മക്കൾ, ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് RC ഡബിൾ ബോണ്ട് OH ആണത് ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ. RC ഡബിൾ ബോണ്ട് OH. ഈ R എന്ന് പറഞ്ഞാൽ എന്താ, അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? R എന്ന് പറയുമ്പോൾ മക്കളെ അതെന്താണത്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. എന്താണ്, കളർ മാറ്റം, ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഈ R എന്ന് പറയുന്ന ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. വിച്ച് മീൻസ് എന്താണ് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം CH3 അല്ലെങ്കിൽ CH3CH2 ഇങ്ങനെ പല രൂപത്തിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, CH4 എന്ന മീഥൈനാണ്. ഈ മീഥയിൽ നിന്നും ഒരു ഹൈഡ്രജനെ കളഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആൽക്കൈലായി, മിഥൈലായി. അപ്പോൾ മിഥൈൽ, ഇഥായിൽ, പ്രൊപ്പൈൽ, ഇതാണ് ആൽക്കൈൽ. അപ്പോൾ നമ്പർ എത്ര നമ്പർ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ആൽക്കൈൽ എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൽക്കൈൽ ആരൊക്കെ ആവാം, മിഥൈലാവാം, ഇഥൈലാവും, പ്രൊപ്പൈലാവും, ബ്യൂട്ടൈലാവും, ബെൻഡൈലാവും, അതൊക്കെ ആവാം. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ആൽക്കൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട് RCOH. അപ്പോൾ കാർബണിൻ്റെ വാലൻസ് 4 ആണല്ലോ, അതിൽ 2 വാലൻസ് ആര് ഫില്ല് ചെയ്തു, ഓക്സിജൻ ഫില്ല് ചെയ്തു, ഒരു വാലൻസ് ആൽക്കൈൽ ഗ്രൂപ്പ് ഫില്ല് ചെയ്തു, ഒരു വാലൻസ് ഹൈഡ്രജൻ ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണെന്ത് മക്കളെ, ആൽഡിഹൈഡ്. ആൽഡിഹൈഡ്, സെറ്റല്ലേ? സെറ്റാണ്. ഇനി ഇവരെ നമ്മൾ എങ്ങനെയാണ് പേരിടാം, നിങ്ങൾ വിട്ടിട്ടുണ്ടാവും UPSCയിൽ പെട്ടിട്ടുണ്ടാവില്ല. അതായത് പെൻറ്റനാൽ, ബ്യൂട്ടനാൽ, ഹെക്സനാൽ അല്ലേ. നമ്മൾ ആൽക്കെയിൻസിൽ എങ്ങനെ പറഞ്ഞത്, ഹെക്സൈൻ, പെൻറ്റെയിൻ, ബ്യൂട്ടെയിൻ അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞത്. എയിൻ ആണ് എൻഡ് ചെയ്യുക. അതേപോലെ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആൽ. എന്താ വിളിക്കാം, ആൽ എന്നാണ് എൻഡ് ചെയ്യിപ്പിക്കുക, ആൽ. ഓക്കെ അല്ലേ? ഇപ്പോൾ നെയിമിങ്ങിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും, നെയിമിങ് ഇങ്ങനെ ആഡ് ചെയ്യണം. അപ്പോൾ 5 ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ്, 5 കാർബൺ ചെയിനുള്ള ആൽഡിഹൈഡ് ആണെങ്കിൽ അത് വിളിക്കുന്ന പേരെന്തായിരിക്കും, പെൻറ്റനാൽ. എന്താ വിളിക്കുക, പെൻറ്റനാൽ. അപ്പോൾ പെൻറ്റനാൽ എന്നാണ് നമ്മൾ എന്തിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. റെഡി അല്ലേ മക്കളെ? യെസ്. അതേപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, കീറ്റോണിനെ പറ്റിയിട്ട്. ഇപ്പോൾ കീറ്റോൺ എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ എല്ലാവരും ഓർക്കണം, കീറ്റോൺ എന്ന് പറയുമ്പോൾ അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം. RC ഡബിൾ ബോണ്ട് OR'. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് R ഉം R' കൊടുത്തതെന്നുള്ളത്. മക്കളെ ഒന്നുമില്ലടാ, ഈ രണ്ട് സെയിം ആയിട്ടുള്ള ആളെ വേണം എനിക്ക് ഇവിടെ ഇങ്ങനെയും കൊടുക്കും. ഇതും കീറ്റോൺ തന്നെയാണ്, RCOR, ഇതും കീറ്റോൺ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് R' കൊടുത്തത്, അത് സെയിം ആവാം ഡിഫറെൻ്റ് ആവാം. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സെയിം ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ CH3, C ഡബിൾ ബോണ്ട് OCH3. ഇത് രണ്ടും സെയിമാണ്. ഈ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണ്, ഈ R എന്ന് പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പ് ആണല്ലോ. ഈ രണ്ടും ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. ഈ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, RC ഡബിൾ ബോണ്ട് OR എന്ന് എഴുതാം. ഇത് എപ്പോഴും സെയിം ആയിക്കൊണ്ട് നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, RCOR' എന്ന് കൊടുത്തു. ഫോർ എക്സാമ്പിൾ CH3CO C2H5 ഇതെന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്. വേറെ ഒരു പ്രത്യേകതകളൊന്നും അതിൻ്റെ അകത്തില്ല. അപ്പോൾ ഇതാണ് എന്ത്, കീറ്റോൺ എന്ന് പറയുന്നത്. ഈ കീറ്റോൺ നമ്മളെങ്ങനെ നെയിമെൻറ്റ് ചെയ്യുക, ഓൺ എന്ന് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓൺ, അതായത് പെൻറ്റനോൺ, ഹെക്സനോൺ, പ്രൊപ്പനോൺ, ഓക്കെ, ബ്യൂട്ടനോൺ, ഇങ്ങനെ ഓൺ എന്നുള്ള രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക, നെയിമിംഗ് എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതേപോലെ തന്നെ മക്കളെ നമുക്ക് അടുത്തൊന്നാണ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡും അതിൻ്റെ ഡെറിവേറ്റീവുകളും. കാർബോക്സിലിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സ്, ഇതാണ് അടുത്തെന്ത്, കാർബണിൽ കോമ്പൗണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് മനസ്സിലാക്കുന്ന കാര്യം കാർബോക്സിലിക് ആസിഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ മക്കളെ, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ എഴുതാറുള്ളത് RC ഡബിൾ ബോണ്ട് OH. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഈ പറഞ്ഞ കാർബണിൻ്റെ വാലൻസി നിങ്ങൾ ഓക്സിജനായിട്ട് ഫില്ല് ചെയ്തു, ഷെയർ ചെയ്തു, അതേപോലെ ഓക്സിജനായിട്ട് ഫില്ല് ചെയ്തു, പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തു, പിന്നെ ഹൈഡ്രജൻ ആണെങ്കിൽ ആൽഡിഹൈഡ് ആണ്, അത് വീണ്ടും ആൽക്കൈൽ ഗ്രൂപ്പിനാണെങ്കിൽ അത് കീറ്റോൺ ആണ്. ഇനി അടുത്ത വാലൻസി, അതേപോലെ തന്നെ 4ാമത്തെ വാലൻസി ഇത് OH ഗ്രൂപ്പാണ് ഫില്ല് ചെയ്തെങ്കിൽ, ആരാണ് മക്കളെ, OH ഗ്രൂപ്പാണ് അത് ഫില്ല് ചെയ്തെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, കാർബോക്സിലിക് ആസിഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കാർബണൽ ഗ്രൂപ്പ് മീൻസ് ഈ പറഞ്ഞ കാർബൺ ആറ്റം പിന്നെ ഓക്സിജനുമായിട്ട് രണ്ടെണ്ണം ഫില്ല് ചെയ്തു, പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് ഫില്ല് ചെയ്തു, പിന്നെ അത് OH-മായിട്ടാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ, കംപ്ലീറ്റ് ചെയ്യുന്നത്, ബാലൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായി മാറും മക്കളെ, അത് കാർബോക്സിലിക് ആസിഡായി മാറും. ഇവിടെ നോക്കിയേ, ഇത് ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് ഫില്ല് ചെയ്തെങ്കിൽ അതെന്തായി മാറും, കീറ്റോണായി മാറി. ഇനി അതെന്താവാണ്, അത് നേരത്തെ പറഞ്ഞതുപോലെ ആൽഡിഹൈഡിലാണെങ്കിൽ എന്താണ് മക്കളെ, അത് ഹൈഡ്രജൻ ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നുണ്ടാവുക, ഹൈഡ്രജനാണ് ഫില്ല് ചെയ്യുന്നുണ്ടാവുക. സോ അതെന്താവും, ആൽഡിഹൈഡ് ആവും. അപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ആൽഡിഹൈഡ്, ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പുകളാണെങ്കിൽ എന്താണത്, കീറ്റോൺ. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് OH ആണെങ്കിൽ അതെന്താണ്, കാർബോക്സിലിക് ആസിഡ് ആണ്. ഇനി മക്കളെ നിങ്ങൾ നോക്കിക്കേ, എല്ലാവരും നോക്കണം മക്കളെ, എല്ലാവരും നോക്കണേ. ഇനി ആസിഡ് ക്ലോറൈഡ് കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. എന്താണ് കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ ഓർത്തിരിക്കണം, ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാകും, ആരൊക്കെ ഉണ്ടാവും, ആസിഡ് ക്ലോറൈഡുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ അൺഹൈഡ്രേറ്റുകൾ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എസ്റ്റേഴ്സുകൾ ഉണ്ടാകും, അമൈഡുകൾ ഉണ്ടാകും, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്താണ്, ഡെറിവേറ്റീവുകളാണ്. എന്താണ്, ഡെറിവേറ്റീവുകളാണ്. മനസ്സിലായോ?
ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താണ് കാർബണൈൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി മക്കളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിലേക്ക് പോവാം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ആൽക്കെയിൻസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഓക്കെ ഫൈൻ, ഇതാ ആൽക്കെയിൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഹൈഡ്രോ കാർബൺ എടുത്ത സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹൈഡ്രോ കാർബൺസിൽ ഇപ്പം CH3 ഓക്കെ, ഇതിപ്പോൾ എന്താണ്? ഈഥൈൻ ആണ്. ഈഥൈൻ ഇതിൻ്റെ അകത്തുള്ള കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ. അതേപോലെ തന്നെ CH2 ഡബിൾ ബോണ്ട് CH2 ഇതെന്താ? ആൽക്കീന. അതേപോലെ CH ട്രിപ്പിൾ ബോണ്ട് CH ഇതെന്താണ്? ഇത് ആൽക്കൈന. ഇതെന്താണ്? ആൽക്കൈന. അപ്പം ഇവിടെ കാർബണിൻ്റെ ബാലൻസ് ഒന്നാമത്തെ കാർബൺ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്, രണ്ടാമത്തെ sp2 ആണ്, മൂന്നാമത്തെ എന്താണ്? sp ആണ്. എന്താണ്? sp ആണ്. അപ്പം ഒരു എന്തിനാണ് ഇത് പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, പറയുന്ന റീസൺ എന്താണെന്ന് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇതൊരു ബേസിക്കുള്ള കാര്യമാണ്. ഈ sp3 എന്ന് പറയുമ്പോൾ sp3 എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? sp3 എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എസ്സും അതേപോലെ 3 പിയും കൂടിയിട്ടാണ് sp3 ഉണ്ടായത് അല്ലേ? ഒരു എസ്സും 3 പിയും, അതായത് 100% എടുക്കുകയാണ് 25% ആണ് എന്തുണ്ടാവുക? എസ് ഉണ്ടാവുക. 4 ആൾക്കാർ കൂടിയിട്ടല്ലേടാ, അത് മൊത്തം 4 ആൾക്കാരല്ലേ? ഇത് മൊത്തം 4 ആൾക്കാരാണ്. സോ അതിനർത്ഥം 25% ആണ് എസ് ക്യാരക്ടർ ഉണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ ഇതെന്താണ്? ആൽക്കെയിൻസ് ആണ്. ആൽക്കെയിൻസിൻ്റെ കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി ആൽക്കീൻസ് ആണെങ്കിൽ മക്കളെ, എന്താ സംഭവം? മൊത്തം എത്ര പേരുണ്ട്? sp2 അല്ലേ? അപ്പോൾ sp2 ആണ്. അതിൻ്റെ അർത്ഥം ഒരു എസ്സും 2 പിയുമാണ്. അതായത് എത്ര ആൾക്കാരുണ്ട്? മൊത്തം 3 ആൾക്കാരുണ്ട്. അപ്പം 3ൽ 1 ആണെന്ത്? എസ് എന്ന് പറഞ്ഞത്. അതായത് അതിനർത്ഥം 33.3% ആണ് എന്തുണ്ടാവുക? എസ് ക്യാരക്ടർ ഉണ്ടാവുക. റെഡി. അതേപോലെ തന്നെ sp ആണെങ്കിൽ അത് ആൽക്കൈൻ ആണ്. ആൽക്കൈൻസിലാണെങ്കിൽ എന്താണ്? sp ഹൈബ്രിഡൈസേഷൻ ആണ്. അതിൻ്റെ അർത്ഥം sp എന്ന് പറയുമ്പോൾ ഒരു എസ്സും 1 പിയുമാണ്. അങ്ങനെ പറയുമ്പോൾ എസ് ക്യാരക്ടർ എത്ര മക്കളെ? 50% എന്താണ്? എസ് ക്യാരക്ടർ ആണ്. ഓക്കെ, ഞാൻ എന്തിനാ ഇപ്പോൾ ഇത് പറയാനുള്ള റീസൺ, എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്? അത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ മക്കൾ ഇത്രയേ ഉള്ളൂ. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കോൺസെപ്റ്റാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതായത് എസ് ക്യാരക്ടർ കൂടുമ്പോൾ ഇത് വെച്ചോളൂ എസ് ക്യാരക്ടർ കൂടുമ്പോൾ എന്ത് സംഭവിക്കാം? അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടുമ്പോൾ എന്തെയും? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, അസിഡിറ്റി കൂടും എന്ന് പറയാം. അതേക്കുറിച്ച് നന്നാവുക. നമുക്ക് തിരിച്ച് ചെയ്താം. എസ് ക്യാരക്ടർ കൂടുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, അസിഡിറ്റി കൂടും. ഇങ്ങനെ എത്തിക്കും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതൊരു ബോക്സിലാക്കി വെച്ചേക്ക്. കാരണം നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ഇതിൽ ആരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ലെങ്കിൽ മോർ അസിഡിക് ക്യാരക്ടർ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ ഇതിൽ ഏതാണ് മോർ അസിഡിക്? ആൽക്കൈന. ഏതാ മോർ ഇലക്ട്രോനെഗറ്റീവ്? ആൽക്കൈന. ഇതിൻ്റെ റീസൺ എന്താ? എസ് ക്യാരക്ടർ കൂടുമ്പോൾ എന്താണ്? എസ് ക്യാരക്ടർ കൂടുമ്പോൾ ഇൻക്രീസസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, അസിഡിറ്റി ഇൻക്രീസസ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് മക്കളെ? പെട്ടെന്ന് H+ വിട്ടു കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കേ, ലെറ്റ്സ് സേ CH3 ഫോർ എക്സാമ്പിൾ വേണ്ട, ഒരു എക്സാമ്പിൾ തരാം. C ട്രിപ്പിൾ ബോണ്ട് CH ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് sp ആയിട്ടുള്ള കാർബൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹൈഡ്രജനെ വിട്ടുകൊടുത്ത് H+ ആയിട്ട് വിട്ടുകൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? കമ്പയർ ടു ആൽക്കീൻ ആൻഡ് ആൽക്കൈനിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജനെ വിട്ടുകൊടുക്കാൻ പറ്റും. ഇതാണ് കോൺസെപ്റ്റ്. റെഡി അല്ലേ? ഞാനിപ്പോൾ എന്തിനാണ് അവിടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ ഇതാണ്. അതായത് നമ്മളിപ്പം ഒരു ആൽക്കഹോളിനെയും അതേപോലെ തന്നെ ഫീനോളിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫീനോളിനെയും ഒക്കെ നമ്മൾ ആൽക്കഹോളിനെയും ഫീനോളിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഇതേപോലെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ അസിഡിറ്റും അസിഡിറ്റി ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഏതാണ് മോർ അസിഡിക് എന്നൊക്കെ നമ്മൾ ചോദിച്ചതാണ്. കാർബോക്സിലിക് ആസിഡാണ് ഏറ്റവും അസിഡിക് ക്യാരക്ടറിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇത് അസിഡിറ്റിൻ്റെ ഓർഡർ കമ്പയർ ചെയ്യാൻ എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടിയാണ് അതൊക്കെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ ആൽക്കൈനും ആൽക്കഹോളും ഫീനോളും ഉണ്ടെങ്കിൽ ആരാ മോർ അസിഡിക്? ഫീനോളാണ് അസിഡിക്, പിന്നെ ആൽക്കഹോൾ, പിന്നാണ് ആൽക്കൈനും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു എക്സ്ട്രാ ഒരു കോൺസെപ്റ്റും പറയാനുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യൂ. അപ്പം ആൽക്കഹോൾ ഫീനോൾ നമ്മൾ കമ്പയർ ചെയ്യും. ആരാണ് മോർ അസിഡിക്? ഫീനോളാണ്. എന്താ റീസൺ? ബിക്കോസ് നമ്മൾ പറഞ്ഞിരുന്നു H+ വിട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന സ്ട്രക്ചർ മോർ സ്റ്റേബിൾ ആണെങ്കിൽ, H+ വിട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന സ്ട്രക്ചർ മോർ സ്റ്റേബിൾ ആണെങ്കിൽ ഇതുപോലെ H+ വിട്ട് കൊടുത്തു. അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചർ മോർ സ്റ്റേബിൾ ആണെങ്കിൽ മോർ അസിഡിക് ആണ്. അത് ഭയങ്കര അസിഡിക് ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ആൽക്കഹോൾ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ആൽക്കഹോൾ ആണെങ്കിൽ ഞാൻ H+ വിട്ട് കൊടുത്താൽ മക്കൾ എന്ത് സംഭവിക്കുക? H+ വിട്ട് കൊടുത്താൽ എന്താ ഉണ്ടാവുക?
ആൽക്കോക്സൈഡ് അയോൺ ഉണ്ടാവും, ആൽക്കോക്സൈഡ് അയോൺ അല്ലേ. അതുപോലെ ഫീനോൾ ആണെങ്കിലോ ഫീനോൾ ആണെങ്കിൽ H+ വിട്ടുകൊടുത്ത് എന്തുണ്ടാവാം, ഫീനോക്സൈഡ് ഉണ്ടാവുക, ഫീനോക്സൈഡ് അയോൺ അല്ലേ. ഈ ഫീനോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഫീനോക്സൈഡ് അയോൺ എന്ന് പറയുന്നത്, ഫീനോക്സൈഡ് അയോൺ. ഓക്കെ, ഈ ഫീനോക്സൈഡ് അയോണാണോ ആൽക്കോക്സൈഡ് അയോണാണോ മോർ സ്റ്റേബിൾ? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ H+ വിട്ടുകൊടുത്തുണ്ടാകുന്ന സ്ട്രക്ചർ മോർ സ്റ്റേബിൾ ആണെങ്കിൽ ഇത് മോർ അസിഡിക് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ ഇതിൽ ഏതാണ് മോർ സ്റ്റേബിൾ, ആൽക്കോക്സൈഡ് അയോണാണോ ഫീനോക്സൈഡ് അയോണാണോ? ഫീനോക്സൈഡ് അയോൺ അല്ലേടാ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ഫീനോക്സൈഡ് അയോൺ എന്തുണ്ട്, റെസൊണൻസ് ഉണ്ട്. അതായത് ഇവിടെ നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നത് ഓക്സിജന്റെ മുകളിലല്ലേ, മണ്ടയിലാണ്, ഓക്സിജന്റെ മണ്ടയിലാണ് നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നത്. സോ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഫീനോക്സൈഡ് അയോൺ ഈസ് മോർ സ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫീനോക്സൈഡ് മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് എന്താണ്, ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. ഇതാണ് അസിഡിൻ്റെ ഓർഡർ, അസിഡിറ്റി. വളരെ പഠിച്ച കാര്യങ്ങളാണ് ഇത്. ഇതുവരെ ഓക്കെ ആണല്ലോ, എല്ലാം ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതൊക്കെ നമുക്കറിയാം. H+ വിട്ടുകൊടുക്കുന്ന സ്ട്രക്ചർ മോർ സ്റ്റേബിൾ ആണെങ്കിൽ മോർ അസിഡിക് ആണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പോവാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്, ഓർഗാനിക് കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും അറിയാം, എന്നെ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, ഓർഗാനിക് കോമ്പൗണ്ടിൽ ഏറ്റവും അസിഡിക് ആയുള്ള ആൾ, മോർ അസിഡിക് ആരാന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒറ്റ സ്വരത്ത് പറയും എന്ത് കാർബോക്സിലിക് ആസിഡ് ആണ്. എൻ്റെ പേരിൽ തന്നെ ഉണ്ട് ആസിഡ് എന്നുള്ളത്, കാർബോക്സിലിക് ആസിഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓർഗാനിക് കോമ്പൗണ്ടിലെ ഏറ്റവും പിന്നെ അസിഡിറ്റി ഉള്ള അല്ലെങ്കിൽ മോർ അസിഡിക് ആയുള്ള ആൾ കാർബോക്സിലിക് ആസിഡ് തന്നെയാണ്, നോ ഡൗട്ട്സ്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഫീനോൾ ആണോ അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണോ മോർ അസിഡിക്? ഇപ്പം ഞാൻ പറഞ്ഞു കാർബോക്സിലിക് ആസിഡ് മോർ അസിഡിക്. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്കൊരു കൺഫ്യൂഷൻ കൊണ്ട് ചോദിക്കുകയാണ്, ഫീനോൾ ആണ് കാർബോക്സിലിക് ആസിഡ് മോർ സ്റ്റേബിൾ? അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാൻ ഡൗട്ട് വരാനുള്ള കാരണം, എനിക്ക് ഡൗട്ട് വന്നു. എൻ്റെ ഡൗട്ടാണത്, എനിക്ക് ഡൗട്ട് വന്നു. എന്തുകൊണ്ടാണ് ഡൗട്ട് വരാനുള്ള റീസൺ, വൈ ഡൗട്ട്? ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. ഒന്ന് ചിന്തിച്ച് നോക്കൂ. കാരണം ഫീനോൾ ഞാൻ പറഞ്ഞു, ഫീനോക്സൈഡ് ഭയങ്കര സ്റ്റേബിൾ ആണ്, ഭയങ്കര മോർ സ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞല്ലേ. അതായത് എന്തുകൊണ്ട് ഫീനോക്സൈഡ് മോർ സ്റ്റേബിൾ ആണുള്ള റീസൺ ഇതാണ്, ഫീനോക്സൈഡ് അയോൺ ഇവിടെ റെസൊണൻസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നത് മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിലാണെങ്കിൽ ഉറപ്പാണ് അത് സ്റ്റേബിൾ ആണ്. പിന്നെ അതിൻ്റെ പുറമെ ഇവിടെ എന്തുണ്ട്, റെസൊണൻസും കൂടി ഉണ്ട്. റെസൊണൻസ് കൂടി ഉണ്ടാകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും അല്ലേ, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. അപ്പം എന്ത് ചെയ്യും, ഇവിടെയൊക്കെ നെഗറ്റീവ്, ഓർത്തോയിലും പാരലൊക്കെ നെഗറ്റീവ് ചാർജ് വരും. അപ്പം സ്വാഭാവികമായിട്ടും ഇതെന്താണ്, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്, അപ്പോൾ ഭയങ്കര സ്റ്റേബിൾ ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ, അത് ഭയങ്കര എന്താവണം, ആസിഡ് ആവണ്ടേ. പക്ഷേ കാർബോക്സിലിക് ആസിഡ് അങ്ങനെ സംഭവം ഉണ്ട്, ഈ പറയുന്ന റിങ്ങും കാര്യമൊക്കെ ഉണ്ട്. കാർബോക്സിലിക് ആസിഡ് എന്താ മക്കളെ സാധനം, കാർബോക്സിലിക് ആസിഡ് നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യുക RCOH, ഇതാണ് കാർബോക്സിലിക് ആസിഡ്. ഇതിന് ഹൈഡ്രജൻ കളഞ്ഞാൽ എന്താണ്ടാവാം, ഇവിടെ ഹൈഡ്രജൻ കളഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്തുണ്ടാകും, RCO- ആവും അല്ലേ. ഈ RCO- റിങ്ങും കാര്യങ്ങളും ഉണ്ടോ, റെസൊണൻസ് ഉണ്ടോ, അല്ലെങ്കിൽ റിംഗ് ഉണ്ടോ? റിംഗൊന്നും ഇല്ലല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫീനോക്സൈഡ് അയോണിനെക്കാട്ടും മോർ സ്റ്റേബിൾ ഈ പറഞ്ഞ കാർബോക്സിലിക് ആസിഡ് അയോണാണെന്ന് പറയാൻ റീസൺ? എന്നാലല്ലേ കാർബോക്സിലിക് ആസിഡ് മോർ അസിഡിക് ആവുള്ളൂ. ലിറ്ററലി എന്താ നിങ്ങൾക്ക് അറിയാം, കാർബോക്സിലിക് ആസിഡ് ആണ് മോർ അസിഡിക് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം? അതാണ് എൻ്റെ ചോദ്യം. അത് ന്യൂ കോൺസെപ്റ്റ് ആണ്, അത് ഞാൻ കൃത്യമായി നിങ്ങൾ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ന്യൂ കോൺസെപ്റ്റ് ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, ഒരു ന്യൂ കോൺസെപ്റ്റ് ആണത്. അപ്പോൾ എന്ത് ചെയ്യാം, അത് ന്യൂ കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഒരു ന്യൂ കോൺസെപ്റ്റ് ആണ്. അതായത് മക്കളെ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. അതായത് ഇതാണ് നിങ്ങളുടെ കാർബോക്സിലിക് ആസിഡിൻ്റെ അയോൺ എന്ന് പറയുന്നത്, RCOO-. റെഡി അല്ലേ? ഇതാണ് കാർബോക്സിലിക് ആസിഡിൻ്റെ അയോൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്, RCOO-. റെഡി അല്ലേ? ഇതാണ് സാധനം. RCOH എന്ന് വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ RCO- ആയി കിട്ടും. ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ റെസൊണൻസ് ഉണ്ടോ? റെസൊണൻസ് ഉണ്ട് ഇവിടെ. പക്ഷെ നേരത്തെ റിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം എന്താ, ഈ ചങ്ങായിക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് ചാടിക്കൂടെ, ചാടാൻ ഒരു കുഴപ്പമില്ല, ചാടാം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ ഇങ്ങോട്ട് ചാടും. അപ്പം എന്ത് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരത്തില്ലേ? അപ്പം എന്ത് ചെയ്യും, ഇങ്ങനെ നെഗറ്റീവ് ചാർജ്. ഇപ്പോൾ റെസൊണൻസ് ഉണ്ട്, പക്ഷെ എന്തല്ല, റിങ് പോലുള്ള സ്ട്രക്ചർ ഒന്നും ഇല്ല. അവിടെ റിങ് ഉണ്ട്, ഫിനോക്സൈഡ് റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ഇല്ല. ഇനി എന്താ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം റെസൊണൻസ് ഉണ്ടായതുകൊണ്ട് രണ്ട് സ്ട്രക്ചർ പോസിബിൾ ആണ്. അതായത് ഇങ്ങനെ റെസൊണൻസ് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും, ലെറ്റ്സ് സേ RC. ഇതാണ് അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മനസ്സ് ചെയ്ത് കാണിക്കാം, ഒഴിവാക്കാം. ഓക്കെ, ഇതാണ് റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഞാൻ ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഫീനോക്സൈഡ് ഇങ്ങനെ അല്ലായിരുന്നോ, ഫീനോക്സൈഡ് അയോൺ, ഇതല്ലേ ഫീനോക്സൈഡ് അയോൺ.
ഇത് റെസ്റ്റൻസ് കാണിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇയാൾ ഇങ്ങോട്ട് ചാടും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലെ റെസ്റ്റൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോഴൊക്കെ നിങ്ങൾ എല്ലാം വരയ്ക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം വെച്ചാൽ ഇവിടെയും ഓർത്തോയിലും പാരയിലും ഒക്കെ നിന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ചാർജ് വരും. റെഡി അല്ലേ? റെസ്റ്റൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളോട് പറയാണ്, ഈ പറഞ്ഞിരിക്കുന്ന കാർബോക്സിലസ് അയോൺ ആണ് മോർ സ്റ്റേബിൾ ദാൻ ഫിനോക്സൈഡ് അയോൺ. അതിന് റീസൺ ആണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇതാ, ഇത് കാണിക്കുന്നത് ഇക്വാലന്റ് റെസൊണൻസ് ആണ്. ഇക്വാലന്റ്, ഈ കാണിക്കുന്നതാണ് ഇക്വാലന്റ് റെസൊണൻസ് ആണ്. ഇതെന്തല്ല, ഇത് ഇക്വാലന്റ് അല്ല, നോൺ ഇക്വാലന്റ് റെസൊണൻസ് ആണ്. നോൺ ഇക്വാലന്റ്. അപ്പോൾ എന്താണ് ഇക്വാലൻസും നോൺ ഇക്വാലന്റ് റെസൊണൻസും? മക്കളെ, ഇക്വാലന്റ് റെസൊണൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ, അത് ഇക്വാലന്റ് റെസൊണൻസ് ആണ് മോർ സ്റ്റേബിൾ ദാൻ നോൺ ഇക്വാലന്റ് റെസൊണൻസ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ ആൽക്കോക്സിജൻ അയോണിൻ്റെ അകത്ത്, പറഞ്ഞിരിക്കുന്ന കാർബോക്സിലസ് അയോണിൻ്റെ അകത്ത് ഓക്സിജൻ്റെ തലൻ്റെ അകത്ത് മണ്ടൻ്റെ മുകളിൽ എന്തൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇതാ നെഗറ്റീവ് ചാർജ് ഉണ്ട്, നോക്കിക്കേ, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ അടുത്ത റെസൊണൻസ് സ്ട്രക്ചറിൽ എന്തുണ്ട്, അത് ഓക്സിജൻ മണ്ടേ തന്നെ നെഗറ്റീവ് ചാർജ്. അതിന് അർത്ഥം എന്താണെന്ന് അറിയാം? നമ്മൾ ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണല്ലോ. അക്കോർഡിംഗ് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പറയാറുണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഡിപ്പെൻഡ്. അതായത് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ് ഉള്ളതെങ്കിൽ അതെന്താണ്, മോർ സ്റ്റേബിൾ ആണ്. ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ ഓക്സിജന്റെ മുകളിൽ തന്നെയാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. അടുത്ത സ്ട്രക്ചറിലും മറ്റൊരു ഓക്സിജന്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ്. അതിനർത്ഥം ഇലക്ട്രോനെഗറ്റിവിറ്റി ഭയങ്കര ഹൈ ആയിട്ടുള്ള ഓക്സിജന്റെ മുകളിൽ തന്നെ നെഗറ്റീവ് ചാർജ് മാറുന്നില്ല. അപ്പോൾ ഒരേ എലമെന്റിന്റെ മുകളിൽ തന്നെയാണ് നെഗറ്റീവ് ചാർജ് ഉള്ളതെങ്കിൽ എന്താണ്, അത് ഇക്വാലന്റ് റെസൊണൻസ് ആണ്. പക്ഷെ നമ്മളിവിടെ നോക്കിക്കേ, ഇവിടെ ഓക്സിജൻ മണ്ടയിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റെസൊണൻസ് പിന്നെ അതായത് ഇലക്ട്രോൺ ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തത് എവിടെ ഉണ്ടാവുന്നത്, കാർബണിന്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. കാർബണിന്റെ മുകളിലാണ്. അപ്പോൾ കാർബണിന്റെ മുകളിലാകുമ്പോൾ എന്താ, ഈ പറഞ്ഞ ഓക്സിജനെക്കാട്ടും നെഗറ്റിവിറ്റി കുറഞ്ഞ ആളാണ് കാർബൺ. അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആളാണ് എന്തെങ്കിലും നെഗറ്റീവ് ചാർജ് പിന്നെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യം കാണുന്ന ഇക്വൽ റെസൊണൻസ് ഇവിടെ കാണുന്നില്ല, രണ്ട് ഡിഫറൻറ്റ് എലമെന്റ് ആയതുകൊണ്ട് നോൺ ഇക്വൽ റെസൊണൻസ് എന്ന് പറയാം. അപ്പോൾ ഇക്വൽ റെസൊണൻസ് ഇസ് മോർ സ്റ്റേബിൾ നോൺ ഇക്വൽ റെസൊണൻസ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന സ്ട്രക്ചർ ആണെന്ത്, ഈ കാണുന്ന സ്ട്രക്ചറിനെക്കാട്ടിലും സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ മക്കളെ, ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കോക്സൈഡ് ആണ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആസിഡ്, കാർബോക്സിലിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ ഫിനോൾ. അസിഡിറ്റി ഓർഡർ. അതിന് കോൺസെപ്റ്റ് മനസ്സിലായ മക്കളെ? കോൺസെപ്റ്റ് മനസ്സിലായെന്ന് നിങ്ങൾക്ക്? അപ്പോൾ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് രണ്ടും മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് തന്നെ, ഈ രണ്ട് കാണുന്ന സ്ട്രക്ചേഴ്സും സ്ട്രക്ചേഴ്സും മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് തന്നെ ആയതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് ചാർജ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന ആൾ മോർ അസിഡിക് ആവുന്ന റീസൺ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടിരിക്കുക, നല്ലൊരു കോൺസെപ്റ്റ് ആണത്, മനസ്സിലാക്കി വെക്കാം. റെഡിയല്ലേ? സെറ്റ് അല്ലേടാ? യെസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കോൺസെപ്റ്റ് കിടക്കാം. ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ട് സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് ആസിഡ് അൺഹൈഡ്രേറ്റ് എന്നുള്ളതാണ്. പല കുട്ടികൾക്ക് അറിയില്ല എന്താണ് ആസിഡ്. ഈ പേരുകൾ, ഈ ഓർഗാനിക് ബുദ്ധിമുട്ടാണ് റീസൺ എന്ന് വെച്ചാൽ എന്താണ് ആസിഡ് ക്ലോറൈഡ്, എന്താണ് ആസിഡ് അൺഹൈഡ്രേറ്റ്, ഒന്നും അറിയില്ല. എക്സാമിൽ ഇപ്പോൾ ആസിഡ് അൺഹൈഡ്രേറ്റ് റിയാക്ട് വിത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ആസിഡ് അൺഹൈഡ്രേറ്റ് എന്ന് അറിയണ്ടേ, ഇത് എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയണ്ടേ. അപ്പോൾ ബേസിക് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലേ ഓരോ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആസിഡ് അൺഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. രണ്ട് ആസിഡുകൾ എടുക്കാം, ആ രണ്ട് ആസിഡ് കൂടി കൂട്ടിച്ചേർക്കുക, എന്നിട്ട് വെള്ളത്തിനെ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പം കിട്ടുന്നതാണ് ആസിഡ് അൺഹൈഡ്രേറ്റ്. മക്കൾ എത്രയേ ഉള്ളൂ കാര്യം. അൺഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നിന്ന് വെള്ളത്തിന് റിമൂവ് ചെയ്യുന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് വെള്ളം എന്നാണ്. അൺഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ വെള്ളം റിമൂവ് ചെയ്തു. അപ്പോൾ ആസിഡ് എന്ന് വെള്ളത്തിൽ റിമൂവ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് ആസിഡ് എടുക്കുന്നു, രണ്ട് ആസിഡ് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സേ RCO ഡബിൾ ബോണ്ട് OH, ഇതൊരു ആസിഡാണ്. മറ്റൊരു ആസിഡ് എടുക്കുന്നു, മനസ്സിലാൻ വേണ്ടി R' ഡബിൾ ബോണ്ട് OH. സിമ്പിൾ. ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ നിന്ന് വെള്ളത്തിന് റിമൂവ് ചെയ്യാൻ പോവാണ്. എവിടെ നിന്നൊക്കെയാണ് വെള്ളത്തിന് റിമൂവ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ വെള്ളത്തിന് റിമൂവ് ചെയ്യുന്നു, ഈ പറഞ്ഞ OH മെച്ചും കൂടി റിമൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്തുണ്ടാവും മക്കളെ, അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, എന്താ കിട്ടുക, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെള്ളം പോയിക്കോളും. സോ -H2O. ബാക്കി വരുന്ന ആൾക്കാരങ്ങ് എഴുതിയാൽ മതി. ബാക്കി വരുന്ന ആളാരാണ്, RC ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് R'. ഈ കാണുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്ത്, അൺഹൈഡ്രേറ്റ്. എന്താ വിളിക്കുക, അൺഹൈഡ്രേറ്റ്. ആസിഡ് അൺഹൈഡ്രേറ്റ് എന്ന് പറയും, ആസിഡ് അൺഹൈഡ്രേറ്റ്. റെഡി അല്ലേടാ? ഈ ചെങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഷോർട്ടൊക്കെ ചെയ്ത് ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാറുണ്ട്. അതായത് ഇത് രണ്ടും സെയിം ആണെങ്കിൽ, ഈ ആറും ഈ ആറും സെയിം ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും RCO twice O. എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതിക്കൂടാ, എഴുതാൻ പറ്റും. അപ്പം ഇതൊക്കെ എന്താണ് ആസിഡ് അൺഹൈഡ്രേറ്റുകളാണെന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വെള്ളം പോയാൽ എന്താണ്, വെള്ളം പോയി ആസിഡിൽ നിന്ന് വെള്ളം പോയാൽ ഉണ്ടാവണത് അൺഹൈഡ്രേറ്റ് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അൺഹൈഡ്രേറ്റിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ കിട്ടുക, അൺഹൈഡ്രേറ്റ് വെള്ളം ഒഴിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും രണ്ട് ആസിഡ് കിട്ടും. തിരിച്ചാലോചിച്ചാൽ മതി, സിമ്പിൾ. ഇനി നിങ്ങൾ എന്താണ് എസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കണം, ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്താണ് എസ്റ്ററിനെ പറ്റി പറയാം. എസ്റ്റർ എന്താണ് ഈ എസ്റ്റർ എന്ന് പറഞ്ഞാൽ,
എന്താ എസ്റ്റർ എന്ന് പറഞ്ഞാൽ? എസ്റ്റർ എന്താണ്? എസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, RC ഡബിൾ ബോണ്ട് OH ആണ് എന്ത് ആസിഡ് എന്ന് പറഞ്ഞാൽ. OH ആണ് ആസിഡ്. അപ്പോൾ ഈ OHനെ മാറ്റിയിട്ട് ഓയിലെ OH ഇതാണ് ആസിഡ്. ഞാൻ ഈ Hനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പോകണം മക്കളെ? Hനെ മാറ്റിയിട്ട് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഈ Hനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്? മറ്റൊരു ആൽക്കലി ഗ്രൂപ്പിനെ കൊണ്ടുവെക്കുകയാണ്. മറ്റൊരു ആൽക്കലി ഗ്രൂപ്പിന്. അത് സെയിം ആവാൻ ഡിഫറൻ്റ് ആവാം. ഞാൻ എന്ത് ചെയ്യുന്നു? തൽക്കാലം R' എന്ന് കൊടുക്കുന്നു. അപ്പോൾ RCOR' ആണെന്ത് എസ്റ്റർ എന്ന് പറഞ്ഞാൽ. RCOR' ആണെന്ത് എസ്റ്റർ എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേടാ? അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. RC ഡബിൾ ബോണ്ട് OH ആണത് ആസിഡ് എന്ന് പറഞ്ഞാൽ സംശയമൊന്നുമില്ലല്ലോ. ഞാൻ ഈ OH അങ്ങ് മാറ്റിയിട്ട് മക്കളെ, NH2 ഗ്രൂപ്പിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് വാലൻസി ആരെയും മാറാണ്. ആ വാലൻസി ഒരു NH2 ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ, ആ വാലൻസി കംപ്ലീറ്റ് ചെയ്യുന്ന NH2 ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ, അമൈഡുകൾ. എന്താ വിളിക്കുക? അമൈഡുകൾ. അപ്പോൾ ഇതാണ് എസ്റ്റർ എന്ന് പറയുന്നത്, ഇതാണ് എന്ത് അമൈഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ആസിഡ് അൺഹൈഡ്രേറ്റ്, എന്താണ് അമൈഡ്, എന്താണ് ക്ലോറൈഡ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. ഇനി RCOCl ആണെങ്കിലും മക്കളെ അത് ആസിഡ് ക്ലോറൈഡാണ്. അതായത് ലെറ്റ്സ് സേ ഞാൻ പറയാം, ലെറ്റ്സ് സേ ഇതാണെന്ത് ഇവിടെ കാണിക്കാം. RC ഡബിൾ ബോണ്ട് OHന് പകരം Cl ആണെങ്കിൽ എന്താണ് ആസിഡ് ക്ലോറൈഡ് ആണ്. ജസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സും കാര്യമൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. മനസ്സിലാക്കി വെക്കുക. ഓരോ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് വരുന്നതൊക്കെ ഉള്ളത്. ഇനി നിങ്ങൾ NCERT അകത്ത് കൊടുത്തിരിക്കുന്ന 1-2 സ്ട്രക്ചേഴ്സ് കൂടി എഴുതി കാണിക്കാം. എന്നിട്ട് നമുക്ക് NCERT നിന്ന് ഹൈലൈറ്റ് ചെയ്തുകൂടി പോകണം. നിങ്ങൾ മനസ്സിലേക്ക് നോർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. അത് ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചില്ലെങ്കിലും മേ ബി ആ സ്ട്രക്ചർ എവിടെയെങ്കിലും ഓപ്ഷൻസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിച്ചു വെക്കണം. സോ അത് വരച്ച് പഠിക്കുന്ന ആവശ്യമൊന്നുമില്ല. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സെക്ഷൻസ് ഒന്നുമല്ല ഇനി കാണിക്കാൻ പോകുന്നത്. ബട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ പഠിക്കാൻ തന്നെ വേണം. അതിൽ NCERT കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇയാളെ പറ്റിയാണ്, ഒരു സ്ട്രക്ചർ ഇയാളെ പറ്റിയാണ്. ഇതെന്താ മക്കളുടെ സാധനം? വാട്ട് ഈസ് ദിസ്? ഓൾറെഡി നമ്മൾ ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് പഠിച്ച കാര്യമാണ്. റൈമർ ടൈമർ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റാണ് ഇയാൾ, അല്ലേ? അയാളുടെ പേരെന്താ? അയാളുടെ പേരാണ് സാലിസാൽഡിഹൈഡ്, അല്ലേ? സാലിസിലാൽഡിഹൈഡ് എന്നാണ് വിളിക്കുക. സാലിസിലാൽഡിഹൈഡ്. റെഡി അല്ലേടാ? റെഡി അല്ലേ? ഒരു സംശയമില്ലല്ലോ. ഇനി ഇയാളുടെ പേരെന്താ മക്കളെ? മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പറഞ്ഞാൽ CHO അല്ലേ? അപ്പം ഇതാണെന്ത്? ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, എന്നുവെച്ചാൽ ബെൻസാൽഡിഹൈഡ് ആണ്. അപ്പം ഇത് എവിടെ? ഓർത്തോ പൊസിഷൻ എന്തുണ്ട്? ഹൈഡ്രോക്സി ഉണ്ട്. ഓക്കെ, ഇത് ഓർത്തോ പൊസിഷൻ എന്തുണ്ട്? ഹൈഡ്രോക്സി ഉണ്ട്. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അങ്ങനെ പറയാം. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് എന്താണ്? അത് സാലിസാൽഡിഹൈഡ് തന്നെയാണ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് എന്താണ്? സാലിസാൽഡിഹൈഡ് ആണ്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, അഡീഷണൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാൻ വേണം ഈ സ്ട്രക്ചർ. പക്ഷേ ഇനിയുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ബിക്കോസ് NCERT ഇത് കൊടുത്തത് കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അടുത്തൊരു സ്ട്രക്ചറാണ് എന്ത്? വാനിലിൻ എന്ന് പറയുന്നത്. അത് NCERT ജസ്റ്റ് കൊടുത്തതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഓപ്ഷനിലൂടെ കണ്ടു കഴിഞ്ഞാൽ അത് വാനിലിനാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അത് വാനിലിൻ്റെ സ്ട്രക്ചറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. സോ വാനിലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ NCERT കൊടുത്ത ഈ സ്ട്രക്ചർ ഇതാണ്. ആൽഡിഹൈഡ് ആണ്. ഇപ്പോൾ ഇത് ബെൻസാൽഡിഹൈഡ് ആണ്. അതിൻ്റെ ഒരു മെറ്റാ പൊസിഷനിൽ CH3 ഗ്രൂപ്പ് വരുന്നു, അതിൻ്റെ പാരാ പൊസിഷനിൽ OH ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണത്? അത് വാനിലിൻ ആണ്. പക്ഷെ അറിഞ്ഞിരുന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. NCERT കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചൊരു ചാൻസ് ഉള്ള, അല്ലെങ്കിൽ മേ ബി വാനിലിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ് സിന്നമാൽഡിഹൈഡ്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതും അത്ര വലിയ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചോദിക്കാനും സാധ്യത ഒന്നുമില്ല. നീറ്റ് എക്സാമിന് എന്താണ് സിന്നമാൽഡിഹൈഡ് എന്നുള്ള സ്ട്രക്ചർ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ബട്ട് അറിഞ്ഞാൽ നല്ലതാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ സാലിസാൽഡിഹൈഡ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അതിന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും ആൽക്കോൾസിലോ ആൽഡിഹൈഡ്സിലോ കണക്റ്റഡ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വരുന്ന സാധനമാണ് സാലിസാൽഡിഹൈഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലിപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കുക. അത് എന്താണ് സാലിസാൽഡിഹൈഡ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ CH ഡബിൾ ബോണ്ട് CHO ഇങ്ങനെയാണ് സ്ട്രക്ചർ. അപ്പോൾ അത് വെറൈറ്റി സ്ട്രക്ചറാണ്. അപ്പോൾ ഇയാളുടെ പേരെന്താ? സിന്നമാൽഡിഹൈഡ് ആണ്. നമ്മളെ കറുകപ്പെട്ടൊക്കെ ഇല്ലടാ, അതിൻ്റെ അകത്ത് കാണുന്ന സാധനം സിന്നമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിന്നമാൽഡിഹൈഡ്. റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേടാ? സെറ്റല്ലേ? യെസ്, സിന്നമാൽഡിഹൈഡ് എന്ന് പറയും. ഇത് വാനിലിനാണ്, സിന്നമാൽഡിഹൈഡ് ആണ്. റെഡി അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട NCERT സ്ട്രക്ചർ നമുക്കൊന്ന് കണ്ടേക്കാം. ഒന്ന് കണ്ണോടിച്ച് പോയാൽ നല്ലതാണ്. പല കുട്ടികളും അതൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, നോക്കിയേക്കാം. യെസ്, ഇതാണ് നമ്മുടെ NCERT കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് വാനിലിൻ എന്ന് പറയുന്നത്. വാനിലിൻ കണ്ടോ? ഇതാണ് ആൽഡിഹൈഡ്, ഇത്രയും എന്താണ് ബെൻസാൽഡി, ഇത്രയും നേരം എന്തായിരുന്നു? ഇത് ബെൻസാൽഡിഹൈഡ് ആയിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ് മക്കൾ നോക്കണേ, എല്ലാവരും നോക്കണേ. ഇതെന്തായിരുന്നു? ബെൻസാൽഡിഹൈഡ് ആയിരുന്നു. ഇനി ഇവിടെ അതിൻ്റെ മെറ്റാ പൊസിഷൻ OCH3 വരുന്നു, അതിൻ്റെ പാരാ പൊസിഷൻ OH വന്ന് വിളിക്കുന്ന പേരാണ് വാനിലിൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ബെൻസാൽഡിഹൈഡ് ആയിരുന്നു, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ OH വന്നാൽ എന്തായി? സാലിസാൽഡിഹൈഡ് ആയി. ആൻഡ് ഈ CH ഡബിൾ ബോണ്ട് എന്താണ് മക്കളെ? CH ഡബിൾ ബോണ്ട്
CH വരികയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് സിന്നമാൾഡിഹൈഡ് എന്ന് പറയുന്നത്. സിന്നമാൾഡിഹൈഡ് സിമ്പിളായ കാര്യമാണ്, കൂടുതലൊന്നും ടെൻഷൻ അടിക്കാൻ ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഇതേപോലെ സ്ട്രക്ചേഴ്സ് ഇതിനകത്ത് കൂടെ NCERT ഒരുപാട് സ്ട്രക്ചറുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ആൾഡിഹൈഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം എന്ന് വെച്ച് കാണിക്കാം. ഇതാണ് ആൾഡിഹൈഡ് എന്ന് പറയുന്നത്. ഇതാണ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, അസൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് ആസിഡ് ക്ലോറൈഡ് ഇല്ലടാ. ഈ ആസിഡ് ക്ലോറൈഡിൻ്റെ ഇല്ലേ, ഈ ആസിഡ് ക്ലോറൈഡിനാണ് ഈ കാണുന്ന സാധനം. അതായത് ഞാനിപ്പോൾ ആസിഡ് ക്ലോറൈഡ് പറഞ്ഞാൽ ആസിഡ് ഹാലൈഡ് എന്ന് വിളിക്കാം. ആസിഡ് ഹാലൈഡിന് മറ്റൊരു പേരാണത് അസൈൽ ഹാലൈഡ്. അപ്പോൾ അസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാലും ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുന്നതും സെയിം തന്നെയാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ RC+Cl ആണെങ്കിൽ അത് ആസിഡ് ക്ലോറൈഡായി. ഇത് RCOX എന്ന് പറയുകയാണെങ്കിൽ വിളിക്കുന്ന പേരാണത് ആസിഡ് ഹാലൈഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അസൈൽ ഹാലൈഡ്. സിമ്പിൾ അല്ലേ? ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് അമൈഡാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഞാനത് പറയാനുള്ള സ്ട്രക്ചേഴ്സ്. ഇനി കീറ്റോൺ സ്ട്രക്ചേഴ്സാണ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സെക്ഷനിൽ കീറ്റോണിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സെക്ഷൻ ഒന്ന് കാണിച്ചേക്കാം, ഒന്ന് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി മക്കളെ നമുക്ക് കീറ്റോൺ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് വരാം. എഴുതി പഠിപ്പിക്കാം. കീറ്റോൺ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്ട്രക്ചേഴ്സും ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയ ചോദ്യങ്ങൾ അസറ്റോൺ എന്താണ്, അസറ്റോഫിനോൺ എന്താണ്, ബെൻസോഫിനോൺ എന്താണ്, ഇതെന്താണെന്ന് അറിയാതെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അറിയാതെ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്കത് കിട്ടത്തില്ല. സോ എന്താണ് സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഓരോ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ അല്ലേ? ആരും ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ? എല്ലാവരും ഓക്കെ അല്ലേടാ? യെസ്. ഇപ്പോൾ കീറ്റോൺസിൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സ്, ബേസിക് സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് CH3 C+CH3. ഇതെന്ന സാധനം CH3 C+CH3 എന്ന് പറയുമ്പോൾ അത് കീറ്റോണാണ്. ഏത് കീറ്റോണാണ്? അസറ്റോണാണ്. അസറ്റ് എന്ന് പറയുമ്പോൾ 2. അപ്പോൾ ഇവിടെ എന്താണ്, 2 CH3 ഗ്രൂപ്പിലുണ്ട്. സോ CH3CO CH3 അസറ്റോണാണ്. ഇനി ഇതേപോലെ തന്നെ മക്കളെ C+CO COCH3 എന്ന് വെച്ചാൽ മക്കളെ C+, അതായത് C+, എന്ന് പറഞ്ഞ കാർബൺ ഗ്രൂപ്പാണ്. ആ കാർബൺ ഗ്രൂപ്പിന് 2 എൻഡിലും CH3 ഗ്രൂപ്പുകളാണെങ്കിൽ അത് വിളിക്കുന്നത് അസറ്റോൺ എന്ന് വിളിക്കുന്നു. ഇനി ഒന്ന് CH3 ഗ്രൂപ്പും ഒന്നെന്താണ് ബെൻസീൻ റിംഗും ഫിനൈൽ ഗ്രൂപ്പും ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണത് അസറ്റോഫിനോൺ. ബെൻസീൻ റിംഗും ആണ്. അതേപോലെ മറ്റൊന്നിൽ CH3 ഗ്രൂപ്പും ആണെങ്കിൽ CH3 ഗ്രൂപ്പും ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് അസറ്റോഫിനോൺ. കാരണം അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഓൾറെഡി നിങ്ങൾ നോക്കിയേ, എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് അസറ്റോൺ ആണ് 2 CH3 ആണെങ്കിൽ. ഇനി ഒന്ന് CH3 ഒന്ന് ഫിനൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അസറ്റോഫിനോൺ എന്ന് വിളിക്കും. അസറ്റോഫിനോൺ. ഇനി രണ്ടും എന്താണ് മക്കളെ, 2 ഫിനൈൽ ബെൻസീൻ റിംഗ് ആണെങ്കിൽ വിളിക്കുന്ന പേരാണ് ബെൻസോഫിനോൺ. ഇത് കാണിച്ചാൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ കൺസ്ട്രക്ചർ എന്താണ്, ലെറ്റ്സ് സേ സ്ഥലമില്ല, ഷോട്ട് ചെയ്യുക. ഓക്കെ, ഇയാൾ വിളിക്കുന്ന പേരെന്താ? ഇയാൾ വിളിക്കുന്ന പേരാണ് ബെൻസോഫിനോൺ. എന്നാണ് ബെൻസോഫിനോൺ. ഇതൊക്കെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് വരച്ച് കാണിച്ചിരുന്നത്. അല്ലാണ്ട് നിങ്ങളിത് കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്നാൽ ചോദ്യങ്ങൾ ബെൻസോഫിനോൺ റിയാക്ട് വിത്ത് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പം നിങ്ങൾ ആ സാധനം കൃത്യമായി മനസ്സിലാക്കണം. എന്താണ് ബെൻസോഫിൻ, എന്താണ് അസറ്റോഫിൻ, എന്താണ് അസറ്റോൺ, ഡിഫറൻസ് മനസ്സിലാക്കണം. ഇനി മക്കളെ നിങ്ങളൊരു കാര്യം പറയട്ടെ, പ്രൊപ്പിയോഫിനോൺ എങ്ങനെ വരയ്ക്കുക? നിങ്ങളൊന്ന് വരച്ച് നോക്കി, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വരച്ച്. നിങ്ങൾ ആദ്യം വരയ്ക്കും, ഒന്ന് വരച്ച് നോക്ക്. പ്രൊപ്പിയോഫിനോൺ വരയ്ക്കുന്നുണ്ടോ? ഞാൻ വരച്ച് കാണിച്ചു തരാം. പ്രൊപ്പിയോഫിനോൺ എന്ന് പറയുമ്പോൾ ഇതാണ് ഫിനോൺ എന്ന് പറയുമ്പോൾ അസറ്റോഫിനോൺ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്താൽ നിങ്ങൾ 3 കാർബണാറ്റം ഉണ്ടായത്, അസറ്റോഫിൻ 2 കാർബണാറ്റമാണുള്ളത്. അപ്പോൾ 3 കാർബണാറ്റം കൊടുത്താൽ എന്ത് പ്രൊപ്പിയോഫിനോണായി. അതായത് ഇവിടെ എന്ത് ചെയ്യാം, CH2 CH3 കൊടുത്താൽ മതി. ഒരു CH2 കൂടി കയറ്റി കഴിഞ്ഞാൽ എന്തായി, അത് പ്രൊപ്പിയോഫിനോണായി. റെഡി അല്ലേ? യെസ്, ഇത് പ്രൊപ്പിയോഫിനോണായി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ NCERT കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോകാം. കാരണം NCERT ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് NCERT കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം പോകാൻ, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം NCERT കൊടുത്ത കാര്യം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇത് നമുക്ക് പോകാം. നോക്കൂ മക്കളെ, ഇതാണ് അസറ്റോൺ എന്ന് പറയുന്നത്. അസറ്റോൺ റെഡി അല്ലേ? ഇതാണ് അസറ്റോഫിനോൺ, ഇതാണ് പ്രൊപ്പിയോഫിനോൺ, ഇതാണ് ബെൻസോഫിനോൺ എന്ന് പറയുന്നത്. എല്ലാ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി IUPAC നെയിമിംഗ് ആണ്. IUPAC നെയിമിൽ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് എങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ബേസിക് പ്രിൻസിപ്പൽ ടെക്നിക്സിൽ കൃത്യമായിട്ട് നെയിമിംഗ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പോകുമ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള നെയിമിംഗ് പറഞ്ഞിട്ട് വേണം പോകാൻ. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ നെയിമിങ്ങിൽ കിടക്കുമ്പോൾ നെയിമിംഗ് നിങ്ങൾ IUPAC നെയിം എന്നാണ് പറയുക. IUPAC നെയിമിംഗ് നിങ്ങൾ ഓൾറെഡി അറിയുന്നതായിരിക്കും. അറിയാത്ത പിള്ളേരുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ ഇത് അവർക്ക് എന്ത് ചെയ്യും, ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. IUPAC നെയിമിങ്ങിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പറയേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. CH3 CH2
CH ഒരു OH ആയിക്കോട്ടെ, ദെൻ CH3 ആയിക്കോട്ടെ, ദെൻ ഒരു CH2 CH3 അല്ല, ഒരു C ഡബിൾ ബോണ്ട് OH ഇതായിക്കോട്ടെ. ഇതാണ് നെയിം ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ലോങ്ങസ്റ്റ് സെലക്ട് ചെയ്യണം. ഓൾറെഡി പഠിച്ച റൂളുകൾ അറിയാം. ലോങ്ങസ്റ്റ് സെലക്ട് ചെയ്യണം. ഫംഗ്ഷൻ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിലായിരിക്കും നമ്മൾ നെയിം ചെയ്യേണ്ടത്. അല്ല ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നെയിം ചെയ്യാൻ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മക്കളെ ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് വരുന്നതൊക്കെയാണ് OHും അതേപോലെ തന്നെ COH ആണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് വരുന്നത്. ബാക്കിയുള്ള CH3 പറഞ്ഞ സംഭവം എന്താണ്? അത് ബ്രാഞ്ചാണ് അല്ലേ, ബ്രാഞ്ചാണ്. അപ്പം ഇവിടെ മനസ്സിലാക്കുന്ന കാരണം വെച്ചാൽ OHും അതേപോലെ ആൽഡിഹൈഡ്, ആൽക്കഹോളും ആൽഡിഹൈഡ് വരുമ്പോൾ നിങ്ങൾ പ്രയോറിറ്റി റൂൾ പഠിച്ചിട്ടുണ്ട്, ഫംഗ്ഷൻ ഗ്രൂപ്പിന് പ്രയോറിറ്റി റൂൾ. അപ്പോൾ ആൽഡിഹൈഡും എന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആൽഡിഹൈഡ് ഉണ്ട്, കീറ്റോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ലെറ്റ്സ് എ ആൽക്കഹോൾസ് ഉണ്ട്, അതേപോലെ തന്നെ ആസിഡ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാവും ആസിഡിനാണ്, പിന്നെ ആൽഡിഹൈഡിനാണ്, പിന്നെ കീറ്റോണിനാണ്, പിന്നെ ആൽക്കഹോൾസിനാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, എന്ന് അറിഞ്ഞിരിക്കുക. പ്രയോറിറ്റി റൂൾ, പ്രയോറിറ്റി ഇതൊക്കെ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കണം, ഈ പ്രയോറിറ്റി കൂടിയ ആളാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആളാണെന്ത്? മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇതാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്, ഇതാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇയാളെ വേണം സഫിക്സ് ആക്കി എടുക്കാൻ. ബാക്കിയുള്ള ഈ ചങ്ങയിൽ ഇതാണെന്താ? മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല. അപ്പോൾ ഇയാളുടെ പേര് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. പ്രിഫിക്സ് ഇത് സഫിക്സ് ആയിട്ട് എടുക്കണം. നിങ്ങൾ ഓൾറെഡി പഠിച്ചതായി വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെയിമിങ്ങിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത കാര്യം എന്താണ്? നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ മക്കളെ ഇത് നമ്പർ ചെയ്ത് കൊടുക്കണം. മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിൽ നമ്പർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5 6 7. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ചുകളുടെ പേര് കൊടുക്കണം. ബ്രാഞ്ചുകൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് നാലാമത്തേൽ എന്തുണ്ട്? നാലാമത്തേൽ ഇവിടെ നമുക്ക് ലെറ്റ്സ് എ നാലാമത്തേൽ എന്തുണ്ട്? ഹൈഡ്രോക്സി ആണ്. സോ 4 ഹൈഡ്രോക്സി. ദെൻ മൂന്നാമത്തിൽ എന്തുണ്ട്? മിഥൈൽ ഉണ്ട്. സോ 3 മിഥൈൽ. ദെൻ 3 മിഥൈലാണ്. പിന്നെ വേഡ് റൂട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ചിങ് കാര്യം കൊടുത്തു. ഇനി വേഡ് റൂട്ട് എന്താണ്? 7ന്റെ വേഡ് റൂട്ട് ഹെപ്റ്റല്ലേ, ഹെപ്റ്റനാൽ. ഒന്നില്ലാതാണ് ഹെപ്റ്റനാൽ. ഇതാണ് അതിൻ്റെ പേര് വരിക. റെഡി അല്ലേ മക്കളെ? ഇനി നമ്മുടെ OHന് വരെ BR ആണെങ്കിലോ, അപ്പോൾ 4 ബ്രോമോ 3 ഹൈഡ്രോക്സ് 4 ബ്രോമോ 3 മിഥൈൽ ഹെപ്റ്റനാൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ അല്ലേടാ? അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം ഈ COH ഉള്ള അല്ലെങ്കിൽ ആൽഡിഹൈഡുള്ള ആ കാർബണി കൂടെ നമ്മൾ എന്താണ് നെയിമിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ മക്കളെ. അതുകൂടി ഈ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ നിന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്യരുത്. ഇതും കൂടി നമ്മൾ ഈ ഒരു ഹെപ്റ്റനാലാണെന്നുള്ള മനസ്സിലാക്കുന്നത് ആൽഡിഹൈഡിൻ്റെ കാർബണി കൂടി നമ്മൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു സ്ട്രക്ചർ കാണിച്ചു തരാം. നിങ്ങൾക്ക് കീറ്റോൺ നെയിമിങ് കാണിച്ചു തരാം. ബേസിക്കായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളവിടെ പഠിക്കുന്നുണ്ടാവും, നെയിമിങ്ങിൽ പഠിക്കുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഈ സ്ട്രക്ചർ നോക്കിയേ. മക്കൾ നോക്കിയാൽ എല്ലാവരും ഈ സ്ട്രക്ചർ എന്താ? ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കീറ്റോൺ ആണ്. ഇതെങ്ങനെ നമ്മൾ നെയിം ചെയ്യും? നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ബ്രാഞ്ചാണ്, ഇത് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് മിനിമം നമ്പർ ഇടുന്ന രൂപത്തിലാണ് നെയിം ചെയ്യാൻ. എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നമ്പർ ചെയ്യണം 1 2 3. മൂന്നാമത്തെ കാർബണിലാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് കിട്ടുക. അപ്പോൾ പറ്റുമോ? അത് പറ്റൂല, അത് തെറ്റാ. അപ്പോൾ അങ്ങനെ നെയിം ചെയ്യാൻ പാടില്ല. ഫംഗ്ഷണൽ ഗ്രൂപ്പിന് മിനിമം നമ്പർ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി ബ്രാഞ്ചിന് മിനിമം നമ്പർ, അതായത് എനിക്ക് ഇങ്ങനെ ചെയ്യണം 1 2 3 4 5 ഇങ്ങനെ ചെയ്യുകയാണെങ്കിലോ അതും തെറ്റാ. കാരണം എന്താ? ഇതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ചെയ്യുന്നല്ലേ? 1 2 3 3 ബ്രാഞ്ച് കിട്ടൂലേ? അതാണ് നല്ലത്. സോ അങ്ങനെ വേണം നമ്മൾ നമ്പർ ചെയ്യാൻ. സോ 1 2 3 ഇത് കറക്റ്റാണ്. 1 2 3 4 5. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? അതിൻ്റെ പേര് കൊടുക്കുക. മൂന്നാമത്തിൽ ബ്രാഞ്ച് ഉണ്ട്. സോ 3 മിഥൈൽ. 3 മിഥൈലുണ്ട്. ദെൻ ഇതൊരു സൈക്ലിക് സ്ട്രക്ചർ അല്ലേ? അപ്പോൾ നമ്മൾ സൈക്ലോൺ ചേർത്ത് കൊടുക്കണം. സൈക്ലോ പെൻഡനോൺ. ഇതാണ് എൻ്റെ സ്ട്രക്ചറിൻ്റെ പേര്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം മക്കളെ. എല്ലാവരും എൻ്റെ കൂടെ ഇല്ലേ? എല്ലാവരും ഓക്കെ അല്ലേടാ? നോക്ക് മക്കളെ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേടാ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. ഈ സ്ട്രക്ചറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറിൻ്റെ പേര് മക്കൾ വളരെ സിമ്പിളാണ്. ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടില്ല, ഒന്നുകൂടി ഉണ്ട്. കറക്റ്റ്, ഇപ്പോൾ റെഡിയായി. ഈ സ്ട്രക്ചറിൻ്റെ പേര് ആർക്ക് പറയാൻ പറ്റും? വളരെ സിമ്പിൾ സ്ട്രക്ചറാണ്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒരു കാർബൺ ഇതാണ് മെയിൻ ഫംഗ്ഷൻ. ഇത് C ഡബിൾ ബോണ്ട് ഉണ്ട്, കീറ്റോൺ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടേക്ക് ഇത് ബ്രാഞ്ച് ആയിട്ടുണ്ടാവും, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അതായത് ഈ കാണുന്ന സ്ട്രക്ചർ എന്താണ്? സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് 1 2 3 അല്ലേ? അപ്പോൾ 1ൽ എന്തുണ്ട്? ഏത് ഗ്രൂപ്പ് ഉണ്ട്? ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ പേരിടുമ്പോൾ 1 ഫിനൈൽ
പ്രൊപ്പാൻ 3 കാർബൺ ആറ്റം അല്ലേ. സോ പ്രൊപ്പാൻ ഒന്നിലാണെന്നുള്ളത് കീറ്റോൺ ഗ്രൂപ്പ്. സോ പ്രൊപ്പാൻ 1 ഓൺ, പ്രൊപ്പനോൺ എന്ന് കൊടുത്താലും മതി. സോ 1 ഫിനൈൽ പ്രൊപ്പനോൺ. റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ദെൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇനി ആൽഡിഹൈഡും കീറ്റോൺസും വരികയാണെങ്കിൽ നെയിം ചെയ്യാം. അതുകൂടി പറഞ്ഞു തന്നേക്കാം. ആൽഡിഹൈഡും കീറ്റോൺസിനും പ്രയോറിറ്റി കൃത്യമായി പറഞ്ഞു തന്നാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഡിഹൈഡും കീറ്റോൺസ് വരുമ്പോഴുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ആ കാര്യം. അപ്പോൾ അതും കൂടി കാണിച്ചിരുന്നു എനിക്ക്. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോൺസും ഉണ്ടെങ്കിൽ എങ്ങനെ നെയിം ചെയ്യും? ഓൾറെഡി ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രയോറിറ്റി ഒക്കെ. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നേക്കാം. ആൽഡിഹൈഡും കീറ്റോൺസും ഉണ്ടെങ്കിൽ ലെറ്റ്സ് എക്സാമ്പിൾ കാണിച്ചു തരാം. CH3 CH2 C ഡബിൾ ബോണ്ട് O CH2 C ഡബിൾ ബോണ്ട് OH. ഇതാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ആൽഡിഹൈഡും ഉണ്ട് കീറ്റോണും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ ആർക്ക് വേണം പ്രയോറിറ്റി കൊടുക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ നമ്പർ ചെയ്യണം മക്കളെ. ആൽഡിഹൈഡിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ബിക്കോസ് അതാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. സോ ഇവിടെ നമ്പർ ചെയ്യണം 1 2 3 4 5. റെഡി അല്ലേടാ? ഇനി വളരെ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ആണ് എന്ന് വിചാരിക്കും. മീൻസ് മെയിൻ ഫംഗ്ഷൻ കീറ്റോൺ കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, കീറ്റോൺ ആണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് എങ്കിൽ അതിന് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സഫിക്സ് അല്ലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണല്ലോ. ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ സഫിക്സ് ആയിട്ട് പറയാം. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് കീറ്റോൺ ആണെങ്കിൽ, മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കീറ്റോണെ ഓക്സോ എന്ന് വിളിക്കാം. ഓക്സോ ഓൺ എന്ന് വിളിക്കാം. പെൻറ്റനോൺ, ഹെക്സനോൺ, അങ്ങനെ ഓൺ ആയിട്ടാണ് എൻഡ് ചെയ്യുക. ഓൺ. ഇയാൾ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല, ഇയാളെക്കാളും പ്രയോറിറ്റി ഉള്ള ഒരാൾ ആ ഗ്രൂപ്പിലുണ്ട്, ആ ഒരു സ്ട്രക്ചറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്താവും? ഇയാൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയി മാറും. എന്തായി മാറും? സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയി മാറും. ആ സമയത്ത് നമ്മൾ കീറ്റോൺ ഉപയോഗിക്കുന്ന ടൈം എന്താ? അതാണ് വിളിക്കുന്നത് ഓക്സോ. എന്താ വിളിക്കുക? ഓക്സോ. അപ്പം ഇത് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഓൺ എന്നും, സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഓക്സോ എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതെന്തായിരിക്കും മക്കളെ? ഇവിടെ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാണ്? ആൽഡിഹൈഡ്. അപ്പോൾ ഇയാൾക്ക് ആലെന്ന് വിളിക്കണം, ഈ ചെങ്ങനെ എന്ത് വിളിക്കണം? നമ്മൾ ഓക്സോ എന്ന് വിളിക്കണം. സോ നിങ്ങൾ പറഞ്ഞ എന്താ ആൻസർ ഉണ്ടാവുക? 3 ഓക്സോ ഉണ്ട്. സോ 3 ഓക്സോ ഉണ്ട്. 3 ഓക്സോ. മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? വേഡ് റൂട്ട് പറ. മൊത്തം വേഡ് റൂട്ട് എത്രയാടാ? വേഡ് റൂട്ട് എന്ന് പറയുമ്പോൾ 5 അല്ലേ? അപ്പോൾ 5 ആകുമ്പോൾ എന്താ പേരുണ്ടാവുക? പെൻറ്റ്. സോ 3 ഓക്സോ പെൻറ്റാൻ 1 അപ്പോൾ പെൻറ്റനാൽ എന്ന് മതി. 3 ഓക്സോ പെൻറ്റനാൽ. റെഡി അല്ലേടാ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇത്രയുള്ള കാര്യം, വളരെ സിമ്പിളായ കാര്യമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട നെയിമിംഗ് നമ്മൾ NCERT എന്തൊക്കെ കൊടുത്ത് ജസ്റ്റ് നോക്കിയേക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് സ്പീഡ് എന്ത് ചെയ്യണം? ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കണം. എല്ലാ കുട്ടികളും നോക്കിക്കേ മക്കളെ. എല്ലാവരും നോക്കൂ. ഇതാണ് 3 ഓക്സോ പെൻറ്റനാൽ എന്ന് പറയുന്നത്. 3 ഓക്സോ പെൻറ്റനാൽ. അതേപോലെ എന്താണ്? 2,4 ഡൈമിഥൈൽ പെൻറ്റാൻ ത്രിയോൺ ആണ് ഈ കാണുന്നത്. 2,4 ഡൈമിഥൈൽ പെൻറ്റാൻ ത്രിയോൺ. 2,4 എങ്ങനെ നോക്കിയോ പേരിട്ടത്? 2,4 ഡൈമിഥൈൽ പെൻറ്റാൻ ത്രിയോൺ. എങ്ങനെ കിട്ടി നമുക്കിത്? കാരണം നിങ്ങൾ നെയിം ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ഇവിടെ നെയിം ചെയ്ത് നോക്കാം. ലെറ്റ്സ് സേ 1 2 കളർ മാറ്റിയേക്കാം. 1 2 3 4 5. ഓക്കെ, ഞാൻ എങ്ങനെ ഇട്ടാലും ലെഫ്റ്റ് നിന്ന് റൈറ്റ് തുടങ്ങിയാലും റൈറ്റ് നിന്ന് ലെഫ്റ്റ് തുടങ്ങിയാലും ഒരേപോലെയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുഴപ്പമില്ല. സോ 2ലും അതേപോലെ തന്നെ 4ലും എന്തുണ്ട്? മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ 2,4 ഡൈമിഥൈൽ പെൻറ്റാൻ. 3 ത്രിയോൺ ആണ്. സോ പെൻറ്റാൻ ത്രിയോൺ. സിമ്പിൾ. ഇനി നോക്കിയേ ഈ സാധനം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരികയാണ്, അതായത് ഒന്നിലധികം ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ നെയിം ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ വേണമെങ്കിൽ നോട്ടിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു സാധനം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെ പേരിടുക? നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ 3 CH ഗ്രൂപ്പുകൾ, 3 CH ഗ്രൂപ്പുകളുണ്ട്. 3 CH ഗ്രൂപ്പുകൾ. അപ്പോൾ നമ്മൾ നെയിം ചെയ്യുമ്പം മൊത്തം 1 2 3, 3ൽ 1 2 3 എങ്ങനെ ഇട്ടാലും ലെഫ്റ്റ് റൈറ്റ് കിട്ടാൻ ലെഫ്റ്റ് കിട്ടാൻ സെയിം ആയതുകൊണ്ട് തന്നെ 1ലും 2ലും 3ലും എന്തുണ്ട്? ആൽഡിഹൈഡ്. സോ പ്രൊപ്പെയിൻ 1 2 3 ട്രൈ കാർബാൾഡിഹൈഡ്. പ്രൊപ്പെയിൻ 1 2 3 ട്രൈ കാർബാൾഡിഹൈഡ്. ഈ സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, പല കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ നോട്ടിലേക്ക് ആഡ് ചെയ്ത് തരാം. അതായത് മക്കൾ നമ്മൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിലധികം എന്താണ് ഫംഗ്ഷൻ ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ, അതായത് സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നിലധികം വരികയാണെങ്കിൽ എങ്ങനെ പേരിടാന്നുള്ളത് കാണിച്ചു തരാം. CHO ഇയാളുടെ പേരെങ്ങനെ ഉണ്ടാവുക? ഇയാളുടെ പേരെന്ന് പറയുന്ന മക്കളെ എന്താണ്? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊപ്പെയിൻ എടുക്കാം. സോ പ്രൊപ്പെയിൻ, ഇത് പ്രൊപ്പെയിൻ ആണല്ലോ. പ്രൊപ്പെയിൻ
1 2 3 മൂന്നിൽ എന്തുണ്ട് കാർബാൾഡിഹൈഡ്. സോ പ്രൊപ്പൈൻ 1, 2, 3 ട്രൈ കാർബാൾഡിഹൈഡ്. ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ആ ഒരു നോട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാം. റെഡി അല്ലേടാ? റെഡി അല്ലേ? യെസ്. ഇത് നമ്മൾ NCERT പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ NCERT പറയുന്നത് ഇനി NCERT പറയുന്നതാണ് ഈ ഒരു സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനെ പറ്റി എന്താണെന്ന് നോക്കിയേ. 4 നൈട്രോ ബെൻസീൻ കാർബാൾഡിഹൈഡ് നോക്കുക, അല്ലെങ്കിൽ 4 നൈട്രോ ബെൻസാൾഡിഹൈഡ്. മക്കളെ നമ്മൾ സാധാരണ ഇതാണല്ലോ ഈ നൈട്രോ എന്നൊക്കെ പറഞ്ഞാൽ നൈട്രോ അല്ലെങ്കിൽ ക്ലോറോ ഇതൊക്കെ എന്താ ബ്രാൻഡ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് കൊടുക്കുക, അത് മെയിൻ അല്ല. അപ്പം ഇതാണെന്ത് നമ്മൾ അറിയുന്ന സാധനം. ഇയാൾ വിളിക്കുന്ന പേരെന്താ? ബെൻസാൾഡിഹൈഡ് എന്നാണ്. അപ്പോൾ ഇയാൾ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 4 നൈട്രോ ഉണ്ട്. സിമ്പിൾ 4 നൈട്രോ ബെൻസാൾഡിഹൈഡ്. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇതല്ലാതെ നമുക്ക് വേറെ രൂപത്തിൽ പേരിടാം. 4 നൈട്രോ ബെൻസീൻ. ഇത് 4 നൈട്രോ ബെൻസീൻ കാർബാൾഡിഹൈഡ്. അപ്പോൾ ഇയാളെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കാർബാൾഡിഹൈഡ് എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്ത ടേം. ഓക്കെ അല്ലേ? ഇതും കൂടി അറിഞ്ഞിരുന്നാൽ മതി. 4 നൈട്രോ ബെൻസാൾഡിഹൈഡ് ആണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഈ 4 നൈട്രോ ബെൻസീൻ കാർബാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, അതും ശരി തന്നെയാണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് ടേബിൾ NCERT കൊടുത്തിട്ട് ടേബിൾ ഒന്ന് നോക്കിയേക്കാം. ഈ ടേബിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടേബിളാണ്. കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം എല്ലാ കുട്ടികളും എന്ത് ചെയ്യാമെന്ന് നോക്കിയേക്ക്. നോക്കിയാൽ മക്കളെ, ആൽഡിഹൈഡിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, പെട്ടെന്ന് പറഞ്ഞു പോകും, കൂടുതൽ സമയം എടുക്കത്തില്ല. ഇതെന്താണ്? ആൽഡിഹൈഡ് ആണ്. എല്ലാവരും നോക്കണേ, എല്ലാ കുട്ടികളും നോക്കട്ടോ. ഈ കാണാണെന്ത് മക്കളെ? ഇതാണിത് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഫോർമാൽഡിഹൈഡ്. ഇത് ഏത് ആൽഡിഹൈഡ്? ഫോർമാൽഡിഹൈഡ് അല്ലേ? അതിനെ വിളിക്കുന്നത് ഇത് IUP. നോക്കിക്കേ, ഇത് സംബന്ധം പ്രത്യേകം എന്താണ്? ഇവിടെ IUPAC നെയിം അതേപോലെ കോമൺ നെയിം കൊടുക്കും. രണ്ട് നെയിം കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് IUPAC ഉണ്ട്, അതേപോലെ കോമൺ നെയിമും ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് ഇടാ. നോക്കിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിൾ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ടേബിളിനകത്ത് നിന്ന് കിട്ടും. നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കോമൺ നെയിം ഉണ്ട്, അതേപോലെ IUPAC നെയിം ഉണ്ട്. അതിൽ തന്നെ ആദ്യം സ്ട്രക്ചർ നോക്കുമ്പോൾ ആൽഡിഹൈഡിലാണ് വരുന്നത്. അപ്പം ഫോർമാൽഡിഹൈഡ് ആണ് ഈ കാണുന്നത്. പിന്നെ കോമൺ നെയിം ഫോർമാൽഡിഹൈഡ് എന്നാണ്. സോ അതിന് IUPAC നെയിം എന്താ? മെത്തനാൽ എന്നാണ്. അതുപോലെ ഇത് അസറ്റാൽഡിഹൈഡ് ആണ്, അതിന് IUPAC നെയിം എന്താ? എത്തനാൽ എന്നാണ്. ദെൻ ഈ കാണുന്ന സ്ട്രക്ചറാണ് ഐസോബ്യൂട്രാൽഡിഹൈഡ്. ഐസോ ഗ്രൂപ്പാണിത്, അതുകൊണ്ട് ഐസോബ്യൂട്രാൽഡിഹൈഡ് എന്ന് പറയും. 2 മിഥൈൽ പ്രൊപ്പനാൽ എന്ന് പറയും. അപ്പം ഇയാളുടെ പേരിടുന്ന എങ്ങനെ നമുക്ക് ഈ സ്ട്രക്ചർ ആക്ച്വലി ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന്. CH3 CHO എന്നാണ്. അതായത് ഇത് ഐസോ ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഐസോ ഗ്രൂപ്പാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഇവിടെ 1 2 3 2 മിഥൈൽ, 2 മിഥൈൽ പ്രൊപ്പനാൽ എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, ഈ കാണുന്ന സ്ട്രക്ചർ വിളിക്കുന്ന പേരാണ് 3 മിഥൈൽ സൈക്ലോഹെക്സൈൻ കാർബാൾഡിഹൈഡ്. അപ്പോൾ ഇതിൻ്റെ നെയിമിംഗ് ഒക്കെ വെച്ച് നോക്കണം മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം 3 മിഥൈൽ സൈക്ലോഹെക്സൈൻ കാർബാൾഡിഹൈഡ് എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നെയിം ചെയ്യാറുള്ളത്, നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് 1 കൊടുക്കുന്നു, 1 2 3. ഇപ്പോൾ 3 മിഥൈൽ ഉണ്ട്, ഇത് സൈക്ലോഹെക്സൈൻ ആണ്, കാർബാൾഡിഹൈഡ് ആണ്. 3 സൈക്ലോഹെക്സൈൻ കാർബാൾഡിഹൈഡ് എന്നാണ് വിളിക്കാറുള്ളത്. നെക്സ്റ്റ് ഇതെന്താ മക്കളെ? 2 മിഥോക്സി പ്രൊപ്പനാൽ. 2 മിഥോക്സി പ്രൊപ്പനാൽ എങ്ങനെ നമ്മൾ നെയിം ചെയ്യാം? എങ്ങനെയാണ് നമ്മൾ ആ ഒരു സിസ്റ്റം വരുന്നത്? ഈ സ്ട്രക്ചർ ഒന്ന് മാറ്റി കാണിച്ചത് നിങ്ങൾക്ക്. ഈ സ്ട്രക്ചർ ആക്ച്വലി വരുന്നത് എങ്ങനെയാണ്? CH3 CHO CHO. ഒരു മിനിറ്റ് മക്കളെ, ഇങ്ങനെയല്ല. CH3 CH C ഡബിൾ ബോണ്ട് H CHO. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ ഫൈൻ. CH3 CHOCH3 കറക്റ്റ്. CHO ഇതാണ് സ്ട്രക്ചർ. നേരത്തെ വരച്ച സ്ട്രക്ചർ കറക്റ്റാണ്. അപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചർ വിളിക്കുന്ന പേരെന്താ? OCH3 എന്ന് പറഞ്ഞാൽ മെത്തോക്സി എന്നാണ്. O എന്ന് പറഞ്ഞാൽ ഓക്സിയാണ്, OCH3 എന്ന് പറഞ്ഞാൽ മെത്തോക്സി എന്നാണ്. സോ ഇത് മെത്തോക്സി ഗ്രൂപ്പാണ്. ഏത് മക്കളെ? ഈ കാണുന്ന ഗ്രൂപ്പ് ഇത് മെത്തോക്സി ഗ്രൂപ്പാണ്, ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഏതാണ് ബ്രാഞ്ച്? സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഏതാണ്? ഇതാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ്, ഇതാണ് എന്ത്? മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിന് നമ്മൾ എന്തെങ്കിലും നമ്പർ 1 കൊടുക്കണം. 1 2 3. ഇപ്പോൾ 2 എന്തുണ്ട്? മെത്തോക്സി ഉണ്ട്. സോ 2 മെത്തോക്സി പ്രൊപ്പനാൽ. കറക്റ്റ് അല്ലേടാ? അങ്ങനെയാണ് നമ്പറിങ് കൊടുക്കുന്നത്, നെയിം ചെയ്യേണ്ടതും. സെറ്റല്ലേ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഈ കോമൺ നെയിം എല്ലാവരും ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ അസറ്റാൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡ് ഒക്കെ പഠിച്ചാൽ മതി. അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇപ്പം അക്രോലിൻ വരലാൽഡിഹൈഡ് ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ IUPAC നെയിമിങ്ങും അത് സ്ട്രക്ചറും കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു വെറൈറ്റി ആയിട്ട് വരുന്ന സാധനം നമുക്ക് നോക്കിയാൽ ഒരു വെറൈറ്റി ആയിട്ട് വരുന്നത്, എല്ലാം കൂടി നമ്മൾ നോക്കുന്നില്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യം നോക്കാം നമുക്ക്. ലെറ്റ്സ് സേ ഓക്കെ, ഇത് നോക്കാം. എല്ലാവരും ഇല്ല എൻ്റെ കൂടെ? ആരും ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? യെസ്. നോക്കണം മക്കളെ, ഇതാണ് ഫ്താലിഹൈഡ്.
അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ നോക്കിയേക്കാം. അക്രോലിൻ എന്താണ്? അക്രോലിൻ എന്ന് പറയുന്ന മക്കളെ നമ്മൾ CH2 ഡബിൾ ബോണ്ട് CHO ഇതെങ്ങനെ നമ്മൾ നമ്പർ ചെയ്യാം? നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് 1 2 3 ഇങ്ങനെ കൊടുക്കണം അല്ലേ? 1 2 3. അപ്പം രണ്ടാമത്തിൽ എന്തുണ്ട്? ഈൻ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കിൻ ഗ്രൂപ്പ് ഉണ്ട്, മൊത്തം 3 കാർബൺ ആറ്റംസ്. സോ പ്രൊപ്പ് എന്ന് കൊടുക്കാം. ഇനി എവിടെയാണ് ആൽക്കി ഗ്രൂപ്പ് ഉള്ളത്? 2ലാണ്. സോ പ്രൊപ്പ് 2 ഈനാണ്. ദെൻ ഒന്നിൽ എന്തുണ്ട്? ആൽക്കി ഗ്രൂപ്പ് ഉണ്ട്. സോ പ്രൊപ്പ് 2 ഈനാൽ എന്ന് കൊടുക്കും. അപ്പോൾ പ്രൊപ്പ് 2 ഈനാൽ എന്ന് പറയുമ്പോൾ പ്രൊപ്പ് 2 ഈനാൽ എന്നാണ് അതിൻ്റെ IUPAC നെയിം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോമൺ നെയിം ആണത് അക്രോലിൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഫ്താലിഹൈഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ പറയുക, നമ്മൾ ഗബ്രിയൽ ഫ്താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്ന അമൈൻസിൽ നമ്മൾ പറയുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ആ സ്ട്രക്ചർ അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഫ്താലിഹൈഡ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ പ്രത്യേകത? സ്താലിക് ആസിഡ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്താലിഹൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബെൻസീ റിംഗ് ഇല്ല മക്കളെ, ഇതാണ് നിങ്ങൾ ബെൻസീ റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ബെൻസീ റിംഗ്. ഈ ബെൻസീ റിംഗിന് 2 അടുത്തടുത്തായിട്ട് എന്ത് വരികയാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരികയാണ്. വിളിക്കുന്ന പേരാണ് സ്താൽഡിഹൈഡ്. എന്താ പറയുക? സ്താലിഹൈഡ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ് സ്താൽഡിഹൈഡ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് മറ്റൊരു IUPAC നെയിം എന്താ? ഇത് ബെൻസീൻ. ഇതാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ബെൻസീൻ ആണ്. സോ ബെൻസീൻ 1,2 ഡൈ കാർബാൾഡിഹൈഡ് എന്ന് വിളിക്കും. ബെൻസീൻ 1,2. കാരണം ഒന്നിനധികം നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് സെയിം ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ട്രൈ കാർബാൾഡിഹൈഡ്, ഡൈ കാർബാൾഡിഹൈഡ് എന്നൊക്കെ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ ബെൻസീൻ 1,2 ഡൈ കാർബാൾഡിഹൈഡ് എന്ന് കൊടുക്കാം. ഇതേപോലെ തന്നെ മക്കളെ ഈ ബെൻസാൾഡിഹൈഡിന് കൂടെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതെങ്കിലും വരികയാണെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂവൻസ് വരികയാണെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ ബ്രോമിൻ, ക്ലോറിൻ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ നെയിം ചെയ്യണം? അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ കാണുന്ന സാധനത്തിന് വിളിക്കുന്ന പേരെന്താ? ബെൻസാൾഡിഹൈഡ് എന്നല്ലേ? അതിൻ്റെ കോമൺ നെയിം വളരെ സിമ്പിൾ പറയാൻ പറ്റും. ഇത് ബെൻസാൾഡിഹൈഡാണ്. അപ്പോൾ ബെൻസാൾഡിഹൈഡിൻ്റെ മെറ്റാ പൊസിഷനിലാണ് ബ്രോമോ വന്നിരിക്കുന്നത്. സോ മെറ്റാ ബ്രോമോ ബെൻസാൾഡിഹൈഡ്, ഇതാണ് അതിൻ്റെ കോമൺ നെയിം. ഇനി നമ്മൾ IUPAC എങ്ങനെ കൊടുക്കാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. IUPAC നമ്പർ ചെയ്യണേ. കോമൺ നെയിം നമ്പറിംഗ് ഒന്നും ആവശ്യമില്ല. ഓർത്തോ, മെറ്റാ, പാര അതൊക്കെ എന്താണ്? കോമൺ നെയിമാണ്. നേരെ മറിച്ച് നമ്മൾ 1 2 3 എന്നൊക്കെ പറഞ്ഞ സംഭവം നമ്പർ ചെയ്യുന്നത്, അതാണ് ഇത് IUPAC നെയിം. സോ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇതാണ് 1. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ 1 കൊടുക്കണം. 1 2 3 3ലാണ് ബ്രോമിൻ ഉള്ളത്. സോ 3 ബ്രോമോ ബെൻസാൾഡിഹൈഡ്. അതൊക്കെയാണ്. ഓക്കെ അല്ലേ മക്കളെ? ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി മക്കൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കീറ്റോൺസിൻ്റെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്സിലേക്ക് കടക്കാം. സോ കീറ്റോൺസിൽ നമ്മൾ വരുമ്പം ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. കീറ്റോൺസിൽ വരുമ്പം കീറ്റോൺസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നോക്കിക്കോ, CH3 CO CH2 CH3 ഓക്കെ അല്ലേ? ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ IUPAC വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4 5. കാരണം നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടും. നമ്മൾ ഇവിടുന്ന് റൈറ്റിൽ തുടങ്ങുകയാണെങ്കിലോ 1 2 3 4ാമത്തെ കാർബൺ ആറ്റത്തിലാണ് എന്ത് വരിക? 4ാമത്തെ ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരിക. അപ്പം നമുക്ക് മിനിമം നമ്പർ കിട്ടണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് തുടങ്ങണം. സോ പെൻറ്റാൻ മൊത്തം 5 കാർബൺ വേട്ടൂട്ട് എന്താണ്? പെൻറ്റാൻ 2 on. സിമ്പിൾ അല്ലേ? 2 on. ഇനി നമ്മളിതിൻ്റെ പിന്നെ കോമൺ നെയിം എഴുതുമ്പോഴാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. മിഥൈൽ N പ്രൊപ്പൈൽ കീറ്റ്. അതായത് ചെറിയ ആൾ നമ്മൾ ആദ്യം എഴുതാം. ചെറിയ ആൾ ഇത് മിഥൈൽ അല്ലേ? അതായത് നിങ്ങളുടെ കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് 2 ഗ്രൂപ്പുകൾ കാണുമല്ലോ കീറ്റോൺ ആകുമ്പോൾ. എന്നിൽ ഒരിക്കലും കീറ്റോൺ വരത്തില്ല. സോ എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലുണ്ട്. അപ്പോൾ ചെറിയ ആൾ നമ്മൾ ആദ്യം എഴുതുന്നു, മിഥൈൽ ഗ്രൂപ്പിൽ നമ്മൾ ആദ്യം എഴുതുന്നു, മിഥൈൽ എഴുതുന്നു. ബാക്കി വരുന്ന ആളാരാണ്? ഇത് പ്രൊപ്പൈലാണ്. സോ മിഥൈൽ N പ്രൊപ്പൈൽ കീറ്റോൺ എന്നാണ് എൻ്റെ പേരുണ്ടാവും. ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിലും മക്കളെ CH3 CO CH2 CH3 ആണെങ്കിലോ മിഥൈൽ ഈഥൈൽ കീറ്റോൺ എന്ന് കൊടുക്കും. മിഥൈൽ ഈഥൈൽ കീറ്റോൺ. അത്രയേ ഉള്ളൂ കാര്യം. ഇനി ഈ സ്ട്രക്ചർ നോക്കിയാൽ എല്ലാവരും ഈ സ്ട്രക്ചർ എങ്ങനെ പേരിടാം? പേരിടുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് 1 2 ഓക്കെ. പിന്നെ സൈക്ലോഹെക്സൈൻ ആണ്. സോ 2 മിഥൈലാണ് 2 മിഥൈൽ സൈക്ലോഹെക്സനോൺ എന്ന് വിളിക്കും. സൈക്ലോഹെക്സനോൺ ഇതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇത് മെസിറ്റൈൽ ഓക്സൈഡ്സ് നോക്കി വെച്ചാൽ മെസിറ്റൈൽ ഓക്സൈഡ് ഇതിൻ്റെ നമ്പറിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവുക? നമ്പറിംഗ് മാത്രം നിങ്ങൾ IUPAC ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ IUPAC നോക്കാം. നമുക്ക് ജസ്റ്റ് നോക്കാം. CH3 IUPAC നോക്കിയേക്കാം. IUPAC വരുമ്പോൾ മക്കളെ എല്ലാവരും നോക്കണേ. IUPAC വരുമ്പോൾ അത് മയക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് റൈസ് ചെയ്യുന്നുണ്ട്. മെസ്റ്റൈൽ ഓക്സിജൻ IUPAC ഒന്ന് കാണിച്ചേക്കാം. എല്ലാവരും നോക്കണം കേട്ടോ. ഇതാണ് CH3 ഡബിൾ ബോണ്ട് CHCOCH3. ഇതാണെന്ത്? മെസറ്റൈൽ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? കാർബണൈൽ കോമ്പൗണ്ടിൽ കീറ്റോൺ ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മിനിമം നമ്പർ കിട്ടണം. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം മക്കൾ? നമ്പറിംഗ് സ്റ്റാർട്ട് ഫ്രം റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്? ഫ്രം എവിടെ നിന്നാണ്? റൈറ്റ് സൈഡ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5. റെഡി അല്ലേ മക്കളെ? 4ാമത്തെ ഗ്രൂപ്പിൽ നാലാമത്തെ കാർബൺ ആറ്റത്തിന് എന്തുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ബ്രാഞ്ച് കൊടുക്കാം. 4 മിഥൈൽ. പിന്നെ മൊത്തം വേട്ടൂട്ട് എത്ര? 5 അല്ലേ? സോ പെൻറ്റ്. എത്രാമത്തിലാണ് ഈനുള്ളത്? 3ാമത്തിലാണ് ഈനുള്ളത്. സോ പെൻറ്റ് 3 ഈൻ.
ഡബിൾ ബോണ്ട് മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലുള്ളത് പെൻഡിത്രീൻ. ഇനി രണ്ടാമത്തിൽ എന്തുണ്ട്, മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ള കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. സോ പെൻഡിത്രീൻ 2 ഓൺ. ഇതാണ് മെസറ്റൈൽ ഓക്സൈഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ. മക്കളെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ NCERT കൊടുത്തിരിക്കുന്ന ആ ഒരു ടേബിൾ നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് സ്ട്രക്ചേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ കുറച്ചുകൂടി കൺസെപ്റ്റുകൾ ഓറിയൻറ്റഡ് ആയിട്ട് പറയാൻ പോവാണ്. എല്ലാവരും എൻ്റെ കൂടെ ഇല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ചുകൂടി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പറയാൻ പോവാണ്. നമ്മൾ കുറച്ചുകൂടി ഈ ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ നമ്മൾ കുറേ കാണാതെ പഠിച്ചാൽ പോരാ, കുറച്ച് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ എന്താണ് നമുക്ക് എങ്ങനെ ചോദിച്ചാലും, തിയററ്റിക്കൽ ചോദിച്ചാലും അതേപോലെ നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് മീൻസ് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മക്കൾ ശ്രദ്ധിക്കാം, ഈ കാർബണൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. കാർബണൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ലെറ്റ്സ് കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, C+O എന്നാണ് കാർബണൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അല്ലേ. ഇനി ഇവിടെ പ്രത്യേകത പറഞ്ഞില്ല, എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ C+O ഒരു ബോണ്ട് സിഗ്മ ബോണ്ട് മറ്റേ ബോണ്ട് പൈ ബോണ്ടുമാണ്. ഒരു ബോണ്ട് എന്താണ് സിഗ്മ ബോണ്ട്, മറ്റേ ബോണ്ട് പൈ ബോണ്ടുമാണ്. ഇനി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ C+O ഓക്സിജൻ എന്താണ്, മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ലേടാ? ആണ്. ആ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഓക്സിജൻ ഒരു വലിയ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ ബോണ്ടിനെ പൈ ബോണ്ട് ഭയങ്കര വീക്കാണ്, പൈ ബോണ്ട് വീക്കാണ് കമ്പയർ ടു സിഗ്മ ബോണ്ട്. സ്വാഭാവികമായിട്ടും ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവും. മീൻസ് ഇവിടെ ഇലക്ട്രോൺ നിങ്ങൾ പിടിച്ചു വലിക്കും ഓക്സിജൻ, ബിക്കോസ് ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പിടിവലി ഉണ്ടാവും, പിടിക്കുന്നുണ്ടാവും, ഒരു വലിവുണ്ടാവും. ബട്ട് ആ വലിവ്, അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആര് വരണം, ഒരു ന്യൂക്ലിയോഫൈൽ വരണം. ഓക്കെ, അപ്പം മക്കളെ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ അഡീഷൻ റിയാക്ഷൻ ആകുമ്പോഴാണ് ബോണ്ട് ബ്രേക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ന്യൂക്ലിയോഫിൽ അഡീഷൻ റിയാക്ഷൻ, ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താ ഇതിന്റെ കോൺസെപ്റ്റ്? മക്കളെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബോണ്ട് ബ്രേക്കിംഗ് ഇല്ല, ജസ്റ്റ് ഒരാളെ മാറ്റിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ലെറ്റ്സ് സേ ഇപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിനെ മാറ്റിയിട്ട് ആര് കയറിയിരിക്കും, ഒരു OH കയറിയിരിക്കും. അപ്പം ജസ്റ്റ് എന്താണ് അവിടെ ബോണ്ട് ബ്രേക്കിംഗ് ഇല്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഫുട്ബോൾ കളിക്കാറില്ലേ, ഫുട്ബോൾ കളിക്കുമ്പോൾ സംഭവിക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് നടക്കും, അതായത് ഇഞ്ചുറി പറ്റിക്കാൻ ആളെ മാറ്റിയിട്ട് വേറെ ആളെ നടക്കും, അത്രേ ഉള്ളൂ. അവിടെ എന്ത് സംഭവിക്കുന്നില്ല, വേറെ ആളെ എണ്ണത്തിനൊന്നും മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ മീൻസ് അവിടെ സ്ട്രക്ചറിൽ മാറ്റമൊന്നും വരുന്നില്ല. അതായത് സംഭവത്തിലുള്ള ഒരാളെ മാറ്റി വേറെ കേട്ടുന്നു, ബോണ്ട് ബ്രേക്കിങ്ങോ ബോണ്ട് മേക്കിങ്ങോ ഒന്നും അവിടെ നടക്കുന്നില്ല. പക്ഷേ അഡീഷൻ റിയാക്ഷൻ ആണെങ്കിൽ മക്കൾ എന്ത് സംഭവിക്കും, അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യുക, ഒരാളെ കയറ്റി വെക്കുക. മനസ്സിലാവുന്ന നിങ്ങൾ പറയുന്നത്, ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പം ആ ഒരു കോൺസെപ്റ്റ് കൃത്യം മനസ്സിലാക്കി, ഞാൻ കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കണം മക്കളെ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യില്ല. കാരണം എന്താ, ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ എന്ത് ചെയ്യും, ഇവിടെ ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ സോ നമുക്ക് നോക്കിക്കേ, എല്ലാവരും നോക്കിയേ, C+O എന്നല്ലേടാ, നോക്കി ഇയാൾ മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വലിവുണ്ടാകും, സ്വാഭാവികമായിട്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഈ ബോണ്ട് മെല്ലെ ഒന്ന് ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇയാൾക്ക് ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും, ഇയാൾക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം അതിന്റെ റീസൺ എന്താ, ബിക്കോസ് ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ്, പൈ ബോണ്ട് വീക്കുമാണ്. പൈ ബോണ്ട് വീക്ക് ആയതുകൊണ്ട് നടക്കാൻ കാരണം സിഗ്മ ബോണ്ട് അല്ല ബ്രേക്ക് ചെയ്യുന്നത്, പൈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ മക്കളെ ഇവിടെ പോസിറ്റീവ് ചാർജിലേക്ക് ഒരാൾ വരും, ആ വരുന്ന ആളാണ് ആര്, ആ വരുന്ന ആളാണ് ആര്, ഈ പോസിറ്റീവ് ചാർജിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഒരാൾ ഓടി വരും. ആ ഓടി വരുന്ന ആളാരാണ്, ദാറ്റ് ഇസ് ന്യൂക്ലിയോഫൈൽ. മക്കൾ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താടാ, ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്നവൻ. ന്യൂക്ലിയസ് പറഞ്ഞ പോസിറ്റീവ് ചാർജ് ഇഷ്ടപ്പെടുന്നവനാണ് ആര്, ന്യൂക്ലിയോഫൈൽ. അപ്പോൾ അവന്റെ ചാർജ് എന്തായിരിക്കും, അവന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, അവന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അല്ല ന്യൂട്രൽ ആയിരിക്കും. എനിവേ, അപ്പോൾ പൊതുവേ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജിൽ ആകർഷിക്കുന്നവനായിരിക്കും, അവൻ ലോൺ പെയർ ഉള്ളവനായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ചാർജ് ഉള്ളവനായിരിക്കാം. എനിവേ എന്താവട്ടെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം പോസിറ്റീവ് ചാർജ് ഇഷ്ടപ്പെടുന്നതിനാണ് ന്യൂക്ലിയോഫൈൽ. അവൻ എങ്ങോട്ട് വരുന്നു, പോസിറ്റീവ് ചാർജിലേക്ക് ഓടി വരുന്നു. അങ്ങനെ ന്യൂക്ലിയോഫൈലിന്റെ പ്രസൻസ് കൊണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്ത റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് മക്കളെ ന്യൂക്ലിയോഫൈൽ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഡബിൾ ബോണ്ടിനെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് റിയാക്ഷൻ മക്കളെ, അത് അഡീഷൻ റിയാക്ഷനാണ്. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിലും അത് ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയോഫൈൽ അഡീഷൻ റിയാക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? റെഡിയല്ലേ, പക്കയല്ലേ, കോൺസെപ്റ്റ് റെഡി ആക്കി വെക്കണേ. ഇത് പലർക്കും പല ബേസിക് ഐഡിയ അറിയത്തില്ല, അതാണ് പ്രശ്നം. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ കാർബണൈൽ കോമ്പൗണ്ട്സിൽ മക്കൾ നിങ്ങൾ ആലോചിച്ചു, കാർബണൈൽ കോമ്പൗണ്ടിൽ മൊത്തം എന്തായിരിക്കും ഉണ്ടാവുക, കാർബണൈൽ കോമ്പൗണ്ട്സ് ഒക്കെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കുക. കാരണം എന്താ, കാർബണൈൽ കോമ്പൗണ്ട് C+O ബോണ്ട് ബ്രേക്ക് ചെയ്യും, ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സോ കാർബണൈൽ കോമ്പൗണ്ട്സിൽ എക്സ്ക്ലൂസീവ് നിങ്ങൾ എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഈസ് കാർബണൈൽ കോമ്പൗണ്ട് ഷോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നു, കാർബണൈൽ കോമ്പൗണ്ട് ഷോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ, ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. മനസ്സിലായ മക്കളെ? നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയല്ലേ? ഇനി ഞാനൊരു കോൺസെപ്റ്റും പറയട്ടെ നിങ്ങളോട്. ഒരു കോൺസെപ്റ്റ് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ്?
ആൽഡിഹൈഡ് ആണോ ഓർ കീറ്റോൺ മോർ റിയാക്റ്റീവ്? ഇത് കോൺസെപ്റ്റാണ്, അറിഞ്ഞിരുന്നത് നല്ലതാണ്. ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ്? ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് സജഷൻ പറഞ്ഞ് നിങ്ങളുടെ ഒരു ഗസ് പറഞ്ഞ് ഏതാണ്? കീറ്റോൺ ആണോ? കീറ്റോൺ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ കീറ്റോൺ അല്ല, ആൽഡിഹൈഡാണ്. എന്താ റീസൺ? എനിക്ക് റീസൺ മാത്രം മതി, എൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ഇത് നമുക്ക് പലയിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും ഈ കോൺസെപ്റ്റ്. മക്കളെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ. പിന്നെ റീസൺ എന്താ വെച്ചാൽ സിമ്പിളാണ്. നമ്മളിങ്ങനെ ആൽഡിഹൈഡ് ചെയ്താറുള്ളത്, ആൽഡിഹൈഡ് ലെറ്റ്സ് സേ ആൽഡിഹൈഡ് RCOH, കീറ്റോൺ എന്താ RCOR. ഓക്കെ, ഇതാണ് കീറ്റോൺ അല്ലേ? ഞാനിപ്പം ഇവിടെ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിരിക്കുന്ന ആൽഡിഹൈഡ് എന്താണ് ഒരു റിയാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവിക ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയർ അഡിഷൻ റിയാക്ഷൻ ഒക്കെ ആയിരിക്കില്ലേ? എനിവേ, അപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അവിടെ RCO- ഉണ്ടാവും, അതായത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെയും ഉണ്ടാവില്ലടാ. ഇനി മോർ റിയാക്റ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്ട്രക്ചർ സ്റ്റേബിൾ ആണെന്ന് നോക്കിയാൽ മതി. അപ്പം ഇവിടെ ഈ സ്ട്രക്ചറാണ്, ഏത് സ്ട്രക്ചറാണ് സ്റ്റേബിൾ ആ സ്ട്രക്ചർ ആയിരിക്കും മോർ റിയാക്റ്റീവ് അല്ലേടാ? നോക്കിക്കേ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരില്ലേ, ഇവിടെയും പോസിറ്റീവ് ചാർജ് വരില്ലേ? വരും. രണ്ടിടത്തും പോസിറ്റീവ് ചാർജ് വരും. ഇത് നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിക്കുക, ഇതിലേതാണ് മോർ റിയാക്റ്റീവ് ആവുക? കോമൺ സെൻസ് നിങ്ങൾ നോക്കിക്കേ, ഈ RK ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? +I ഗ്രൂപ്പ് അല്ലേടാ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് സ്വാഭാവികമായി എന്ത് ചെയ്യും? ഇവിടെ ഇലക്ട്രോൺ അങ്ങോട്ട് പുൾ ചെയ്യും. അപ്പം ഈ ഹൈഡ്രജൻ എന്തായാലും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഒന്നും അല്ല, അവനെന്തില്ല, അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിനെ പോലെ ഗ്രൂപ്പ് അല്ല, സ്വാഭാവികമായിട്ട് എന്തില്ല, ഇവിടുന്ന് ഇലക്ട്രോണെ കൊടുക്കാനില്ല. ഇനി കീറ്റോൺ ആണെങ്കിലോ ഇവിടുന്ന് ഇലക്ട്രോണെ കൊടുക്കും, ഇവിടുന്ന് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് കാർബൺ ആയിട്ട് ഈ പോസിറ്റീവ് ചാർജ് ഇല്ലേ, ഈ ആൽഡിഹൈഡിൽ ആൽക്കൈൽ ഒരു ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ കൊടുക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. പക്ഷേ കീറ്റോൺ ആണെങ്കിലും രണ്ട് ഭാഗത്ത് ഇലക്ട്രോൺ പുള്ളിങ് ഉണ്ടാകും, ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവിടെ കുറയും. പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? കുറയും ഇവിടെ. കാരണം നെഗറ്റീവ് ചാർജ് അല്ലേ വരുന്നത്, ഇലക്ട്രോൺ അല്ലേ വരുന്നത്. ഇവിടെ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് കമ്പയർ ടു കീറ്റോൺ എന്താണ്? കൂടുതലായിരിക്കും. ഇവിടെയും കുറയുന്നുണ്ടായിരിക്കും, പക്ഷേ കമ്പയർ ടു എന്താണ്? കീറ്റോൺ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും മക്കളെ? പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൂടും. അതായത് പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. ആ ചാർജ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. എവിടെ? കീറ്റോൺസിൽ. അപ്പോൾ അതിന് വേണ്ടി റിയാക്ടിവിറ്റി കുറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, പോസിറ്റീവ് ചാർജ് ഓൺ കാർബൺ ആറ്റം ഇൻക്രീസസ്, റിയാക്ടിവിറ്റി ഇൻക്രീസസ്. അതാണ് പോയിന്റ്. റിയാക്ടിവിറ്റി ഇൻക്രീസസ്, മനസ്സിലാവുന്നുണ്ടോ? പോസിറ്റീവ് ചാർജ് ഓൺ കാർബൺ ആറ്റം ഇൻക്രീസസ്, റിയാക്ടിവിറ്റി ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഇയാളാണ് എന്ത്? മോർ റിയാക്റ്റീവ്. ആൽഡിഹൈഡ് ആണ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. സെറ്റായി എന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ മക്കളെ? യെസ്. ഇനി ഇതാണ് ഒരു കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോൺസെപ്റ്റ് കിട്ടും. കാരണം കാർബൺ ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ റിയാക്ടിവിറ്റി കൂടുന്നു എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട്. അപ്പോൾ ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. അപ്പോൾ ഒരേ മോളിക്കുലർ മാസുള്ള ആൽഡിഹൈഡും കീറ്റോൺസ് ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? ഇനി പ്രിപ്പറേഷൻ്റെ കിടക്കാൻ പോകും. ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. പ്രിപ്പറേഷൻസ് ഓഫ് എന്താണ്? ആൽഡിഹൈഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ പ്രിപ്പറേഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ്. എല്ലാവരും കൂടെ ഇരിക്കണം മക്കളെ, ശ്രദ്ധ പോകരുത്. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ആര് പ്രിപ്പറേഷനാണ്? ആൽഡിഹൈഡ്സിൻ്റെ പ്രിപ്പറേഷനെ പറയാൻ പോകും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കോമൺ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് കുറച്ച് ഐഡിയ നിങ്ങൾക്ക് വേണം. അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അത് കേട്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രോ കാർബൺസ് അല്ലേ, ഹൈഡ്രോ കാർബൺസ്, അതായത് നമ്മൾ ആൽക്കൈൻസ്, ആൽക്കീൻസ്. ഈ ഹൈഡ്രോ കാർബൺസ് നമ്മൾ ഓക്സിഡേഷൻ വിധേയമാക്കി കഴിഞ്ഞാൽ എന്താ കിട്ടും മക്കളെ? നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾസ് കിട്ടും. എന്ത് കിട്ടും? ആൽക്കഹോൾസ് കിട്ടും. ഈ ആൽക്കഹോൾസിന് അഗെയിൻ ഞാൻ ഓക്സിഡേഷൻ വിധേയമായി എന്താ കിട്ടാം? എന്താ കിട്ടാം? യെസ്, ആൽഡിഹൈഡോ കീറ്റോണോ കിട്ടും. എന്താണ് അതിൻ്റെ കാരണം? അത് പ്രൈമറി ആൽക്കഹോളാണ് ആൽഡിഹൈഡും, സെക്കൻഡറി ആൽക്കഹോളാണ് കീറ്റോണാണ് കിട്ടുക. ഇനി ഞാൻ അഗെയിൻ ഇവന്മാരെ ഓക്സിഡേഷൻ വിധേയമാക്കി എനിക്ക് എന്താ കിട്ടുക? എനിക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടും. അഗെയിൻ ഓക്സിഡേഷൻ വിധേയമാക്കി എന്താ കിട്ടുക? എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ലെറ്റ്സ് ഞാൻ പറയുകയാണ് നിങ്ങളോട്, ഞാൻ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കുകയാണ്. സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. നിങ്ങൾ ഓൾറെഡി ആൽക്കഹോൾ പഠിപ്പിച്ച അല്ലെങ്കിൽ ക്ലാസ് കേട്ട ആൾക്കാർക്ക് അറിയാൻ മതിയാവും. സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും മക്കളെ? അസിഡിഫൈഡ് ആയിട്ടുള്ള KMnO4ഉം അതേപോലെ K2Cr2O7. ഇതൊക്കെ എന്താണ്? സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. അതേപോലെ വീക്കസ്റ്റ് സ്റ്റൈൽ ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ട്. ആരൊക്കെ പറയാൻ പറ്റും എനിക്ക് വീക്കസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റിനെ പറ്റി? ആരൊക്കെയാണത്? യെസ്, പിരിഡിനിയം ക്ലോറോക്രോമേറ്റുകൾ, PCC ഉണ്ട്, CrO3 ഉണ്ട്. ഇതൊക്കെ എന്താണ്? വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അല്ലേ?
അപ്പം ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൽക്കഹോൾസിനെ ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ ചാട്ടം, അതായത് 2 സ്റ്റെപ്പ് ചാടിയാലുള്ള ഇടത്തുള്ളൂ കാർബോക്സിക് ആസിഡ് എത്തുള്ളൂ. പക്ഷേ ആൽഡിഹൈഡും കീറ്റോണും നിൽക്കാതെ ഡയറക്റ്റ് ആയിട്ട് ആൽക്കഹോൾ എന്താക്കി മാറ്റും, കാർബോക്സിക് ആസിഡിലേക്ക് മാറ്റാൻ പറ്റും. ആർക്കും മക്കളെ? സ്ട്രോങ്ങസ്റ്റ് സ്റ്റൈൽ ഓക്സിഡൈസിങ് ഏജന്റിന്. സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പം സ്ട്രോങ് സ്റ്റൈൽ ആളോ ഉപയോഗിച്ചാൽ, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽക്കഹോൾസിന് ഡയറക്റ്റ് ആയിട്ട് എന്താക്കി പറ്റും, കാർബോക്സിക് ആസിഡ് മാറ്റാൻ പറ്റും. ഇനി നിങ്ങൾ വീക്കായിട്ടുള്ള ആളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ആൽക്കഹോൾ എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ, ആൽഡിഹൈഡ് കീറ്റോൺ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. എന്താക്കാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാർബോക്സിക് ആസിഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് ആൽഡിഹൈഡ് കീറ്റോണേ കിട്ടത്തുള്ളൂ. ഇത് ഞാൻ പറയാൻ റീസൺ എന്താ വെച്ചാൽ, ചിലപ്പോൾ ചോദ്യ പേപ്പറിനകത്ത് മക്കളെ ചിലപ്പോൾ ഇങ്ങനെ വരികയെന്ന് വിചാരിക്കും. ലെറ്റ്സ് സേ ഞാൻ കാണിക്കുകയാണ്, ഇപ്പം ഒരു ആൽക്കഹോൾ തരുന്നു, ഒരു ഏതെങ്കിലും ആൽക്കഹോൾ ആയിരിക്കും, ROH ഏതെങ്കിലും ആൽക്കഹോൾ PCC എന്ന് കാണിക്കുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ A എന്ന് കൊടുക്കുന്നു, ഐഡൻറ്റിഫൈ A എന്ന് ചോദിക്കുന്നു. ഈ A ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ RCOH, അതേപോലെ ഓപ്ഷൻ B വേറെ എന്തെങ്കിലും കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ RCONH2 ഇങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ കൊടുക്കുന്നു. ദെൻ ഓപ്ഷൻ C RCHO ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, മനസ്സിലായി വെച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന PCC ആയതുകൊണ്ട് പിരിഡിൻ ക്ലോറോക്രോമേറ്റ് ആണ്. സോ ഇവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കാർബോക്സിക് ആസിഡ് ഡെറിവേറ്റീവ് ഒരു കൺവേർട്ട് ആക്കാൻ പറ്റത്തില്ല, ഒറ്റ ചാടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആൽക്കഹോൾ എന്തായിട്ട് മാറുള്ളൂ, ആൽഡിഹൈഡായിട്ട് മാറുള്ളൂ. ഡിപ്പെൻഡിങ് ഓൺ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ആണ് കീറ്റോൺസ്. അപ്പോൾ ആൽഡിഹൈഡോ കീറ്റോൺസോ ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. റെഡി ആണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ മക്കളെ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രിപ്പറേഷൻസ് കിടക്കാൻ പോവാണ്. ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നെയിം റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാം, ഓരോന്നും നോക്കാം. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻസ് ഹെഡിങ് കൊടുക്കുക. നിങ്ങൾ എൻ്റെ കൂടെ നോട്ട് ചെയ്ത് ലെക്ചർ നോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. പ്രിപ്പറേഷൻസ്. അപ്പം ഒന്നാമത് ഹെഡിങ് എന്ന് പറയുമ്പോൾ ബൈ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്, ആൽക്കഹോളിന് ഓക്സിഡൈസ് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് കിട്ടും. സോ ബൈ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ പറയുമ്പോൾ ഒരു ഹെഡിങ് ആയിട്ട് ഓർഡറിൽ പോകാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. സോ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ യെസ് എന്ത് കിട്ടും, ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീറ്റോൺസ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ആൽഡിഹൈഡും കീറ്റോണും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? യെസ്. ഇനി ഞാൻ അടുത്തൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത് ബൈ ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾ. ബൈ ഡീഹൈഡ്രോജിനേഷൻ ഓഫ് എന്താ മക്കളെ, ആൽക്കഹോൾ. എന്താണ് ഡീഹൈഡ്രോജിനേഷൻ എന്ന് പറയുന്നത്? എന്താ ഹൈഡ്രോജിനേഷൻ? ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പരിപാടി. എന്താ ഡീഹൈഡ്രോജിനേഷൻ? ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന പരിപാടി അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി എന്ത് സംഭവം, ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിഡക്ഷനാണ്. ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അത് ആക്ച്വലി അത് ഓക്സിഡേഷനാണ് അല്ലേടാ. അത് നമ്മൾ ഓൾറെഡി ആൽക്കഹോൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം സംഭവം സിമ്പിളാണ്. ഇവിടെ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ലെറ്റ്സ് സേ പ്രൈമറി ആൽക്കഹോൾ എന്ന് വിചാരിക്കും. ഇവനെ നമ്മൾ എന്ത് ചെയ്യണം, ഡീഹൈഡ്രോജിനേഷൻ വിധേയമാക്കാം. ഡീഹൈഡ്രോജിനേഷൻ എന്ന് വെച്ചാൽ ലിറ്ററലി സംഭവം എന്താടാ, അത് ആക്ച്വലി ഓക്സിഡേഷനാണ്. ഓക്കെ, അതായത് -H2O ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന പരിപാടി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആളാരാന്നറിയാം നിങ്ങൾക്ക്? ആരാണത്? പഠിച്ചതാണ് ഓൾറെഡി. ഏതാണ്? കോപ്പർ ഇൻ 573 കെൽവിൻ അല്ലേടാ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എന്ത് കിട്ടും, ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിലോ, സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ആണെങ്കിൽ നമുക്കുള്ള കിട്ടുക, യെസ് സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യെസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീറ്റോൺസ് കിട്ടും. കീറ്റോൺസ് ഇവിടെ എന്ത് കിട്ടുക, അവിടെ ആൽഡിഹൈഡ്, ഇവിടെ കീറ്റോൺസ്. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ടെർഷറി ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, കോപ്പർ 573 ഉപയോഗിച്ച് നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ആൽക്കീനെ കിട്ടും. എന്താ കിട്ടുക, ആൽക്കീൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കിട്ടുക, ടെർഷറി ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ആൽക്കീനെ കിട്ടുക. ആൽഡിഹൈഡ് കീറ്റോൺ ഒന്നും കിട്ടത്തില്ല. ഇത് വാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, ഇവിടെ ഡീഹൈഡ്രോജനേഷൻ ആണെങ്കിൽ ഈ ടെർഷറി ആൽക്കീൻ നടക്കുന്ന എന്താണ്, ഡീഹൈഡ്രേഷൻ ആണ്. വെള്ളമാണ് പുറത്തുവിടുക, ഡീഹൈഡ്രേഷൻ. ഓക്കെ അല്ലേ മക്കളെ? മറ്റേ ഡീഹൈഡ്രോജനേഷൻ ആണെങ്കിൽ ടെർഷറി ആൽക്കഹോളിൽ ഡീഹൈഡ്രേഷൻ ആണ് നടക്കുന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തിലേക്ക് പോവാം. അടുത്ത ഹെഡിങ് എന്താണ്, മൂന്നാമത്തെ പ്രിപ്പറേഷൻ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. മൂന്നാമത് നമുക്ക് ഇങ്ങനെ ആൽക്കഹോൾ ഉണ്ടാക്കാം, അല്ലെ ആൽഡിഹൈഡ് ഉണ്ടാക്കി കീറ്റോൺസ് ഉണ്ടാക്കാം എന്ന് പറയാൻ പോകുന്നത്. അതിന് ഹെഡിങ് ആണ് ബൈ ഓസോണോളിസിസ്. കുറേ കേട്ടിട്ടുണ്ടാവില്ല ഓസോണോളിസിസ്. യെസ്, വളരെ രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആണ് സാധനം ഓസോണോളിസിസ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ നമ്മൾ ആ ഒരു ബിഎഡൊക്കെ ഉണ്ടാക്കി എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് തരാം. പക്ഷേ നീറ്റ് എക്സാമിന് നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല, പ്രൊഡക്റ്റ് അങ്ങ് എഴുതിയാൽ മതി, കണ്ണും പൂട്ടി എഴുതാൻ പറ്റും. സോ ബൈ ഓസോണോളിസിസ് ഓഫ് എന്താണ്, ആൽക്കീൻ. ബൈ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻസ്. അതെങ്ങനെ മക്കളെ എഴുതാം, സിമ്പിൾ കാണിച്ചു തരാം. CH2 ഡബിൾ ബോണ്ട് CH2 എന്താ, ആൽക്കീൻ അല്ലേടാ. ഏത് ആൽക്കീന, എത്തീൻ അല്ലേ? എത്തീനാണ്. ഇതെങ്ങനെയാണ് ഓസോണോളിസിസ്. ഓസോൺ എന്ന് പറയുന്നത് O3 ആണ്. O3 എങ്ങനെ ആഡ് ചെയ്യുന്നു, ഇതിനകത്ത് കുറേ റിയാജൻസ് ഒക്കെ, അത് നിങ്ങൾ നോക്കണ്ട. ഓസോണോളിസിസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ പ്രൊഡക്റ്റ് കിട്ടുക, സിമ്പിൾ. അറിയാത്ത പിള്ളേരുണ്ടെങ്കിൽ നോക്കിക്കോ, വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ. റെഡിയല്ലേ? ഓക്സിജൻ ആഡ് ചെയ്യാൻ പോവാണ്.
O3 ആഡ് ചെയ്ത് ഓസോൺ ആഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ ഒരു ഓക്സിജൻ ആഡ് ചെയ്യുക, ഇവിടെ ഒരു ഓക്സിജൻ ആഡ് ചെയ്യുക. ഈ ബോണ്ടങ്ങ് പൊട്ടിക്കാം. ഇവിടെ ഒരു ഓക്സിജൻ, അവിടെ ഒരു ഓക്സിജൻ. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി ഒന്ന് നോക്കിക്കേ, ഒന്ന് കണ്ണും പൂട്ടി നോക്കുക. കണ്ണും പൂട്ടിയല്ലേ, കണ്ണ് തുറന്ന് നോക്കുക. എന്താണ് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോൾ CH2O അല്ലേ? ഈ CH2 ആക്ച്വലി എന്താണ്? HCHO അല്ലേടാ, അല്ലേ? HCH എന്ന് പറയുന്ന ഫോർമാൽഡിഹൈഡ് അല്ലേ? അതിന് എത്ര ഫോർമാൽഡിഹൈഡ് കിട്ടി? ലെഫ്റ്റ് സൈഡിൽ ഒന്ന്, റൈറ്റ് സൈഡിൽ ഒന്ന്. സോ 2 ഫോർമാൽഡിഹൈഡ്, 2 HCHO, 2 മെത്തനാൽ ആണ് കിട്ടുന്നത്. മനസ്സിലാവുന്ന നിങ്ങൾക്ക്? യെസ്. അതേപോലെ നമുക്ക് ഓരോന്നും എഴുതാൻ പറ്റും. അടുത്ത ഒരു റിയാക്ഷൻ എഴുതി കാണിച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നാമത്തത്. അടുത്ത ഞാൻ കാണിച്ചു തരാം. CH3 CH3 ഡബിൾ ബോണ്ട് CH3 CH3. ഓക്കെ ഫൈൻ. ഇത് ഞാൻ ഓസോണൈസ് ചെയ്യുന്നു. എന്താ കിട്ടുക എനിക്ക്? സിമ്പിൾ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ അങ്ങ് പൊട്ടിക്കുക, എവിടെയാണ് ഡബിൾ ബോണ്ട് അവിടെ പൊട്ടിക്കുക. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഇനി കണ്ണൂർ നോക്കിക്കുക, എല്ലാവരും കണ്ണൂർ നോക്കിക്കുക. CH3 COCH3 അല്ലേ ഇത്? ഓക്കെ. അപ്പോൾ CH3 COCH3 എത്ര കിട്ടും? 2 കിട്ടും. അസറ്റോൺ കിട്ടും. റെഡി അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇതാണ് പരിപാടി. അപ്പോൾ ഏത് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അടുത്ത പ്രിപ്പറേഷൻ പോവാം. നെക്സ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നെക്സ്റ്റ് പ്രിപ്പറേഷൻ നാലാമത്തത് ബൈ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ്. ബൈ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ്. മക്കളെ എല്ലാ മക്കളും നോക്കിക്കേ. നമ്മൾ ഇതിന് മുമ്പ് ഈ എവിടെയെങ്കിലും ഹൈഡ്രേഷൻ ടേം കേട്ടിട്ടുണ്ടോ? ആസിഡ് ഹൈഡ്രേഷൻ കേട്ടിട്ടില്ല നിങ്ങൾ? അത് എവിടെയാ? അത് നമ്മൾ ആൽക്കഹോൾ പഠിച്ചു. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചാണെന്ത്? ആൽക്കീനിലേക്ക് നമ്മൾ വെള്ളത്തിനൊഴിക്കുന്നു. ഇതിന് പ്രോസസ് ഓഫ് ആസിഡ് അല്ലേ? ആസിഡ് കല ഹൈഡ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോളിനെ കിട്ടും. നമ്മൾ പറഞ്ഞതാണത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ബൈ ഹൈഡ്രേഷൻ ആൽക്കൈൻസ്, അതായത് ട്രിപ്പിൾ ബോണ്ട് ആൽക്കൈനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നത്? ആസിഡിൻ്റെ പ്രശ്നം എന്ത് ചെയ്യാണ്? വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടാൻ പോകുന്നതാണ് ഈ പറയുന്ന ആൽഡിഹൈഡും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ അങ്ങനെ ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് അണ്ടറിലാണ് നമ്മൾ ആൽക്കൈൻസിൻ്റെ ഹൈഡ്രേഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഹെഡിങ് കേൾക്കുമ്പോൾ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ് പറയുമ്പോൾ തന്നെ ഇതിന് മുമ്പ് നിങ്ങൾ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻസ് പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയത് ആൽക്കഹോൾ എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിക്കുന്നതിന് കൂടെ തന്നെ ഓർത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ കാണുന്ന ചെങ്ങയാണ് ആര്? ആൽക്കൈൻസ്. ഇതാണത് ആൽക്കൈൻ. ഈ ആൽക്കൈനിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? റിയാജൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആൽക്കൈനിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് മക്കളെ? ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അതായത് വാട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. ഈ വാട്ടർ ആഡ് ചെയ്ത് ഇതിൻ്റെ പ്രോസസ് ഓഫ് ആസിഡാണ്. ഈ ആസിഡ് എന്ന് പറയുമ്പോൾ H+ കൊടുത്താൽ മതി. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആരുമാവും? സൾഫ്യൂരിക് ആസിഡാണ് കൊടുക്കുക. സാധാരണ സൾഫ്യൂരിക് ആസിഡാണ് കൊടുക്കുക. അപ്പോൾ ആസിഡിൻ്റെ പ്രശ്നം നമ്മൾ ആരെ ആഡ് ചെയ്യാണ്? വാട്ടറിന് ആഡ് ചെയ്യാണ്. എന്തിനാണ് നമ്മൾ ആസിഡിൻ്റെ പ്രശ്നത്തിൽ വാട്ടറിന് ആഡ് ചെയ്യുന്നത്? ഈ H2O പൊട്ടിയിട്ട് പെട്ടെന്ന് H+ OH- ആവാൻ വേണ്ടിയിട്ടാണ്. റെഡിയല്ലേ മക്കളെ? ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു റിയാജൻ കൂടി ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മെർക്കുറിക് സൾഫേറ്റ് HgSO4 ഇതും കൂടി ഉണ്ടാകും. അപ്പോൾ ആൽക്കൈനിലേക്ക് H2SO4ഉം H2Oയും HgSO4 എല്ലാം കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ സംഭവിക്കാം? വളരെ സിമ്പിളാണ് മക്കളെ, വളരെ സിമ്പിളാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും വാട്ടർ പൊട്ടിയിട്ട് എന്തായി മാറും? H+ OH- ആയിട്ട് മാറുമല്ലോ. നോക്കണം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? നോക്കട്ടോ, എല്ലാവരും നോക്കൂ. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഏത് ബോണ്ട്? ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്തല്ലോ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എഴുതിക്കേ. ബോണ്ട് ബ്രേക്ക് ചെയ്ത ബാക്കി ആരുണ്ടാവുക? CH ഡബിൾ ബോണ്ട് CH. അപ്പോൾ ഒറ്റ ബോണ്ട് ഉണ്ടാവില്ല. ബാലൻസ് കംപ്ലീറ്റ് ചെയ്യണം. ബാലൻസിൻ്റെയും ഒരു ബാലൻസ് ഇവിടെ, ഒരു ബാലൻസ് ഇവിടെ. റെഡി അല്ലേ? ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി ആ ബാലൻസിൻ്റെ മുകളിൽ ആരൊക്കെ വരണം? ഇവിടെ ഒരു H+ ഒരു OH- ഉണ്ടാവില്ലേ? അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് അവിടെ ഈ പൊട്ടി ഭാഗത്ത് ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു H ഉം ഒരു OH എന്ത് ചെയ്യും? അവിടെയും ഇവിടെയും പോയിരിക്കും. അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു H, അത് എങ്ങനെയാലും കുഴപ്പമില്ല. കാരണം രണ്ട് ഭാഗത്ത് അറ്റാച്ച് സെയിം സ്ട്രക്ചറാണ്, മാറ്റം ഉണ്ടാവില്ല. സോ ഇവിടെ തൽക്കാലം H കൊടുക്കുന്നു, ഞാൻ ഇവിടെ തൽക്കാലം OH കൊടുക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനിയാണ് ശ്രദ്ധിച്ച് നോക്ക്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. ഒരു പ്രത്യേകത ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താ പ്രത്യേകത? മക്കൾ നോക്കിക്കേ. ഈ കാണുന്ന സാധനം എന്താണ്? നോക്കിക്കേ. ഇതെന്താണ്? ഡബിൾ ബോണ്ട് അല്ലേ? ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ടിനെ വിളിക്കുന്ന പേരെന്താ? ഡബിൾ ബോണ്ടിനെ വിളിക്കുന്ന പേര് ഈൻ എന്നാ പറയാം. ആൽക്കീൻ കേട്ടില്ലെങ്കിൽ ഈൻ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? നമ്മൾ റെപ്രസെൻ്റ് ഈൻ എന്നാ. സോ ഇത് ഈനാണ്. ഇതെന്താണ്? ഈനാണ്. ഇനി ഇതെന്താ മക്കളെ? OH ഗ്രൂപ്പ് അല്ലേ? OH നമ്മൾ എന്താ വിളിക്കുക? ഓൾ എന്നാ വിളിക്കുക. അപ്പോൾ ഇതെന്താ? ഈ ഒരു സ്ട്രക്ചർ വിളിക്കുന്ന ഇനോൾ എന്നാ പറയാം. എന്താ പറയുക? ഇനോൾ. ഒരു ഇനോൾ സ്ട്രക്ചറാണ്. എന്താണ്? ഇനോളാണ്. സോ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കീറ്റോ ഇനോൾ ടോട്ടോമർസ് എന്ന് പറയുന്ന സംഭവം പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് ഈനോൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അവിടെ കീറ്റോ എന്ന് പറയുന്ന ഒരു ഫോം കൂടി കാണിക്കാൻ സാധ്യതയുണ്ട്. അതിനെ വിളിക്കുന്നത് ടോട്ടോമറൈസേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. ടോട്ടോമറൈസേഷൻ ഒരു ഐസോമറാണ്. ടോട്ടോമറിസം എന്നൊക്കെ പറയും. അപ്പോൾ ടോട്ടോമറൈസേഷൻ നടന്നിട്ട് എന്ത് ചെയ്യും? ഈ ഈനോൾ ഫോം എന്തായിട്ട് മാറും? കീറ്റോ ഫോമായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ, അപ്പം ഇവിടെ എന്തെല്ലാം പോസിബിലിറ്റി ഉണ്ട്? കീറ്റോയിനും ടോട്ടോമേഴ്സിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ നോക്കിക്കേ, എല്ലാവരും നിങ്ങൾ നോക്കിക്കേ, ഇതാ കീറ്റോയിനും ടോട്ടോമേഴ്സുമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതാ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചേ കേട്ടോ, ഇപ്പം തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ടോട്ടോമേഴ്സ് നടക്കും, ടോട്ടോമറൈസേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ എന്താ പരിപാടി? എല്ലാവരും നോക്കുക. ഇതാ ഈ കാണുന്ന OH ഗ്രൂപ്പ് ഇല്ലടാ, ഈ OH ഗ്രൂപ്പ് ഇങ്ങോട്ട് ചാടും, ഇയാൾ ഇങ്ങോട്ട് ചാടും. OH ഗ്രൂപ്പിൽ ഈ H ഇങ്ങോട്ട് ചാടും, ഈ H എന്ത് ചെയ്യും? യെസ്, അതായത് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടും. ഈ ഡബിൾ ബോണ്ട് കളർ മാറ്റം മനസ്സിലാവാൻ വേണ്ടി കളർ മാറ്റിയേക്കാം. ലെറ്റ്സ് സേ ഓക്കെ, അപ്പോൾ ഈ H ഇങ്ങോട്ട് ചാടും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടും. സോ എന്ത് ചെയ്യും? ഈ H ഇങ്ങോട്ട് ചാടും. ഓക്കെ, അപ്പോൾ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവും മക്കളെ? അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെന്ത്? CH3CHO. ഈ കാണുന്ന ആളെ വിളിക്കുന്ന പേരാണ്, ഇതൊരു ആൽഡിഹൈഡ് അല്ലേ? ഇതൊരു ആൽഡിഹൈഡ് ആട്ടോ, ഇതൊരു ആൽഡിഹൈഡ് ആണ്. പക്ഷേ ഈ ഫോമിനെ വിളിക്കുന്ന പേരാണെന്ത്? കീറ്റോ ഫോം. അപ്പോൾ രണ്ട് ഫോം കിട്ടും നമുക്ക്. ഏതൊക്കെ ഫോമാണ് കിട്ടുക? ഒന്ന് കീറ്റോ ഫോം കിട്ടും, അതുപോലെ ഈനോൾ ഫോം കിട്ടും. ഈ ഐസോമറിനെ വിളിക്കുന്ന പേരാണ് കീറ്റോ ഇനോൾ ടോട്ടോമറസ്. ഐസോമറിനെ വിളിക്കുന്ന പേരാണ് കീറ്റോ ഇനോൾ ടോട്ടോമറസ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പം ഈനോൾ എന്തായി മാറും? കീറ്റോയി മാറും. ഈ കീറ്റോ ഫോമിൽ ഉണ്ടാകുന്ന എന്താണ്? ആൽഡിഹൈഡാണ്. സോ നമുക്ക് അങ്ങനെ ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ പറ്റും. സോ ബൈ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ് വഴി നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ആൽഡിഹൈഡ്സിനെ ഉണ്ടാക്കാൻ പറ്റും. അവിടെ വേണ്ട റിയേജൻസ് ഏതൊക്കെയാണ്? മെർക്കുറി സൾഫേറ്റ്, സൾഫ്യൂരിക് ആസിഡ്, വാട്ടർ. മനസ്സിലായി നിങ്ങൾക്ക്? റെഡിയല്ലേ മക്കൾ? റെഡിയല്ലേ? കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന നെയിം റിയാക്ഷനാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പറയാൻ പോകുന്ന നെയിം റിയാക്ഷൻ. ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ്, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പാട്ടൊക്കെ പാടി പഠിക്കാം. ഓക്കെ, ഓരോരുത്തരും എന്ത് ചെയ്യാം? റെഡി ആയിട്ടിരിക്കാം. നെയിം റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. നെയിം റിയാക്ഷൻ. ഓക്കെ, നെയിം റിയാക്ഷൻ ആണല്ലോ, സെറ്റ് അല്ലേ? യെസ്. ഇനി ഓരോ നെയിം റിയാക്ഷൻ, ആദ്യം ഞാൻ പറയുന്ന നെയിം റിയാക്ഷൻ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ റോസൻമോണ്ട് റിഡക്ഷൻ ആണ്. റോസൻമോണ്ട് റിഡക്ഷൻ. എല്ലാവരും ഓക്കെ അല്ലേടാ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സെറ്റ് അല്ലേ? യെസ്, റോസൻമോണ്ട് റിഡക്ഷൻ. അപ്പം ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നത് ഈ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ പറയുന്ന ആസിഡ്, അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആൽക്കഹോൾ ആൽഡിഹൈഡാവും, ആൽഡിഹൈഡ് കീറ്റോണാവും, അല്ല ആൽഡിഹൈഡ് കാർബോക്സിക് ആസിഡ് ഇങ്ങനെ ഓക്സൈസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെയും? കാർബോക്സിക് ആസിഡ് എന്തായി മാറും മക്കളെ? കാർബോക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്തായി മാറും? ആൽഡിഹൈഡ് ആവും, അല്ലെങ്കിൽ കീറ്റോൺ ആവും. ആൽഡിഹൈഡോ കീറ്റോൺ ആകും. അതെന്തായി മാറും? ആൽക്കഹോളായി മാറും. ഓക്കെ, അത് ആൽക്കഹോളായി മാറും. അപ്പോൾ ആൽഡിഹൈഡായി മാറും, അത് ആൽക്കഹോളായി മാറും. ഇങ്ങനെ പരിപാടി. അപ്പോൾ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആസിഡ് എന്തായി മാറും? ആൽഡിഹൈഡായി മാറും. ആൽഡിഹൈഡ് എന്തായി മാറും? എഗെയിൻ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ കീറ്റോണായി മാറും. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഞങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്തായി മാറും? ഡയറക്റ്റ് ആയിട്ട് ഈ ആസിഡ് എന്തായി മാറും? ആൽക്കഹോളായി മാറും. ഇനി അതേപോലെ വീക്കായിട്ടുള്ള ആളാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആൽഡിഹൈഡ് എന്തായി മാറും? ആൽക്കഹോളായി മാറും. ആസിഡ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആസിഡിനെ നിങ്ങൾക്ക് ആൽക്കഹോളാക്കി മാറ്റാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ആൾ, സോഡിയം ബോറോഹൈഡ്രേറ്റ് വീക്കായിട്ടുള്ളൊരു റെഡ്യൂസിങ് ഏജൻറ്റാണ് കമ്പയർ ടു വാട്ട്? ലിഥിയം അലൂമിനം ഹൈഡ്രേറ്റ്. സോ ലിഥിയം അലൂമിനം ഹൈഡ്രേറ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ്. അവൻ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? അവന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആസിഡിന് എന്താക്കി മാറ്റാൻ പറ്റും? ആസിഡും അതിൻ്റെ ഡെറിവേറ്റീവുകളായ എസ്റ്റർ, അമൈഡ് ഒക്കെ എന്താക്കാൻ പറ്റും? ആസിഡിന് നേരെ പോയിട്ട് ആൽക്കഹോളാക്കി മാറ്റാൻ പറ്റും. നേരെ നമ്മൾ സോഡിയം ബോറോഹൈഡ്രേറ്റ് ഉപയോഗിക്കണമെങ്കിൽ അത് പറ്റത്തില്ല. അവന് ആൽഡിഹൈഡ് എന്താക്കി മാറ്റാൻ പറ്റും? ആൽക്കഹോളാക്കാൻ പറ്റും. അല്ലാതെ ആസിഡിനെയും ആസിഡ് ഡെറിവേറ്റീവിനെയും അത് ആൽക്കഹോളാക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, എനിവേ ഈ കാര്യം ജസ്റ്റ് നിങ്ങൾ ഒരു മൈൻഡിലേക്ക് കൊടുത്തേ ഉള്ളൂ. ഇനി റോസൻമോണ്ട് റിഡക്ഷനിലേക്ക് കിടക്കാം. എന്താണ് റോസൻമോണ്ട് റിഡക്ഷൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോസൻമോണ്ട് റിഡക്ഷൻ ഞാൻ എന്ത് ചെയ്യും? ആദ്യം എഴുതി കാണിക്കാം, എന്നിട്ട് ആ പാട്ട് പാടി നിങ്ങൾ പഠിപ്പിക്കാം. സെറ്റല്ലേ? സെറ്റാണ്. ഇനി നോക്കി എല്ലാവരും കണ്ണും തുറന്ന് നോക്കാം. ഇതാ ഞാൻ എഴുതാൻ പോകുന്നത് ബെൻസോയിൽ ക്ലോറൈഡ് ആണ് എഴുതാൻ പോകുന്നത്. COCl. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ്. ജസ്റ്റ് ഒന്ന് എഴുതുക, ആദ്യം എഴുതിയിരിക്കുക. ഞാൻ പഠിപ്പിച്ചു തരാം, കൃത്യമായി പഠിപ്പിച്ചു തരാം. നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടും. റെഡി? ഓക്കെ അല്ലേ? ഇനി ഞാൻ റോസൻമോണ്ട് റിഡക്ഷൻ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം എന്താ? ഫ്രം അസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ് എന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം റോസൻമോണ്ട് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എവിടുന്ന നമ്മൾ ആൽഡിഹൈഡ് ഉണ്ടാക്കുന്നത്? ഫ്രം, ഒന്ന് ജസ്റ്റ് ബ്രാക്കറ്റ് ചെയ്ത് വെക്കുക, ഫ്രം അസൈൽ ക്ലോറൈഡ്. അസൈൽ എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡ് എന്നാണ്. അത് നിങ്ങൾ ഉണ്ടായിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ആസിഡ് ക്ലോറൈഡ് എന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നമ്മുടെ ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഞാൻ പാട്ട് പാടാൻ പോവാണ്. എങ്ങനെ പാട്ട് പാടാൻ പോകുന്നത്? ഇത് ഒരു മിനിറ്റ്, ഇതിൻ്റെ പേര് എഴുതി വെച്ചേക്ക്. ഇതെന്താണ്? ഈ കാണുന്ന സ്ട്രക്ചർ എന്താ? ബെൻസൈൽ ക്ലോറൈഡ് ആണ്. ബെൻസോണിൽ ക്ലോറൈഡ് അല്ലേ? ബെൻസോണൈൽ ക്ലോറൈഡ് ആണ്. ദെൻ നെക്സ്റ്റ് ഇതെന്താ മക്കളെ? ഇത് ബെൻസാൽഡിഹൈഡ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ ഞാൻ വിളിക്കാൻ പോകുന്ന പേരാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സിമ്പിൾ ഇന്ന് R എന്ന് റെപ്രസെൻറ്റ് ചെയ്യണേ. എന്ത് ചെയ്യാണ്? R എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഇയാൾ R എന്ന് കൊടുക്കുന്നു. ഈ ഒരു സ്ട്രക്ചറിനെ R എന്ന് കൊടുക്കുന്നു. കുഴപ്പമില്ല. എന്ത് R എന്ന് കൊടുക്കുന്നു. ആൻഡ് ഇതിന് ഞാൻ R എന്ന് കൊടുക്കുന്നു. ഈ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി അല്ലേ മക്കളെ? ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? R എന്ന് കൊടുക്കുന്നു. ഈ സ്ട്രക്ചർ ഇതും R ആണ്, ഇതും R ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഞാൻ അങ്ങനെ ഇത് R ആണല്ലോ. യെസ്. അപ്പം പാട്ട് ഇങ്ങനെ വരുന്നത് ശ്രദ്ധിച്ചിരിക്കുക. റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്, 6 കൊക്കള് റോസമ്മണ്ട്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്, 6 കൊച്ച് റോസമ്മണ്ട്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്. സിമ്പിൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. മീൻസ് പാട്ട് പോലെ. എനിക്ക് വലിയ പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ വലിയ സംഗീതകാരനാണെന്നല്ല. ജസ്റ്റ് നമ്മൾ ബാത്റൂം സിംഗറെ പോലെ ഇങ്ങനെ പാടുക, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ അത് ഒന്നുകൂടി എന്ത് ചെയ്യുക, അടുത്ത നെക്സ്റ്റ് പേജിൽ കാണിച്ചത് നിങ്ങൾക്ക് അതെന്താണെന്നുള്ള കാര്യം പാട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ചെറിയൊരു ഇഷ്യൂ. ഓക്കെ, നോക്കാം മക്കളെ, എല്ലാവരും നോക്കാം, എല്ലാവരും കണ്ണു തുറന്ന് നോക്കാം. ഞാൻ പാട്ടിലൂടെ കാണിച്ചത് നിങ്ങൾക്ക് റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ അത് ആദ്യം ചെയ്താൽ റോസമ്മണ്ട് റിയാക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. PD ബേരിയം സൾഫേറ്റ് ഉണ്ട് അവിടെ. PD ബേരിയം സൾഫേറ്റ്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്. 6 കൊക്കിൾ എന്ന് പറയുമ്പോൾ R ഗ്രൂപ്പ് ഇതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതാണ് R ഗ്രൂപ്പ്. കൊക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? COCl. കൊക്കിൾ കണ്ടോ? കൊക്കിൾ എന്ന് പറയുമ്പോൾ COCl ഞാൻ ഷോർട്ടായി പറയുന്നത് കൊക്കിൾ. ഓക്കെ അല്ലേ? അപ്പോൾ 6 കൊക്കിൾ റോസമ്മണ്ട് PD ബേരിയം. എന്താ ഉണ്ടാകാൻ പോകുന്നത്? 6 കൊച്ചി. കൊച്ചി എന്ന് പറയുമ്പോൾ എന്താണ്? RCOH, 6 കൊച്ചി. മനസ്സിലാവും നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? അപ്പം റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്, 6 കൊക്കിൾ റോസമ്മണ്ട്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്. റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? യെസ്. അപ്പം ഇവിടെ റിഡക്ഷൻ ആണല്ലോ. റിഡക്ഷൻ ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഹൈഡ്രജനും കൂടി ആഡ് ചെയ്തോളൂ. റോസമ്മണ്ട് റിഡക്ഷൻ അല്ലേ? യെസ്. അപ്പോൾ ഹൈഡ്രജൻ പലേഡിയം ബേരിയം സൾഫേറ്റ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തിട്ടും? ബെൻസൈൽ ക്ലോറൈഡ് ആണെങ്കിൽ ബെൻസൈൽ ക്ലോറൈഡ് ആണെങ്കിൽ ബെൻസൈൽ ക്ലോറൈഡ് ആണെങ്കിൽ എന്ത് കിട്ടും? എന്നിട്ടും ബെൻസാൾഡിഹൈഡ് കിട്ടും. ബെൻസാൾഡിഹൈഡ്. അപ്പോൾ ബെൻസിൽ ക്ലോറൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബെൻസാൾഡിഹൈഡ് കിട്ടും അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ആസിഡ് ക്ലോറൈഡ് ആയിട്ടുള്ള ഒരു ബെൻസൈൽ ക്ലോറൈഡ് നമ്മൾ എടുക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ നടത്തുന്നു ബൈ യൂസിങ് പലേഡിയം ബേരിയം സൾഫേറ്റ്. നമുക്ക് എന്ത് കിട്ടുന്നു? ബെൻസാൾഡിഹൈഡ് കിട്ടുന്നു. സിമ്പിൾ. എന്താ പഠിക്കേണ്ടത് നിങ്ങൾ? റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്, 6 കൊക്കിൾ റോസമ്മണ്ട്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്, 6 കൊച്ച് റോസമ്മണ്ട്, റോസമ്മണ്ട് PD ബേരിയം സൾഫേറ്റ്. സിമ്പിൾ. നിങ്ങളിങ്ങനെ പറഞ്ഞ് പാട്ടായിട്ട് വേണമെന്നില്ല, ഇങ്ങനെ പറഞ്ഞു പഠിച്ചാലും മതി. സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പം ഒന്നിന് പറഞ്ഞേ, ഇതാണ് റോസമ്മണ്ട് റിഡക്ഷൻ എന്ന് പറയുന്നത്. റോസമ്മണ്ട് റിഡക്ഷൻ ആയതുകൊണ്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. PD ബേരിയം സൾഫേറ്റ് ഉണ്ട്. 6 കൊക്കിൾ എന്തായി മാറുന്നു? 6 കൊച്ചായിട്ട് മാറുന്നു. 6 കൊച്ച് എന്ന് പറയുന്നത് നമുക്ക് ആൽഡിഹൈഡ് ആണ്, COH ആണ്. റെഡി? ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഞാനിവിടെ ഇത് ആസിഡ് ഡെറിവേറ്റീവ് അല്ലേ? ആസിഡ് ക്ലോറൈഡ് അല്ലടാ, അസൈൽ ക്ലോറൈഡ് ആസിഡ് ഡെറിവേറ്റീവ് അല്ലേ? ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു ആസിഡ് ക്ലോറൈഡുകൾ, ആസിഡ് ഡെറിവേറ്റീവുകളെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടാം? ആൽഡിഹൈഡാ കിട്ടാം. ഓർക്കുന്നുണ്ടോ? ആസിഡ് ഡെറിവേറ്റീവ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് ആൽഡിഹൈഡ് കിട്ടാം. അപ്പോൾ സിമ്പിൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ തന്നെ റിഡക്ഷൻ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആൽഡിഹൈഡ് കിട്ടും. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? റിങ്ങിൻ്റെ മുകളിൽ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ റിങ്ങിൻ്റെ മുകളിൽ ഒരു കാർബണിൽ ആൽഡിഹൈഡ് കിട്ടും. സിമ്പിൾ കാര്യം, അത്രയേ ഉള്ളൂ. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ കോമൺ സെൻസ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇവിടെ ബേരിയം സൾഫേറ്റ് പലേഡിയത്തിനും കൂടെ ആഡ് ചെയ്തത്? ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിരുന്നു ഹൈഡ്രജൻ പാർ നിക്കൽ, ഹൈഡ്രജൻ പാർ പലേഡിയം, ഹൈഡ്രജൻ പാർ പാച്ചിനും, നീ പോടാ പട്ടി എന്നൊക്കെ കോടെ പഠിപ്പിച്ചിരുന്നു. അവിടെ സംഭവം എന്താണ്? ഇതൊക്കെ റെഡ്യൂസിങ് ഏജൻസാണ്, റിഡക്ഷൻ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ പലേഡിയത്തിന് കൂടെ എന്തിനാണ് ഇതിനെ ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്തത്? വൈ? അപ്പോൾ അതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നമുക്കിവിടെ ആൽഡിഹൈഡ് മതി. എന്ത് വേണ്ട? ആൽക്കഹോൾ വേണ്ട. എന്ത് വേണ്ട? ആൽക്കഹോൾ വേണ്ട. അപ്പോൾ ആൽഡിഹൈഡ് റിയാക്ഷൻ നിർക്കണം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് വേണ്ട കറക്റ്റ് ബെൻസാൾഡിഹൈഡാണ് വേണ്ടത്. ബെൻസൈൽ ക്ലോറൈഡ് എന്താണ്? ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കണം. അപ്പോൾ ബെൻസൈൽ ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്യണം? ബെൻസാൾഡിഹൈഡ് ആകുമ്പോൾ നിർത്തണം. അവിടെ പിന്നെ എന്താകാൻ പാടില്ല? അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കഹോൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പോയിസൺ ആയിട്ടാണ് ഇവിടെ ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്യുന്നത്. ഒരു പോയിസൺ ആയിട്ടാണ് ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റിയാക്ഷൻ സ്റ്റോപ്പ് ആക്കണം. അത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലാവുന്നുണ്ട് മക്കളെ? യെസ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾ അടുത്ത റിയാക്ഷൻ വരുന്നത്. അടുത്ത റിയാക്ഷൻ്റെ പേരെന്താ? സ്റ്റീഫൻസ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഓരോന്നും എന്തെയും കൃത്യമായിട്ട് നിങ്ങൾ പഠിപ്പിച്ചു തരും. ഒരു ടെൻഷനും വേണ്ട. സ്റ്റീഫൻസ് റിയാക്ഷനാണ് പറയാൻ പോകുന്നത്. സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രം നൈട്രൈൽസ് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്? ആൽഡിഹൈഡ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രം നൈട്രൈൽസ് സ്റ്റീഫൻസ് റിയാക്ഷനാണ് പറയാൻ പോകുന്നത്. റെഡി അല്ലേ മക്കളെ? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? നൈട്രലിന് ആദ്യം എഴുതാം. ഇതാണ് നൈട്രൽ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം റിയാക്ഷൻ അങ്ങ് എഴുതാം. എന്നിട്ട് പാട്ട് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം? ഒന്നുകൂടിയും പാട്ടിലൂടെ എന്ത് ചെയ്യാം? റിയാക്ഷൻ പഠിപ്പിക്കാം. ഞാൻ എന്ത് ചെയ്യാണ്? SnCl2 അതുപോലെ തന്നെ HCl ആഡ് ചെയ്യുന്നു.
എന്ത് കിട്ടുന്നു നിങ്ങൾക്ക്? ഒരു ഇമൈൻ കിട്ടുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ബട്ട് കൃത്യമായി ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഒരു ഇമൈൻ കിട്ടുന്നു. ദെൻ ആ ഇമൈൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഹൈഡ്രോളിസിസ് ചെയ്യുന്നു. ഹൈഡ്രോളിസിസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? നിങ്ങൾക്ക് സ്റ്റെപ്പ് അവസാനം ഞാൻ മെക്കാനിസം കാണിച്ചത്. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ ഒരു സാധനം ഒറ്റ റിയാക്ഷനാക്കി എഴുതിയേക്കാം. എന്നിട്ട് ഞാൻ മെക്കാനിസം വെച്ച് കാണിച്ചത്. ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ആൽഡിഹൈഡിനെ കിട്ടുന്നു, കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്. ഇതാണ് റിയാക്ഷൻ, സ്റ്റീഫൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് പിന്നെ നിങ്ങൾ നൈട്രൽ എടുക്കുന്നു, നൈട്രലിലേക്ക് SnCl2/HCl ആഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് കിട്ടും. ഇതാണ് സംഭവം. ഓരോ ഡീറ്റെയിൽ മെക്കാനിസവും അതെല്ലാം ഞാൻ പാട്ടിലൂടെ പഠിപ്പിക്കാൻ പോകണം. എല്ലാവരും ഓക്കെ ആണെങ്കിൽ പറ. എല്ലാവരും ഓക്കെ ആണ്? എൻ്റെ കൂടെ ഇല്ലേ? യെസ്. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്തിനാണ് SnCl2/HCl എടുത്തത്? അത് ഒരു മിനിറ്റ്, ഞാൻ ആദ്യം പാട്ടിലൂടെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നത് നിങ്ങൾ അങ്ങോട്ട് എത്തിക്കാം. എന്നിട്ട് മെക്കാനിസം പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പോൾ പാട്ട് പറയാൻ പോകണം. ഞാൻ എന്താ പാട്ടിലൂടെ നിങ്ങൾക്ക് ആ റിയാക്ഷൻ മൊത്തം എഴുതാൻ പോകണം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് മെയിൻ റിയാക്ഷൻ. അതിൻ്റെ ഓരോ റിയാക്ഷൻ ഞാൻ കാണിക്കാൻ പോവാണ്. എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? സ്റ്റീഫൻസ് റിയാക്ഷൻ ബാർ RCN SnCl2/HCl ഇമീൻ ഫോം ചെയ്താൽ പിന്നെ ഹൈഡ്രോളിസിസ് ചെയ്യണം വേണം. കിട്ടിയല്ലോ ആൽഡിഹൈഡ്. അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് കാണിച്ചു തരാം. നോക്കിയാൽ മക്കളെ എല്ലാവരും നോക്കിയാൽ സ്റ്റീഫൻസ് റിയാക്ഷൻ ബാർ RCN. അപ്പോൾ RCN അങ്ങ് എഴുതാം. RCN SnCl2 എഴുതിക്കോ. SnCl2/HCl. SnCl2/HCl ആഡ് ചെയ്യുന്നു. ദെൻ ഇമീൻ ഫോം ചെയ്താൽ പിന്നെ അപ്പോൾ എന്താ ഫോം ചെയ്യുന്നത്? ഇമീൻ ഫോം ചെയ്യും. ഇമീൻ എങ്ങനെ ഉണ്ടാവുക? RCH_NH. ഇതാണ് ഇമൈൻ. ഇമൈൻ ഫോം ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? ഹൈഡ്രോളിസിസ് ചെയ്യണം. വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. H+H++ ഹൈഡ്രോളിസിസ്. അപ്പോൾ ഹൈഡ്രോളിസിസ് ചെയ്താൽ പിന്നെ അപ്പോൾ നോക്കിയേ, സ്റ്റീഫൻസ് റിയാക്ഷൻ ബാർ RCN SnCl2/HCl ഇമീൻ ഫോം ചെയ്താൽ പിന്നെ ഹൈഡ്രോളിസിസ് ചെയ്യണം വേണം. കിട്ടിയല്ലോ ആൽഡിഹൈഡ്. കണ്ടോ? ആൽഡിഹൈഡ് കിട്ടി. ഇതാണ് പരിപാടി. കണ്ടോ? അത്രയൊരു സംഭവം വളരെ സിമ്പിളായ കാര്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാ സാധനവും ഇതിനകത്തുള്ള എല്ലാ റിയാജൻസും കാര്യമൊക്കെ കിട്ടി. അത് ആദ്യം നമ്മളെന്തെടുത്തു മക്കളെ? RCN എടുത്തു, അത് നൈട്രജൻ എടുത്തു, SnCl2/HCl ആഡ് ചെയ്തു, ഇമീൻ ഫോം ചെയ്തു, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു, ആൽഡിഹൈഡ് കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. എല്ലാ റിയാജൻസും കിട്ടി, എല്ലാ കാര്യവും കിട്ടി. ഇനി എൻ്റെ മെക്കാനിസമാണ് പറയാൻ പോകുന്നത്. മെക്കാനിസം മെക്കാനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, SnCl2/HCl എന്തിനാണ് ആഡ് ചെയ്തത്? അത് വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. നിങ്ങൾ NCERT വായിച്ചാൽ മാത്രം മനസ്സിലായ കോൺസെപ്റ്റ്. അതായത് നമ്മളിവിടെ SnCl2/HCl എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കുഞ്ഞുനാളെ പഠിക്കുന്ന കാര്യമായിരിക്കും. ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് എന്ത് റിലീസ് ചെയ്യും? ഹൈഡ്രജൻ റിലീസ് ചെയ്യും. നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ നൈട്രൽസ് ഒക്കെ പറയുന്ന സാധനം കോമൺ സെൻസ് ആയിരിക്കും. നൈട്രൽസ് എന്താ? ഈ നൈട്രൽസ് എന്ന് പറയുന്ന സയനൈഡ് ഒക്കെ എന്താണ്? മീൻസ് RCN ഒക്കെ എന്താണ് സാധനം? അതൊക്കെ ആസിഡ് ഡെറിവേറ്റീവ്സാണ്. ആസിഡ് ഡെറിവേറ്റീവ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവന്മാരൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല. മീൻസ് ഈ നൈട്രൈൽസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്താൽ മതി? നൈട്രൈലുകളെയും എസ്റ്ററുകളെയും ഒക്കെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് കിട്ടാം. കാരണം എന്താ? ഈ ഡബിൾ ബോണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഡബിൾ ബോണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ നൈട്രൈൽസിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന നൈട്രൈൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന ആൽഡിഹൈഡ് കിട്ടും. കാരണം എന്താ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, അവിടെ ഓക്സിജൻ കയറ്റി കൊടുത്താൽ പോരെ. സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും മക്കളെ? നമുക്ക് ആൽഡിഹൈഡിനെ കിട്ടും. അതെങ്ങനെ കാണിച്ചില്ല ഞാൻ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് ഒരു ഹൈഡ്രജൻ റെഡ്യൂസ് ചെയ്യുന്ന ആൾ വേണം, റെഡ്യൂസിങ് ഏജന്റ് വേണം. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ SnCl2/HCl എന്ന് പറയുമ്പോൾ ഒരു ടിൻ ക്ലോറിൻ എന്നൊരു മെറ്റലാണ്. ആ മെറ്റൽ HCl എന്ന് പറയുന്ന ആസിഡുമായി റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തുണ്ടാവും മക്കളെ? സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. ഈ ഹൈഡ്രജൻ നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും? റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? റിഡക്ഷൻ സഹായിക്കും. ഇത് മെക്കാനിസമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, മെക്കാനിസം. അപ്പോൾ എന്ത് ചെയ്യും? റിഡക്ഷൻ സഹായിക്കുമ്പോൾ റിഡക്ഷൻ നടത്തും. ഓക്കെ അല്ലേ? അപ്പം എന്ത് ഫോം ചെയ്യും? ഈ ബോണ്ടങ്ങ് ബ്രേക്ക് ചെയ്യും. ഞാൻ കൃത്യമായിട്ട് കാണിച്ചത് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. ഈ ബോണ്ടങ്ങ് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്തല്ലോ. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യിലേക്ക് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പോൾ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇവിടെ പോയി ആഡ് ചെയ്യും. ഒരു ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യും. ഒരു ഹൈഡ്രജൻ ഇവിടെയും ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? RCH_NH എന്ന് കിട്ടും. പിന്നെ മെക്കാനിസമാണ് പറയുന്നത്. അറിഞ്ഞാൽ നല്ലതാണ്. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? H++ ആഡ് ചെയ്യാൻ പോവാണ്, വാട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. സോ H+ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ആഡ് ചെയ്യുന്നു. മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 2 ബോണ്ടില്ല മക്കളെ, 2 ബോണ്ടുണ്ട്. സോ 2 ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണം. 2 ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 H+, 2 OH- ആഡ് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിക്കുക, 2 H+, 2 OH- ആഡ് ചെയ്യുന്ന ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ആക്ച്വലി ഇവിടെ കാണിക്കാൻ പോകുന്നത് നോക്കണം മക്കൾ, എല്ലാവരും ശ്രദ്ധിക്കണേ. എല്ലാവരും ശ്രദ്ധിക്കുക. കളർ മാറ്റി കൊടുക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇവിടെ 2 H+, 2 OH- ആഡ് ചെയ്യുന്നു. ഇവിടെ 2 H+ ആഡ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് 2 ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, അഗൈൻ ഒരു ബോണ്ട് കൊണ്ട് ബ്രേക്ക് ചെയ്യും.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമുക്ക് എന്ത് കിട്ടും? എന്ത് ചെയ്യും? അടുത്തൊരു പേജിൽ ഇത് കാണിച്ചു തരാം. നെക്സ്റ്റ് പേജ് കാണിക്കാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. സോ നെക്സ്റ്റ് പേജ് കാണിക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ശ്രദ്ധിക്കണേ. അതായത് നമുക്ക് എന്ത് കിട്ടും മക്കളെ? യെസ്, നമുക്ക് ആർ സി എച്ച് അതേപോലെ തന്നെ സ്ട്രക്ചർ എന്തായിരുന്നു നോക്കിക്കേ, RCH ഡബിൾ ബോണ്ട് NH അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് OH വരുമ്പോൾ RCH OH എന്ന് വരും, അതേപോലെ NH3 എന്ന് വരും. ഇപ്പോൾ ഞാൻ കാണിക്കാം. RCH OH രണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, RCH OH എന്ന് വരും, അതേപോലെ തന്നെ NH3 എന്നും വരും. NH3 എന്ന് വരും കേട്ടോ മക്കളെ. NH ഇവിടെ ഒരു H അല്ലേ, ഇങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ അടയുള്ള ബോണ്ട് എന്ത് ചെയ്യും? നമുക്ക് ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും, മൊത്തം ബ്രേക്ക് ചെയ്താൽ സ്പ്ലിറ്റ് ആയി മാറും. അപ്പോൾ നമുക്ക് NH3 എന്നുള്ള സാധനം വേറെ സെപ്പറേറ്റ് കിട്ടും. NH3 ആണല്ലോ, അപ്പോൾ സെപ്പറേറ്റ് NH3 നീ പുറത്തോട്ട് പോകും. ഇത് NH3 അമോണിയായിട്ട് പുറത്തോട്ട് പോകും. ബാക്കിയുള്ള ആളാരാ? ഇതാണ് ബാക്കിയുള്ള സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ എന്ത് ചെയ്യും മക്കളെ? നിങ്ങൾ ആലോചിക്കുക, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ രണ്ട് OH ഗ്രൂപ്പുകളുണ്ട്. എന്താണ്? അത് അൺസ്റ്റേബിൾ ആണ്. സോ അൺസ്റ്റേബിൾ ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കുകയെ, ആ ഒരു കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ഭയങ്കര സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ രണ്ട് OH ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും? വാട്ടറായിട്ട് പുറത്തോട്ട് പോകാൻ ശ്രമിക്കും. വാട്ടറായിട്ട് നോക്കിയ മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കണേ, അവരെന്ത് ചെയ്യും? വാട്ടറായിട്ട് പുറത്തോട്ട് പോകും. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, ഈ പോയിന്റ് ശ്രദ്ധിച്ചിരിക്കുക, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് രണ്ട് OH ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ആണ്, അവരെന്ത് ചെയ്യും? വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യും. സോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വെള്ളമായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ -H2O ഇതൊക്കെ മെക്കാനിസമാണ് മക്കളെ. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ബട്ട് അറിഞ്ഞാൽ അത്ര നല്ലതാണ്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് ബാക്കി വരുന്ന ആളാണ് RCHO. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. സോ നോക്കി എല്ലാവരും നോക്കിയാൽ മൊത്തം നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഒന്ന് കണ്ണോടിച്ച് പോകാം. മെക്കാനിസം ഇതാണ് മെക്കാനിസം എന്ന് പറയുന്നത്. സിമ്പിൾ ഒന്നുകൂടി പറയാം, മെക്കാനിസം ഒന്നുകൂടി പറയാം, സിമ്പിളാണ്. അതായത് മക്കൾ ആദ്യം സംഭവിച്ചത് RCN എന്ന് പറയുന്നത് എന്താണ്? ഒരു നൈട്രൽ ഗ്രൂപ്പാണ്, സയനൈഡ് ഗ്രൂപ്പാണ്. അപ്പോൾ RCNലേക്ക് SnCl2/HCl ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? റിഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. SnCl2/HCl എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ടാവും, ഹൈഡ്രജൻ റിലീസ് ചെയ്യും. ഹൈഡ്രജൻ പോയിട്ട് എന്ത് ചെയ്യും? ട്രിപ്പ് 3 ബോണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? H പോയിട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? ഇമൈൻ കിട്ടുന്നു. ഇമൈൻ എന്ന് പറയുന്നത് മക്കളെ, ഇമൈൻ എന്ന് പറഞ്ഞാൽ മക്കൾ ഒന്നുമില്ലടാ. ഇമൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതറിയാതെ ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയാൽ ഇമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമൈൻ എന്ന് പറയുന്നത് എന്താണ്? CHNH. അതായത് അവിടെ ഇത് കാണിക്കുന്നത് എനിക്ക് ഇമൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, ഇമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് C ഡബിൾ ബോണ്ട് NH, ഈ ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് ഇമൈൻ എന്ന് പറയുന്നത്. C ഡബിൾ ബോണ്ട് NH എന്ന് പറഞ്ഞാണ് ഇമൈൻ എന്ന് പറയുന്നത്. C ഡബിൾ ബോണ്ട് NH ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് ഇമൈൻ എന്ന് പറയും. ഇമൈൻ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ R ഗ്രൂപ്പ് വന്നു, H ഗ്രൂപ്പ് വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ C ഡബിൾ ബോണ്ട് NH ഗ്രൂപ്പ് ആണെങ്കിൽ അത് ഇമൈൻ ആണ്. അപ്പോൾ ഇമൈൻ ഗ്രൂപ്പ് വന്നു, ഇമൈൻ ഫോം ചെയ്യും. ഇമൈനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു മക്കളെ? നമ്മൾ വെള്ളത്തിന് ആഡ് ചെയ്യുന്നു, അതായത് H+ പ്രസൻസിൽ വെള്ളത്തിന് ഹൈഡ്രോളിസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഡബിൾ ബോണ്ട് അവിടെ ഉണ്ടല്ലോ, RCH രണ്ട് ഡബിൾ ബോണ്ട് ഇല്ലേ? രണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ രണ്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. രണ്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ രണ്ട് H+ രണ്ട് OH കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് കിട്ടും മക്കളെ? നോക്കിയേ, നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അമോണിയയും കിട്ടും, അതേപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറും കിട്ടും. അമോണിയ എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. ബാക്കിയുള്ള സ്ട്രക്ചറിൽ രണ്ട് OH ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് അൺസ്റ്റേബിൾ ആണ്. സോ അത് വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. റെഡി അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് പറഞ്ഞു നോക്കാം. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാട്ടിലൂടെ ഒന്ന് പറഞ്ഞേക്കാം സിമ്പിളായിട്ട്. നോക്കിയാൽ മക്കളെ, സ്റ്റീഫൻസ് റിയാക്ഷൻ ബാർ RCN SnCl2/HCl ഇമീൻ ഫോം ചെയ്താൽ പിന്നെ ഇമീൻ ഫോം ചെയ്തു, ഹൈഡ്രോളിസിസ് ചെയ്യണം വേണം, കിട്ടിയല്ലോ ആൽഡിഹൈഡ്. ഇത്ര സിമ്പിൾ സാധനം. ഇത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ സ്റ്റീഫൻസ് റിയാക്ഷൻ ബാർ RCN SnCl2/HCl ഇമീൻ ഫോം ചെയ്താൽ പിന്നെ ഹൈഡ്രോളിസ് ചെയ്യും, ആൽഡിഹൈഡ്. ഇതിന് മൊത്തം എൻ്റയർ മെക്കാനിസമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മെക്കാനിസം അറിഞ്ഞിരുന്ന എന്താണ്? മെക്കാനിസമാണ്. നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റുകൾ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. റെഡി അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡിനെ നമുക്ക് കിട്ടും. അതാണ് സ്റ്റീഫൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഒരു കുഴപ്പമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേടാ? എല്ലാം ഓക്കെയാണ്. സെറ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത കാര്യത്തിൽ കിടക്കാൻ പോവുകയാണ്. അടുത്തതാണ് സെലക്റ്റീവ് റിഡക്ഷൻ ബൈ യൂസിങ് ആരാണ്? സെലക്റ്റീവ് റിഡക്ഷൻ നൈട്രൈൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബൈ യൂസിങ് എന്താണ്? ബൈ യൂസിങ് ഡിബാലച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ട് മക്കളെ ഡിബാലച്ചിനെ പറ്റിയിട്ട്. ആരാ ഡിബാലച്ച് എന്ന് പറയുന്ന ആൾ? ഡിബാലച്ച് ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രേറ്റ് ആണ് ഡിബാലച്ച്. ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്, സോഡിയം ബോറോഹൈഡ്രേറ്റ് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ് ഡിബാലച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നൈട്രൈൽസ് എന്ത് ചെയ്യാൻ പറ്റും? സെലക്റ്റീവായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിൻ്റെ ഫുൾ ഫോം ചെയ്ത് വെച്ചു, ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രേറ്റ്. ഓക്കെ, ഇതാണ് സാധനം. ലെറ്റ്സ് സേ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? നൈട്രൽ എടുക്കുന്നു. എക്സാമ്പിൾ RCN എടുക്കുന്നു. നൈട്രലാണ്. ഈ RCN ഞാൻ എന്ത് ചെയ്യുന്നു? ഡിബാലച്ചിന് കൊടുക്കുന്നു. ഫസ്റ്റ് ഡിബാലച്ച്. നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയാണെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഡിബാലച്ചിന് നമ്മൾ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം, അതായത് 2H2O കൊടുക്കുന്നു. ഡിബാലച്ചിന് കൂടെ ആരും കൂടി കൊടുക്കണം? വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമുക്ക് എന്തുണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ഒരു 6 ഗ്രൂപ്പുള്ള കാർബൺ ആറ്റം ഉണ്ട്, CN സിയും ഉണ്ട്. അപ്പോൾ അത്രയും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാകും, ആൽഡിഹൈഡ് ഉണ്ടാകും, വിച്ച് മീൻസ് RCHO ഉണ്ടാകും പ്ലസ് അമോണിയാണ് അവിടെ ബൈ പ്രൊഡക്റ്റ് പുറത്തോട്ട് പോകുന്നത്. റെഡിയല്ലേ മക്കളെ, റെഡിയല്ലേ? അപ്പോൾ അത് സംഭവം ഒന്നുമില്ല മക്കളെ, ഇവിടെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് എച്ചും അതേപോലെ വാട്ടറുള്ള ഓക്സിജനൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാകും, ഫൈനലി നമുക്ക് ആൽഡിഹൈഡ് ഉണ്ടാകും. സിമ്പിളാണ്. അപ്പം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്തായിരുന്നു, ഈ നൈട്രൽ ഗ്രൂപ്പിലേക്ക് നമ്മൾ റിഡക്ഷൻ ഹൈഡ്രജനും അതേപോലെ തന്നെ വാട്ടറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിഡക്ഷൻ റെഡ്യൂസിങ് ഏജൻറ്റ് വാട്ടർ ആഡ് ചെയ്ത് എന്താണ്ടാവുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞതാണ്. റെഡിയല്ലേ മക്കളെ, സെറ്റല്ലേ? യെസ്. ഇനി നിങ്ങൾ ഇവിടെ എന്തുകൊണ്ടാണ് ഡിബാലച്ച് ഉപയോഗിച്ചത്, വേറെ ആൾക്കാർ ഉപയോഗിച്ചാൽ പോരെ? നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ആൽഡിഹൈഡ് തന്നെ വേണം. അപ്പോൾ സെലക്റ്റീവ് നൈട്രൈൽസിൽ നിന്ന് എന്ത് ചെയ്യാണ്, പിന്നെ സോഡിയം ബോറോഹൈഡ്രേറ്റ് ഉപയോഗിച്ച് എനിക്ക് എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ അമൈഡിൽ നിന്നും എസ്റ്ററിൽ അല്ലെങ്കിൽ ഈ നൈട്രലിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ആൽക്കോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആണെങ്കിലോ അത് പെട്ടെന്ന് ആരുണ്ടാക്കും, ആൽക്കോൾ ആക്കി തരും. അതെനിക്ക് വേണ്ടത് ആൽഡിഹൈഡാണ്. അപ്പോൾ എനിക്ക് നൈട്രയിൽ തന്നെ എനിക്ക് ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെലക്റ്റീവായിട്ട് നൈട്രൈൽസ് നിന്ന് ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ഡിബാലച്ച്. ഞാൻ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൽക്കോളായി പോകും. ഞാനിപ്പോൾ സോഡിയം ബോറോഹൈഡ്രേറ്റ് ഉപയോഗിച്ച് എനിക്ക് ആ റിയാക്ഷൻ നടക്കത്തുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ലെറ്റ്സ് സേ ഇപ്പോൾ എസ്റ്റർ എടുക്കുന്നത്, ലെറ്റ്സ് സേ എസ്റ്റർ എടുക്കാമെന്ന് വിചാരിക്കും. എസ്റ്റർ എടുക്കുമ്പോൾ അപ്പം ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, സാറേ ഈ നൈട്രൽസ് മാത്രമാണോ നമുക്ക് ചെയ്യാൻ പറ്റും? അല്ല, എനിക്ക് നൈട്രൽസ് നിന്നും എസ്റ്റർ എന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നൈട്രൽസും എസ്റ്റർ എന്നൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അവിടെ നിങ്ങൾ സെലക്റ്റീവായിട്ട്, അതായത് എനിക്ക് വേണ്ട ആൽഡിഹൈഡ് തന്നെ തരും, അല്ലാതെ എനിക്ക് എന്തെങ്കിലും ആൽക്കഹോളിനെയോ അല്ല വേറെ ആരെയും തരും, എനിക്ക് ആൽഡിഹൈഡ് മാത്രമായിട്ട് തരുന്ന ഒരു സെലക്റ്റീവായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഡിബാലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സെലക്റ്റീവ് റിഡക്ഷൻ എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, എസ്റ്ററും കാണിച്ചത് നിങ്ങൾക്ക് ലെറ്റ്സ് സേ CH3 CH2 9 times C ഡബിൾ ബോണ്ട് OC2H5. ഒന്നുമില്ല, ഈ ഗ്രൂപ്പാണ് R ഗ്രൂപ്പ്, RCOOC, ഇതും എന്താണ് R ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ RCO എസ്റ്ററിൻ്റെ ഫോം എന്താ പഠിച്ചത്, RC ഡബിൾ ബോണ്ട് R' അല്ലേ, അതെന്നാണ് ഈ കാണുന്നത്. പേടിക്കൊന്നും വേണം, വലിപ്പം കണ്ട് പേടിക്കണ്ട. ഇവരെ ഡിബാലച്ചുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മക്കളെ എന്ത് സംഭവിക്കും, വാട്ടർ കാർഡ് ചെയ്യുകയാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും മക്കളെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇതൊരു R ഗ്രൂപ്പായി പരിഗണിക്കുകയാണെങ്കിൽ RCOH. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇത്രയും എന്തുണ്ടാവും, ഇത്രയും തരത്തിലുള്ള, അത് നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി, കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കേണ്ട. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന R ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത്ര മാത്രം അറിയിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് എന്താവും, ഈ കാണുന്ന സ്ട്രക്ചർ മാറിയിട്ട് ഇവിടെ എന്തായി മാറും, ഇവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുക, അതുകൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന എവിടെയാണെന്നുള്ളത് പറഞ്ഞു തന്നേക്കാം. അതായത് ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഈ ഒരു സ്ട്രക്ചറിൻ്റെ, അതായത് ഇതിൽ R ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ലെങ്ത്തിലുള്ള ആൽഡിഹൈഡാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യും കേട്ടോ. ബോണ്ട് എവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്ര ലെങ്ത്തിലുള്ള R ഗ്രൂപ്പ് ഉണ്ട്, അത്രയും ലെങ്ത്തിലുള്ള ആൽഡിഹൈഡ് ഉണ്ടാവും. മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി നെക്സ്റ്റ് നെയിം റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് നെയിം റിയാക്ഷൻ എന്താണ്? അടുത്ത നെയിം റിയാക്ഷൻ നിങ്ങൾ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കും. എന്താണ് നെയിം റിയാക്ഷൻ? എറ്റാർഡ്സ് റിയാക്ഷൻ. നമ്മളിപ്പോൾ മെക്കാനിസം കൂടി പറയുന്നത് കൊണ്ടാണ് സമയം എടുക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് മെക്കാനിസം അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നീറ്റിന് ഇപ്പോൾ ചോദിക്കുന്നുള്ളൂ. ബട്ട് എന്നിരുന്നാലും ടെസ്റ്റ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ചോദ്യം വന്നതിന് മെക്കാനിസം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ അതുകൂടി പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? എറ്റാർഡ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ്, വളരെ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ജസ്റ്റ് അതും പാട്ടിലൂടെ നിങ്ങൾ പഠിപ്പിച്ചു തരാം. എറ്റാർഡ്സ് എന്താ പറയുന്നത്, അത് ഞാൻ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക്. ഇതെന്താ മക്കളെ, ഇയാളെ വിളിക്കുന്ന പേരാണ് ടൊളുവിൻ. ഇതാണ് ടൊളുവിൻ. ടൊളുവിൻ എന്ത് നമ്മൾ ക്രോമൈൽ ക്ലോറൈഡ് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഇതാണ് ക്രോമൈൽ ക്ലോറൈഡ്. ആരുടെ പ്രസൻസിലാണ്? CS2 പ്രസൻസ്. ഒരു CS2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നോൺ പോളാർ സോൾവെൻ്റ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ഇതിനൊരു ഇൻ്റർമീഡിയറ്റ് കിട്ടും. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് മക്കൾ ആരാണത്? ഒരു ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഇൻ്റർമീഡിയറ്റ് CH, മെക്കാനിക്സ് കൃത്യമായി പറഞ്ഞുതരാം, ഒന്നും പേടിക്കണം, കൃത്യമായി പറഞ്ഞുതരാം. CHO CR OHCl2. ഓക്കെ അല്ലേ മക്കളെ? അത് 2 ടൈം. ഓക്കെ, ദെൻ ഇതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ വെള്ളത്തിന് ഒഴിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ H3O+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. ഇതാണ് പരിപാടി. ഫൈനൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ബെൻസാൾഡിഹൈഡാണ്. ഓക്കെ, ഇനി നിങ്ങളെല്ലാവരും മെക്കാനിസം പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിൾ റിയാക്ഷനാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാട്ടിലൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റിയാക്ഷനാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് എൻ്റെ കൂടെ ഇരിക്കുക. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് പറയാൻ പറ്റും. നോക്കി മക്കളെ, പാട്ട് എങ്ങനെ ഉണ്ടാവാം? ക്രോമൈൽ ക്ലോറൈഡ് ഒരു സെൻറ്റി പാട്ടാണ്. നിങ്ങളെല്ലാവരും സെൻറ്റി മൂഡിലിരിക്കുക. ക്രോമൈൽ ക്ലോറൈഡ് ഓക്സിഡൈസ് ടൊളുവിൻ. കണ്ടോ,
ടോളുവിൻ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. സോ ക്രോമൈൽ ക്ലോറൈഡ് ഓക്സിഡൈസ് ടോളുവിൻ in presence of CS2 oxidase toluene benzaldehyde this reaction is called Etar's reaction ആണോ അത്രേ ഉള്ളൂ കാര്യം. This reaction is called Etar's reaction. അപ്പോൾ ഇതിന് പറഞ്ഞ എല്ലാവരും പറഞ്ഞേ ക്രോമൈൽ ക്ലോറൈഡ് oxidase toluene in presence of CS2 oxidase toluene benzaldehyde this reaction is called Etar's reaction. കണ്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇത് പാട്ടിന് ഈണവും അതുപോലെ പിന്നെ അർത്ഥമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ട്യൂണൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചുമ്മാ ഒരു രസത്തിൽ ഇങ്ങനെ വൈബാക്കി എടുത്ത് ഞാൻ പാടിയാൽ മതി. അപ്പോൾ രസമാക്കി നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പറ്റും, അത് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ക്രോമൈൽ ക്ലോറൈഡ് ഓക്സിഡൈസ് ടോളുവിൻ ഇൻ പ്രസൻസ്, അപ്പോൾ നിങ്ങൾ എല്ലാം കിട്ടും. ക്രോമൈൽ ക്ലോറൈഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. CS2 ഉണ്ട്, അപ്പോൾ എന്ത് കിട്ടും, ബെൻസാൾഡിഹൈഡ് വരും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇത് മെക്കാനിസം വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചത്. മെക്കാനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഇത് എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ബട്ട് അറിഞ്ഞിട്ട് നല്ലതാണ്. അതായത് മക്കളെ എല്ലാത്തിനും മെക്കാനിസം പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാൻ വേണ്ടി മാത്രം. അതായത് ഇപ്പോൾ ഇത് ടൊളുവിനാണ്, ഇതാണ് ടൊളുവിൻ. ഞാൻ ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CrO2 Cl2 ആഡ് ചെയ്യുന്നു, അതാണ് ക്രോമൈൽ ക്ലോറൈഡ്. ഇനി പ്ലസ് CS2 ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ CrO2 Cl2 എന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 2 ഹൈഡ്രജനെ മാറ്റിയിട്ട്, അതായത് മക്കളെ 2 ഹൈഡ്രജൻ ചവിട്ടി പുറത്താക്കും. ആരും ഈ 2 ഹൈഡ്രജൻ ചവിട്ടി പുറത്താക്കിയിട്ട് ഇവിടുന്ന് 2 ഹൈഡ്രജൻ ചവിട്ടി പുറത്താക്കിയിട്ട് 2 ഹൈഡ്രജൻ മതിയെ, 3 ഹൈഡ്രജൻ എടുക്കണം, 2 ഹൈഡ്രജൻ മാറ്റും. അതായത് ഞാൻ ജസ്റ്റ് കാണിച്ചേക്കാം. ഇവിടെ 2 ഹൈഡ്രജനെ പിടിച്ച് പുറത്താക്കും. ഇതിന് ആര് കയറിയിരിക്കും, ഈ CrO2 Cl2 അവിടെ കയറിയിരിക്കും, ഇവിടെ കയറിയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക നോക്കി എല്ലാവരും നോക്കി, മക്കളെ നോക്കണേ എല്ലാവരും നോക്കേ. എഗെയിൻ CH 2 ഹൈഡ്രജനെ പോയിട്ടുള്ളൂ. ഇനി എന്താ ബാക്കി ഉണ്ടാവുക, ബാക്കി വെച്ചാൽ CR ഇവിടെ ബാക്കി ഉണ്ടാവും. ഇവിടെ CrO2 Cl2 എന്നല്ലേ, CrO2 Cl2 എന്ന് പറയുമ്പോൾ എന്താണത്, OCRO ആണത്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. CrO2 Cl2നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, OCRO ഇങ്ങനെ എഴുതി കൂടെ, കുഴപ്പമൊന്നുമില്ല. മനസ്സിലാൻ വേണ്ടി, ഇതൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി മാത്രമാണ്. OCRO എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ. അപ്പം ആക്ച്വലി ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും വേണം ഒരു ഹൈഡ്രജനെ മാത്രമേ ഇവിടെ റിമൂവ് ചെയ്യുന്നുള്ളൂ. ശരിക്കും ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ലെറ്റ്സ് സേ CH3 എന്നാണുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, 2 ഹൈഡ്രജൻ അവിടെ തൽക്കാലം പൊസിഷൻ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഹൈഡ്രജൻ്റെ പൊസിഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവനെ ആഡ് ചെയ്യുന്നു. ബാക്കിയുള്ള ഒരു ഹൈഡ്രജൻ അവിടെ തന്നെ ഉണ്ടാവും. ആക്ച്വലി ഒരു ഹൈഡ്രജൻ മാത്രമേ റിമൂവ് ആക്കുന്നുള്ളൂ. ആ പൊസിഷനിലേക്കാണ് ഈ ചെങ്ങന്മാർ എല്ലാവരും കൂടി കുത്തി നിറയ്ക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ CH എന്ന് പറയുന്നത് ഓക്കെ. ഇനി ഒരു ഹൈഡ്രജനും കൂടി ഇവൻ്റെ കൂടെ ഉണ്ടാകും. അപ്പം OCRO പിന്നെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജൻ ബാക്കിയുള്ള Cl2 അങ്ങ് ചെയ്ത്. ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ അത് 2 ടൈംസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിൻ്റെ എത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ നിങ്ങൾ അത്രയും കൊടുക്കണ്ട. കാരണം ജസ്റ്റ് ഒന്ന് ഇത് ഏത് ഇൻ്റർമീഡിയറ്റ് ആണ്, ഏത് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ അത് എറ്റാർസിൻ്റെ ആണ്, അല്ല എറ്റാർസിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഏതാണെന്ന് ഓപ്ഷൻ കാണിക്കുമ്പോൾ എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇവിടേക്ക് ആര് കയറിയിരിക്കും, ഓക്സിജൻ കയറി നിന്നിട്ട് എന്ത് ചെയ്യും, ഫൈനലി നിങ്ങൾക്ക് എന്ത് കിട്ടും, CHO കിട്ടും. ഇത്രയേ ഉള്ളൂ കാര്യം. അത്ര വലിയ മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്രോമൈൽ ക്ലോറൈഡ് ഓക്സിഡൈസിങ് ഏജന്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് കിട്ടും ആൻഡ് യു വിൽ ഫൈനലി എന്ത് കിട്ടും, നിങ്ങൾക്ക് ബെൻസാൾഡിഹൈഡ് കിട്ടും. ഇനി ഒരു റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് NCERT ബേസ്ഡ് ഒന്ന് നോക്കണം. കാരണം NCERTയിൽ എങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ, എല്ലാവരും നോക്കണം. യെസ്, കാരണം മക്കളെ നിങ്ങൾ ഇതാണ് നമ്മുടെ NCERT പറഞ്ഞിരിക്കുന്ന സാധനം. ഇതാണ് ക്രോമിയം കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് മേ ബി എന്ത് ചെയ്താൽ ചോദിച്ചേക്കാം. അപ്പം നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യരുത്, സാറ് പറഞ്ഞില്ല എന്നും പറയരുത്. ഇത് ക്രോമിയം കോംപ്ലക്സ് ആണ്, CHOCROHCl2. കാരണം അതെങ്ങനെ വന്നത് നിങ്ങൾ പറഞ്ഞില്ലേ, അതായത് OCRO ആണ് ഇവിടെ ഉണ്ടാവുക. അതായത് നിങ്ങൾ ഇവിടെ ഒരു OCRO ഉണ്ടാകും, OCRO പിന്നെ Cl2 ഉണ്ടാകും. അതിനിടയിൽ നിങ്ങൾ Hനെ കയറ്റി കൊടുക്കുക. ഈ Hനെയാണ് നിങ്ങൾ സംശയം വരിക. കാരണം ഇവിടെ ആക്ച്വലി സംഭവം നടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ CH3, അതായത് ടൊളുവിൻ്റെ ഒരു CH3 ഉണ്ട്. അവിടെ 2 ഹൈഡ്രജനെ പൊസിഷൻ മാറ്റിയിട്ട്, അതായത് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്, അല്ലാതെ ഒരു ആവശ്യം ഇതിനകത്തില്ല. ഇവിടെ C ഹൈഡ്രജൻ എന്നാണ് ഉണ്ടാവുക അല്ലേ, ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2 ഹൈഡ്രജൻ്റെ പൊസിഷൻ അങ്ങ് മാറ്റിയിട്ട് 2 ഹൈഡ്രജൻ്റെ പൊസിഷൻ അങ്ങ് മാറ്റാം. ഓക്കെ,
എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ആ 2 പൊസിഷനിലേക്ക് നീ എന്ത് ചെയ്യാണ്, 2 ടൈം ആളെ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു OCRO പിന്നെ ഒരു ഹൈഡ്രജൻ കൂടി എൻ്റെ ഇടയിൽ ജസ്റ്റ് ഈ ഹൈഡ്രജൻ ആണെങ്കിൽ സംശയം ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ കൂടി എന്ത് ചെയ്യും, വെറുതെ നാടി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള Cl2 ഉണ്ടാവുമല്ലോ, Cl2 ഉണ്ട്. അതേപോലെ മറ്റു പൊസിഷനിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് OROHCl2. ഓക്കെ, അത് 2 തവണയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ H ആണ് സംശയം ഉണ്ടാവുക, ഒരു H കൂടി നിങ്ങൾ ചെയ്താൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടെ ഒരു ഹൈഡ്രജൻ കൂടി അവിടെ വരുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട. അപ്പം ഇങ്ങനെയാണ് അതിന് കോംപ്ലക്സ് ഉണ്ടാവുക. അപ്പോൾ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് പറഞ്ഞു തന്നത്. അപ്പം ഇതാണ് ക്രോമിയം കോംപ്ലക്സ്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബെൻസാൾഡിഹൈഡ് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് എറ്റാൾസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ മുമ്പ് നോക്കിയൊരു സാധനമാണ് എന്ത്, ഇതാ നമ്മുടെ ബാക്കിയുള്ള നമ്മൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ റൊസമ്മണ്ട് പഠിപ്പിച്ചു, ബെൻസൈൽ ക്ലോറൈഡ്, ബെൻസോയിൽ ക്ലോറൈഡ് ആണ്, ബെൻസൈൽ അല്ല ബെൻസോയിൽ ക്ലോറൈഡ് ആണ്, അത് നമ്മൾ പറഞ്ഞാണ്. ദെൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അഗെയിൻ എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ നോട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യമുണ്ടോ നോക്കട്ടെ. എഴുതി കൊടുത്ത് എന്തെങ്കിലും ബെൻസോണയിൽ നിന്നോ ബെൻസൈൽ നിന്നോ, ഇവിടെ ബെൻസോയിൽ ക്ലോറൈഡ് എന്നാണ് മക്കളെ, ബെൻസൈൽ അല്ല ബെൻസോയിൽ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. അത് ബെൻസോയിൽ ക്ലോറൈഡ് എന്നാണ്, ബെൻസോയിൽ ക്ലോറൈഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക്. ഇത് ബെൻസോയിലാണ്, ബെൻസോയിൽ ക്ലോറൈഡ് ആണ്, ബെൻസോയിൽ ക്ലോറൈഡ്. ഓക്കെ അല്ലേ, ബെൻസോയിൽ ക്ലോറൈഡ് എന്നാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു കാര്യം NCERT ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്, അതുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കണം. NCERT ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മെക്കാനിസം മനസ്സിലായില്ല നിങ്ങൾക്ക്, മെക്കാനിസം മനസ്സിലായിട്ടുണ്ട്. NCERT ഒരു കാര്യം കൂടി അഡീഷണലി പറയുന്നത്, അതുകൂടി നമുക്ക് നോക്കിയേക്കാം. ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചൊളിവിനെ കൊടുത്തിട്ട് അവർ CrO3യും അതേപോലെ തന്നെ ആസിഡ് അൺഹൈഡ്രേറ്റ്, അത് ആസിഡ് അൺഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ CH3CO ടൈസ് ഇത് അൺഹൈഡ്രേറ്റാണ്. ഇവനും കൂടി റിയാക്ട് എന്താ കിട്ടാൻ ചോദിക്കുന്നത് NCERT. അപ്പോൾ ആക്ച്വലി ഇതൊരു CrO3യുടെ ഓക്സിഡൈസിങ് ഏജന്റ് ആക്ട് ചെയ്യുകയും അങ്ങനെ ഈ ഒരു ടൊളിവിനെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചതിന് പകരം വേറൊരാൾ, ക്രോമൈൽ ക്ലോറൈഡ് CrO2Cl2 അല്ല, അതിന് പകരം ഇവനെ നമ്മൾ ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻസാൾഡിഹൈഡ് കിട്ടും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾ ടൊളിവിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എറ്റാൾസ് റിയാക്ഷൻ വെച്ച് നമുക്ക് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ മറ്റൊരു ആളെ വെച്ചിട്ട് എങ്ങനെ ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അത് ഇവനെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് NCERT പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. NCERT പറഞ്ഞത് കൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി എന്ത് ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ സാധനം കാണുമ്പോൾ തൊള്ളർന്നിരിക്കരുത്. സംഭവം എന്താണത്, ഓക്സിഡൈസിങ് ഏജന്റ് ആക്ട് ചെയ്യുന്നത്, ടൊളിവിന് ഓക്സിഡൈസ് ചെയ്ത് എന്താ കിട്ടുക, കറസ്പോണ്ടിങ് ബെൻസാൾഡിഹൈഡ് കിട്ടുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. മനസ്സിലായി മക്കളെ? സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വായും പൊളിച്ചിരിക്കാൻ പാടില്ല, കൃത്യമായിട്ട് ഓർത്തിരിക്കാം. നെക്സ്റ്റ് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് നീറ്റ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നത്. നീറ്റ് എക്സാമിന് സ്ഥിരം, അതായത് ഒരു എക്സാം ഇടുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്കറിയാലോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ചോദ്യം റീസെൻ്റ്ലി ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള, അത് ചോദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾ, അത് നമുക്ക് മേ ബി ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം നോക്കി, എല്ലാവരും നോക്കിയേ, ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഇതാണ് എന്ത് മക്കളെ, ഇതാണ് നിങ്ങളുടെ ചൊളിവിൻ. ഇതാണ് നിങ്ങൾ ചൊളിവിൻ. ഈ ചൊളിവിലേക്ക് ഞാൻ ക്ലോറിനേഷൻ നടത്താൻ പോകുന്നത്. ക്ലോറിനേഷൻ, അതായത് Cl2 ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് HNu. അപ്പോൾ മക്കളെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി, HNuവിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ, ക്ലോറിനേഷൻ നടത്തുന്നതെങ്കിൽ അതെന്താ അതിൻ്റെ പ്രത്യേകത, അത് ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള ഹാലോജിനേഷൻ ആണ്. ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ ആണ്. ഓക്കെ അല്ലേ? ഫ്രീ റാഡിക്കൽ എന്താ മക്കളെ, ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ ആണ്. നിങ്ങൾ ഓർത്തിരിക്കുക, ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ ആണെങ്കിൽ ഇത് സംഭവിക്കാം, ഈ CH3 ഉണ്ടെന്ന് 2 ഹൈഡ്രജൻ മാറ്റിയിട്ട് എന്ത് ചെയ്യും, 2 ക്ലോറിൻ കയറിയിരിക്കും. കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന Cl2നെയാണ്. അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ട് 2 ഹൈഡ്രജൻ മാറ്റിയിട്ട് 2 ക്ലോറിൻ കയറിയിരിക്കും. അല്ലാതെ എന്ത് ചെയ്യില്ല, ഒരു ഹൈഡ്രജൻ മാത്രം മാറ്റുകയല്ല ചെയ്യുന്നത്, 2 ഹൈഡ്രജൻ മാറ്റുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പോൾ എന്തുണ്ടാവും പ്രൊഡക്റ്റ് വിൽ ബി, പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാവും മക്കളെ, CHCl2. ഇനി ഈ ചെങ്ങൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചെങ്ങൻ്റെ പേരെന്താ, ഈ ചെങ്ങൻ്റെ പേരാണ് ബെൻസാൽ ക്ലോറൈഡ്. എന്താ പേര്, ബെൻസാൽ. മറ്റേത് ബെൻസോണൈൽ ക്ലോറൈഡ് ആയിരുന്നു, സോറി ഇത് ബെൻസാൽ ക്ലോറൈഡ് ആണ്. ഇയാളുടെ പേരെന്താണ്, ചൊളിവിൻ എന്നാണ്. ഇയാളുടെ പേരെന്താ, ബെൻസാലാണ്. ബെൻസാൽ ക്ലോറൈഡ്. ഒരു ഹൈഡ്രജൻ മാത്രമാണെങ്കിൽ ബെൻസാൽ ക്ലോറൈഡ്. CHCl2 ആണ് ബെൻസാൽ ക്ലോറൈഡ്. ഇനി ബെൻസാൽ ക്ലോറൈഡിലേക്ക് എന്ത് ചെയ്യാൻ പോകണം മക്കളെ, ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം മക്കളെ, വെള്ളത്തിന് ആഡ് ചെയ്യാൻ പോകണം, വാട്ടർ ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ സ്വാഭാവികം എന്താ കിട്ടാം, സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും മക്കളെ, നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, ഇത് നമ്മുടെ സൈഡിലേക്ക് എഴുതിയാണ്. വാട്ടർ ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും, ഇതാണ് സ്ട്രക്ചർ. ഈ 2 ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ 2 OH കയറിയിരിക്കും. അതായത് 2 ക്ലോറിൻ റീപ്ലേസ് ചെയ്ത് 2 OH കയറിയിരിക്കും. സോ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, CHOH. അപ്പോൾ ശ്രദ്ധിക്കുക, 2 ക്ലോറിനെ മാറ്റിയിട്ട് 2 OH കയറിയിരിക്കും. കാരണം എന്താ, വാട്ടറിന് ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും, അവസാനം എനിക്കല്ല ഈ റിയാക്ഷൻ എന്ത് സംഭവിക്കും നോക്കിയേ, അതായത് 2 OH ഒരു ഓർഗാനിക് കോമ്പൗണ്ട് 2 OH വരികയാണെങ്കിൽ എന്താണ്, ഞങ്ങൾ പറഞ്ഞിരുന്നു ഓൾറെഡി, അതെന്താ മക്കളെ, അൺസ്റ്റേബിൾ ആണ്.
എന്താണ് അൺസ്റ്റേബിൾ. അതൊരു ഓർഗാനിക് കോമ്പൗണ്ട് 2 OH വരെയാണ് എവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെന്താണ് അൺസ്റ്റേബിൾ ആണ്. സോ എന്ത് ചെയ്യും, നമുക്ക് അവിടുന്ന് വെള്ളം പുറത്തോട്ട് പോകും. ബാക്കിയുള്ള സ്ട്രക്ചർ എന്താ മക്കളെ? ബാക്കിയുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിളാണ്. ബാക്കിയുള്ള സ്ട്രക്ചർ എന്താ ഉണ്ടാവുക ഒന്ന് പറഞ്ഞ എല്ലാവരും? എന്താ ഉണ്ടാവുക? ഇതേ സാധനം വരയ്ക്കുന്നു, CHO. ഇതാണെന്ത്? ബെൻസാൾഡിഹൈഡ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ മെക്കാനിസം. അപ്പം എക്സാമിന് എന്ത് ചെയ്യും? മേ ബി എക്സാമിനർ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും നിങ്ങളോട്. അതായത് എക്സാമിനിടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ വായും പൊളിച്ചിരിക്കാൻ പാടില്ല. അതായത് ഇങ്ങനെ ചോദ്യം വന്നേക്കാം. മേ ബി എന്താ ചോദ്യം ഉണ്ടാവുക? ടോളുവിൻ Cl2 HNO എന്താണ്? വാട്ടർ 373 Kelvin B എന്താണ് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കാം മേ ബി. ഇപ്പോൾ നിങ്ങൾക്ക് ആൻസറിൽ ഓപ്ഷൻ്റെ അകത്ത് ചിലപ്പോൾ ഓപ്ഷൻ A ലെറ്റ്സ് സേ ബെൻസോയിക് ആസിഡ് എന്നോ, ഓപ്ഷൻ B ബെൻസാൾഡിഹൈഡ് എന്നോ, ഓപ്ഷൻ C ബെൻസീൻ എന്നും, ഓപ്ഷൻ D വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആൻസർ ചെയ്യണം? ആൻസർ വിൽ ബി എന്തായിരിക്കും മക്കളെ? ഷുഡ് ബി എന്തായിരിക്കണം ആൻസർ? ഉറപ്പായിട്ട് നിങ്ങൾ ആൻസർ വരേണ്ടത് യെസ് ഓപ്ഷൻ B ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നീ ക്യാൻ എക്സ്പെക്ട്. മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്തൊരു നെയിം റിയാക്ഷൻ ആണ് എന്ത്? നെക്സ്റ്റ് നെയിം റിയാക്ഷൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡിൻ്റെ മറ്റൊരു നെയിം റിയാക്ഷൻ ആണ് എന്ത്? യെസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. 4ാമത്തതാണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ആണ് പറയാൻ പോകുന്നത്. ഇതിനെ പറ്റി പാട്ടും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ കാണാൻ തന്നെ പഠിച്ചാൽ മതി. അതായത് മക്കളെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ആരെടുക്കുക? ബെൻസീൻ എടുക്കുക. ഇതാണ് ബെൻസീൻ. ഈ ബെൻസീനിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക? CO + HCl ആഡ് ചെയ്യാം. അതിന് കൂടെ തന്നെ നിങ്ങൾ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന് ആഡ് ചെയ്യണം. HCl ഇൻ CuCl. ഓക്കെ, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. മക്കളെ എന്താണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത? അവൻ ആരാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ അവിടെ ഈ പറയുന്ന അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ലൂയിസ് ആസിഡാണ്. ആരാണത്? ലൂയിസ് ആസിഡാണ്. അപ്പോൾ ഈ ചങ്ങായി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ക്ലോറിനൊക്കെ വലിച്ചെടുക്കും. എടുക്കും. അതായത് ഒന്നുമില്ല, നിങ്ങൾ സിമ്പിൾ ആലോചിച്ചാൽ മതി. എന്താ പറയുക, നിങ്ങൾ സിമ്പിൾ ആലോചിച്ചാൽ മതി. ലൂയിസ് ആസിഡ് അങ്ങനെയൊന്നും ആലോചിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. എന്ത്? ഈ പറഞ്ഞ ചങ്ങായി എന്ത് ചെയ്യും? ഈ ക്ലോറിൻ അങ്ങ് എടുക്കും. ആരെടുക്കും? ഈ ക്ലോറിൻ അങ്ങ് വലിച്ചോണ്ടോ. ബാക്കി ആരാണ്ടാവുക? ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്ടാവുക മക്കളെ? നോക്കിക്കേ, ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി റിമെയിൻ ചെയ്തിരിക്കുന്ന ആളാരാ? ഈ ഈ പറഞ്ഞിരിക്കുന്ന COH അല്ലേ? ആ COH എന്ത് ചെയ്യും മക്കളെ? ആ COH എന്ത് ചെയ്യും? ഈ റിങ് കയറിയിരിക്കും. ഓക്കെ, കളർ മാറ്റിയേക്കാം. ഈ റിങ് കയറിയിരിക്കും. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ സിമ്പിളാണ് മക്കളെ. എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? വളരെ സിമ്പിൾ. CHO. സിമ്പിൾ അല്ലേ? അപ്പോൾ ക്ലോറിനെ കൊണ്ടുപോകും. എന്ത് ചെയ്യും? ക്ലോറിൻ അങ്ങ് കൊണ്ടുപോവുക ചെയ്യുക. ആരാ കൊണ്ടുപോകുന്നത്? ഈ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറിൻ അങ്ങ് കൊണ്ടുപോകും. ബാക്കി വരുന്ന ആളെന്ത് ചെയ്യും? അവിടെ കയറിയിരിക്കും. ഇതാണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. ഇതേപോലെ നമുക്ക് ഗെറ്റർമാൻ റിയാക്ഷൻ വേറെയും പഠിക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ട്. ഇത് ഗെറ്റർമാൻ കോച്ചാണ്. ആരാണ്? ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് പറയുന്ന കാര്യമാണെന്ന് ഓർത്തിരിക്കാം. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ ആണ്.